السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. അൽഹംദുലില്ലാ തആലയുടെ തൗഫീഖോടുകൂടി നമ്മൾ സൂറത്തുൽ ബഖറയിലെ തന്നെ അല്ലെങ്കിൽ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്തുൽ കുർസിയുടെ തഫ്സീർ കഴിഞ്ഞു. അൽഹംദുലില്ലാ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് എല്ലാവർക്കും അതിനകത്തുള്ള ലെസൺസ് അല്ലെങ്കിൽ അതിന്റെ ആഴങ്ങൾ അതിനെ ഉൾക്കൊള്ളേണ്ട രീതിയിൽ ഉൾക്കൊള്ളാനുള്ള തൗഫീഖ് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ മേഖലയിലും ഓരോ ഏരിയയിലും ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആ ഒരു ഉൾക്കൊള്ളല് പ്രതിഫലിപ്പിക്കാൻ റിഫ്ലക്ട് ചെയ്യാനുള്ള തൗഫീഖും റബ്ബ് നമുക്ക് എല്ലാവർക്കും തരട്ടെ. ആമീൻ. ഇന്ന് നമുക്ക് ഇൻഷാ അല്ലാഹ് 256 മുതൽ 88 വരെയുള്ള ആയത്തുകൾ നോക്കാം. അതിനു മുമ്പ് നമ്മൾ ഫസ്റ്റ് എക്സാം കഴിഞ്ഞ അൽഹംദുലില്ലാ ഇന്നലെ അത്യാവശ്യം നന്നായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട് ആൾക്കാർ. ലൈക്ക് ഒരു 1300 ആളുകൾ എഴുതിയിട്ടുണ്ടായിരുന്നു എക്സാം. ബറക്കല്ലാഹു ഫീക്കും. ആദ്യത്തെ എക്സാം ആയതുകൊണ്ട് തന്നെ ചെറിയ കൺഫ്യൂഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങളുടെ സബ് ഗ്രൂപ്പ് ലീഡേഴ്സ് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, അതായത് സബ് ഗ്രൂപ്പിലുള്ളവരെ നിങ്ങൾ സബ് ഗ്രൂപ്പ് ലീഡേഴ്സിനെ കോൺടാക്ട് ചെയ്യുക. ഇന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക. എന്തെങ്കിലും നിങ്ങൾ പ്രശ്നങ്ങൾ ഫേസ് ചെയ്തു സബ്മിറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ ഉള്ളതുണ്ടെങ്കിൽ ഇന്ന് ഉച്ചന്റെ മുന്നേ എന്നെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക പരമാവധി. ഇനി സബ് ഗ്രൂപ്പിൽ ഇല്ലാത്തവര് ഇതുപോലെ ലേറ്റ് ആയിട്ട് എക്സാമിനെ കുറിച്ച് അറിഞ്ഞവരും അങ്ങനെയൊക്കെ ഉണ്ട്. അതായത് സ്ഥിരമായിട്ട് എക്സാം എഴുതാൻ പറ്റിക്കൊള്ളണമെന്നില്ല, അല്ലെങ്കിൽ ഒരു സബ് ഗ്രൂപ്പിന്റെ കീഴിൽ എഴുതണം എന്നില്ല എന്നുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇൻഷാ അല്ലാഹ് നമ്മളൊരു പബ്ലിക് ലിങ്ക് പോസ്റ്റ് ചെയ്യും. അത് ഇപ്പൊ തൽക്കാലം നമ്മൾ സബ് ഗ്രൂപ്പിലുള്ള ചിലരെ പ്രശ്നങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഉള്ളത് കൊണ്ട് നമ്മൾ പബ്ലിക് ലിങ്ക് ഇപ്പൊ പോസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളൂ. 2 ദിവസത്തിനുള്ളിൽ അത് പോസ്റ്റ് ചെയ്യും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ കഴിഞ്ഞ ക്ലാസ് ഉണ്ടല്ലോ, അതായത് S4 സെഷൻ ജുസ് 3 S4 സെഷന്റെ ഡിസ്ക്രിപ്ഷനിൽ ഒരു 1-2 ദിവസം കഴിഞ്ഞിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അവിടെ നിങ്ങൾക്ക് പുതിയ ലിങ്ക് വന്നിട്ടുണ്ടാവും. ആ ലിങ്കിൽ നിന്ന് നിങ്ങൾക്ക് ടെസ്റ്റ് ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ എപ്പോഴും നമ്മളെ മെയിൻ ഗ്രൂപ്പിലെ ലിങ്ക് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ചന്റെ ഉള്ളിൽ എന്തായാലും ഒരു പബ്ലിക് ലിങ്ക് അവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും യൂട്യൂബിലെ ഡിസ്ക്രിപ്ഷനിൽ. അതെടുത്ത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വീണ്ടും ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മളെ മെയിൻ ഗ്രൂപ്പിലെ ലിങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വീണ്ടും ടെസ്റ്റ് ചെയ്യാൻ പറ്റാത്തുള്ളൂ. കാരണം അവിടെ നമുക്ക് റിസൾട്ട് ഒക്കെ കൊടുക്കേണ്ടത് കൊണ്ട് ഒരാൾ തന്നെ ഒരു 4 പ്രാവശ്യം ടെസ്റ്റ് എഴുതുമ്പോൾ ആദ്യത്തെ പ്രാവശ്യത്തിനേക്കാൾ മാർക്ക് കൂടുതലല്ലോ അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾ വീണ്ടും ചെയ്ത് പറയുന്നത്. മറ്റേ ലിങ്ക് നിങ്ങൾക്ക് എത്ര വർഷം വേണമെങ്കിലും വീണ്ടും പഠിക്കുമ്പോൾ എടുത്ത് ചെയ്ത് നോക്കാവുന്നതാണ് ഇൻഷാ അല്ലാഹ്. അപ്പം ഇന്നത്തെ ആയത്ത് ഇൻഷാ അല്ലാഹ് 256 لا إكراه في الدين قد تبين الرشد من الغي فمن يكفر بالطاغوت ويؤمن بالله فقد استمسك بالعروة الوثقى لا انفصام لها والله سميع عليم. മതത്തിൽ നിർബന്ധം ചെലുത്തലേ ഇല്ല. ദുർമാർഗത്തിൽ നിന്ന് നേർമാർഗം വേർതിരിഞ്ഞ് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. ആകയാൽ ഏതൊരുവൻ താഗൂത്തിൽ അതായത് ദുർമൂർത്തികളിൽ അവിശ്വസിക്കുകയും അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നുവോ എന്നാൽ അവൻ വളരെ ബലവത്തായ പിടിക്കയർ മുറുകെ പിടിച്ചു കഴിഞ്ഞു. അതിന് അറ്റുപോകൽ സംഭവിക്കുകയില്ല. അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. വാക്കർത്ഥം നോക്കാം. ലാ ഇക്റാഹ നിർബന്ധമേ ഇല്ല. ഇക്റാഹ് കാഫ്റാഹ ഫിദ്ദീൻ മതത്തിൽ, ദീന് ദാലിയാനു ഖദ് തബയ്യന ഖദ് എന്ന് പറഞ്ഞാൽ ശരി നിശ്ചയമായും എന്നാണ് കേട്ടോ. തബയ്യന വ്യക്തമായിരിക്കുന്നുണ്ട്. ബയാനു അറുഷ്ദു നേർമാർഗം, റോ ഷീൻ ദാൽ, മിനൽ ഗയ്യി ഐൻ വാവ് യ ദുർമാർഗത്തിൽ നിന്നും, ഫമൻ അതുകൊണ്ട് ആര്, യക്ഫുർ നിഷേധിക്കുന്നുവോ, കഫറ ബിത്താഗൂത്ത് താഗൂത്തിനെ, തോ ഐൻ യ, വയുമിൻ വിശ്വസിക്കുകയും ചെയ്യുന്നുവോ, ഹംസ മീൻ നൂൻ, ബില്ലാഹി അല്ലാഹുവിൽ, ഫഖദ് ഇസ്തംസക ഇവിടെ വീണ്ടും ഖദ് ആണ്. ഖദ് എന്ന് പറഞ്ഞാൽ നിശ്ചയമായമാണ്. ഇസ്തംസക അവൻ പിടിച്ചിരിക്കുകയാണ്. മീൻ സീൻ കാഫ്, ബിൽ ഉർവതി കയറിനെ, ഐൻ റോ വാവ്, അൽ വുസ്ഖ ബലവത്തായ, വാവ് സ ഖാഫ്, ലം ഫിസാമ അറ്റുപോകലില്ല. ല ഇൻഫിസാമാണ്. ല പറഞ്ഞ ഇല്ല. ഇൻഫിസാം ഫ സ്വാദ് മീൻ അറ്റുപോകൽ. ലഹ അതിന്,
വല്ലാഹു അല്ലാഹു സമീഉൻ നന്നായി കേൾക്കുന്നവനാണ്. സീൻ മീം ഐൻ അലീമുൻ എല്ലാം അറിയുന്നവനാണ്. ഐൻ ലാം മീം. തഫ്സീർ നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് ലാ ഇക്റാഹ ഫിദ്ദീൻ. സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ ഓക്കെ ഓക്കെ. ദീനിൽ നിർബന്ധമേ ഇല്ല. ദീനിൽ യാതൊരു നിർബന്ധങ്ങളുമില്ല. ഇക്രാഹ് കാഫ് റോ ഹ. ഇക്രാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും അവർക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരു കാര്യം ചെയ്യാൻ വേണ്ടി നിർബന്ധിക്കലാണ് ഇക്രാഹ് എന്ന് പറയുന്നത്. ഓക്കെ. ലാ ഇക്രാഹ ഫിദ്ദീൻ എന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് ദീനില് എന്താണ് നിർബന്ധമില്ല. അതായത് ഒരാളെ മുസ്ലിം ആവാൻ വേണ്ടിയിട്ട്, ഓക്കെ, ഇസ്ലാമിലേക്ക് വരാൻ വേണ്ടിയിട്ട് നിർബന്ധിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ നിർബന്ധിച്ച അയാൾ വന്നത് കൊണ്ട് അയാൾ മുസ്ലിം ആവുന്നില്ല. ഓക്കെ. അവര് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ പോലും അവര് മുസ്ലിം ആകുന്നില്ല. കാരണം ലാ ഇക്റാഹ ഫിദ്ദീൻ. അയാളുടെ സ്വന്തം ഇഷ്ടപ്രകാരം അയാളുടെ ഹൃദയത്തില് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞെങ്കിലേ അയാൾ മുസ്ലിം ആകുന്നുള്ളൂ. ഒരാൾ നിർബന്ധിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയിപ്പിച്ചത് കൊണ്ട് അയാൾ മുസ്ലിം ആകുന്നില്ല. ഓക്കെ. മാത്രമല്ല ഈ ലാ ഇക്റാഹ ഫിദ്ദീൻ എന്ന് പറയുമ്പോൾ ഒരു തരത്തിലുള്ള പ്രോഹിബിഷൻ ആണ്, ഒരു വിലക്കലും കൂടിയാണ്. അതായത് നിങ്ങൾ ആരെയും നിർബന്ധിക്കരുത്. ഓക്കെ. നിങ്ങൾക്ക് ആ ഒരു നിർബന്ധിക്കാനുള്ള അനുവാദമില്ല എന്ന് പറയലും കൂടിയാണ് ഈ ലാ ഇക്റാഹ ഫിദ്ദീൻ. ദീൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഇസ്ലാം. ദീനിന് അർത്ഥം ഒന്ന് മതം എന്നുള്ള അർത്ഥമുണ്ട്, റിലീജിയൻ. നമ്മുടെ ദീനിൽ ഇസ്ലാം അല്ലെങ്കിൽ മതമായിട്ടില്ല. അല്ലെങ്കിൽ ദീനിന് വേറൊരു യൂസേജ് എന്ന് പറയുന്നത് അമലുകളും, നമ്മള് ആക്ഷൻസ്, അല്ലെങ്കിൽ നമ്മളുടെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഇബാദത്ത് ചെയ്യുന്ന, അള്ളാഹുവിന് അനുസരണ കാണിച്ചുകൊണ്ടിരിക്കുന്ന ആക്ഷൻസിന് ദീൻ എന്ന് പറയാം. അതേപോലെ ദീനിന് ഉള്ള വേറൊരു അർത്ഥം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലം. ഓക്കെ. യൗമുദ്ദീൻ അല്ലെ, പ്രതിഫല ദിവസം. അപ്പം നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്കുള്ള പ്രതിഫലം. ഇങ്ങനെ മൂന്നർത്ഥത്തിലാണ് ദീൻ ഉപയോഗിക്കാറുള്ളത്. അപ്പം ലാ ഇക്റാഹ ഫിദ്ദീൻ എന്ന് പറയുമ്പോൾ ദീനിലുള്ള കമ്പൽഷൻ അല്ലെങ്കിൽ നിർബന്ധം രണ്ട് തരത്തിലായിരിക്കും. ഒന്നാമത്തെന്ന് പറയുന്നത് ഒരാള് ദീൻ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അയാളെ ഫോഴ്സ് ചെയ്യുക, ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓക്കെ, ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഫോഴ്സ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ നിർബന്ധം. അതായത് അയാൾക്ക് എത്ര മടിയുണ്ടെങ്കിലും, അയാൾ എത്ര സംശയിച്ച് നിൽക്കുന്നുണ്ടെങ്കിലും, വേണോ വേണ്ടേന്ന് ആലോചിച്ച് നിൽക്കുന്നുണ്ടെങ്കിലും നിർബന്ധിച്ച് ഇസ്ലാം മതം സ്വീകരിക്കുക. അയാൾക്ക് ഇഷ്ടമില്ല, താല്പര്യമില്ല, അല്ലെങ്കിൽ അയാൾ ഇപ്പോഴും കൺവിൻസ്ഡ് അല്ല, അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിർബന്ധിച്ച് ഇസ്ലാം സ്വീകരിക്കലാണ് ഒരു തരത്തിലുള്ള നിർബന്ധം എന്ന് പറയുന്നത്. ഓക്കെ. ഈ തരത്തിലുള്ള നിർബന്ധമാണ് ഇവിടെ എന്താണ് വിലക്കിയിട്ടുള്ളത്. ഓക്കെ. നിങ്ങൾ ആൾക്കാരെ നിർബന്ധിച്ച് ദീനിനെ സ്വീകരിപ്പിക്കരുത്. അവർക്ക് താല്പര്യം ഇല്ലാത്ത സാഹചര്യത്തിൽ നിർബന്ധിച്ച് സ്വീകരിപ്പിക്കരുത്. സൂറത്ത് ഗാശിയയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പറയുന്നുണ്ട് 21-22 ആയത്തുകൾ. ഇന്നമാ അൻത മുദക്കിർ ലസ്ത അലൈഹിം ബിമുസൈതിർ. നീ ഒരു ഉത്ബോധകൻ മാത്രമാകുന്നു, നീ അവരുടെ മേൽ നിർബന്ധം ചെലുത്തുന്നവനല്ല. സുബ്ഹാനല്ലാഹ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും ജസ്റ്റ് എന്താണ്, ഒരു റിമൈൻഡർ ആണ്, അല്ലെ, ഒരു ഉത്ബോധനം ചെയ്യുന്നവനാണ്, നിർബന്ധം ചെലുത്തുന്നതല്ല. അപ്പൊ നമ്മൾ പറഞ്ഞു ഇവിടുത്തെ ഒന്നാമത്തെ നമ്മൾ മനസ്സിലാക്കേണ്ട നിർബന്ധം എന്ന് പറഞ്ഞാൽ ഒരാൾ ദീൻ സ്വീകരിക്കുന്ന കാര്യത്തിൽ മടിച്ചു നിൽക്കുക അല്ലെങ്കിൽ താല്പര്യമില്ലാതെ നിൽക്കുമ്പോൾ അയാളെ നിർബന്ധിക്കുക ദീൻ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. അത് ഇവിടെ വിലക്കിയിട്ടില്ല. ഇനി രണ്ടാമത്തെ ടൈപ്പുള്ള നിർബന്ധം എന്ന് പറഞ്ഞാൽ ഒരാൾ ദീൻ സ്വീകരിച്ചു കഴിഞ്ഞു, ഓക്കെ, എന്നിട്ട് ദീനിലെ നിയമങ്ങൾ അല്ലെങ്കിൽ അല്ലെ ദീൻ സ്വീകരിക്കുക, സ്വാഭാവികമായും ഒരാൾ മുസ്ലിം ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്വീകരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് ചില റൂൾസ് ഒക്കെ ഫോളോ ചെയ്യാനുണ്ട് ദീനല്ലേ. സുബ്ഹാനല്ലാഹ്. കുറെ കാര്യങ്ങൾ, നമ്മൾ ഒരാൾ മുസ്ലിം ആയി കഴിഞ്ഞാൽ അയാളുടെ മേലെ ബാധ്യതയാകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം അതൊക്കെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവര് ശരിക്കും ശിക്ഷ അർഹിക്കുന്നുണ്ട്, അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ തരത്തിലുള്ള ഒരു ഫോഴ്സിങ്, ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞിട്ട് അയാൾ അതിൽ കർമ്മങ്ങൾ അല്ലെങ്കിൽ നിയമങ്ങൾ ഫോളോ ചെയ്യാത്തതിന്റെ പേരിൽ ഫോഴ്സ് ചെയ്യല്, അത് അലൗഡ് ആണോ? ആണ്. ഓക്കെ. ഇതൊന്നും ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ, വിശദമായിട്ട് നമുക്കൊന്ന് കാണാം. ഉദാഹരണത്തിന് ഇപ്പൊ ഒരാൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ല നോക്കാം. അയാൾ നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ നിർബന്ധിക്കാൻ പറ്റും. ഇപ്പം ഒരാളടുത്ത് നമ്മൾ കുറേ കൊല്ലങ്ങളായിട്ട് പറയാണ് എടുക്കുക ലൈസൻസ്, അവർക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അവര് എടുക്കണ്ട, അല്ലെ, അവർക്ക് എടുക്കാതിരിക്കാം. പക്ഷെ ഒരാൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു കഴിഞ്ഞു, അത് കഴിഞ്ഞ് അയാൾ റോഡിന്റെ റൂൾസ് ഫോളോ ചെയ്യട്ടെ, അത് നിർബന്ധമാണ്, അല്ലെ. സുബ്ഹാനല്ലാഹ്.
അത് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ അയാൾ അക്കൗണ്ടബിൾ ആണ്, അയാൾ ശിക്ഷാർഹനാണ് അല്ലെ. കാരണം അതിന്റെ പിന്നെ കോൺസിക്വൻസ് എന്താണോ അത് അവൻ അനുഭവിക്കുക തന്നെ വേണം. അയാൾ ഒരു റോഡിൽ ഇത്ര സ്പീഡിന് മുകളിൽ പോകാൻ പാടില്ല എന്ന് പറഞ്ഞു, അത്ര സ്പീഡിന് മുകളിൽ പോയി, അപകടം പറ്റിയിട്ടില്ല എന്ന് ഉണ്ടെങ്കിൽ പോലും അയാൾ പിടിക്കപ്പെട്ടാൽ അയാൾക്ക് ശിക്ഷയുണ്ട് അല്ലെ. അതുപോലെ എന്തെങ്കിലും ആ കാര്യത്തിൽ അയാൾ നിയമങ്ങൾ അനുസരിക്കാത്തതിന്റെ പേരിൽ എന്ത് ചെയ്തു കഴിഞ്ഞാലും അയാൾക്ക് എന്താണ്, അയാൾ അക്കൗണ്ടബിൾ ആണ്, അയാൾ ശിക്ഷയുണ്ട്. അപ്പം അതേപോലെ ഒരാളെ മുസ്ലിം ആവാൻ അയാളെ നമുക്ക് നിർബന്ധിക്കാൻ പാടില്ല. ഇതേപോലെ ഡ്രൈവിംഗ് ലൈസൻസ് നമുക്ക് എടുക്കാൻ നിർബന്ധിച്ചിട്ടുള്ള കാര്യമില്ല അല്ലെ, എടുക്കാൻ നിർബന്ധിക്കാൻ പറ്റില്ല. പക്ഷേ അയാൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാല് അയാൾ നിയമങ്ങൾ പാലിക്കണം. അതേപോലെ ഒരാൾ മുസ്ലിം ആയി കഴിഞ്ഞു കഴിഞ്ഞാല് അയാൾ പിന്നെ എന്താണ്, റൂൾസ് ഫോളോ ചെയ്യണം അല്ലെ. അപ്പം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ പവറിലുള്ള ആളുകൾ, ഇപ്പം ഈ കാര്യത്തിൽ ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാര്യത്തിൽ പോലീസ് ഓഫീസേഴ്സ്, ട്രാഫിക് പോലീസ് അല്ലെ, ഗവൺമെന്റ് തന്നെയും അവര് നിയമങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥരാക്കുകയാണ്. ചെയ്തിട്ടില്ലെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടും. അതേപോലെ ഒരു മുസ്ലിം ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞാൽ ചില കാര്യങ്ങളുണ്ട് അല്ലെ നമ്മളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഒരു ഡ്രൈവർ എന്ന് പറയുമ്പോൾ അയാൾ വീട്ടിലിരിക്കുമ്പോൾ അയാൾക്ക് നിയമങ്ങൾ ബാധകമല്ല, റോഡിൽ ഇറങ്ങുമ്പോൾ മാത്രമല്ല. പക്ഷെ ഒരു മുസ്ലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ നേരവും അല്ലെ, ഭക്ഷണം കഴിക്കുമ്പോൾ ആയിക്കോട്ടെ, കുടിക്കുമ്പോൾ ആയിക്കോട്ടെ, ഉറങ്ങുമ്പോൾ ആയിക്കോട്ടെ, എണീക്കുമ്പോൾ ആയിക്കോട്ടെ, ജോലി ചെയ്യുമ്പോഴായിക്കോട്ടെ, രാവും പകലും എല്ലാ കാര്യത്തിലും ഇസ്ലാം റെലവെന്റ് ആണ്. ഇസ്ലാം എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ജീവിത രീതിയാണ്. അതുകൊണ്ട് തന്നെ നിയമങ്ങളെല്ലാം ബാധകമാണ്. സുബ്ഹാനല്ലാഹ്. സോ ലാ ഇക്റാഹ ഫിദ്ദീൻ, ദീനില് കമ്പൽഷൻ ഇല്ല. അതെവിടെയാണ് കമ്പൽഷൻ ഇല്ലാത്തത്? ദീൻ സ്വീകരിക്കുന്ന കാര്യത്തിൽ. എന്നാൽ ഈ ഒരു കാര്യം ലാ ഇക്റാഹ ഫിദ്ദീൻ പലപ്പോഴും നമ്മൾ പോലും മിസ്യൂസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. ഇനിയിപ്പോ നമ്മൾ മക്കളുടെ അടുത്താണെങ്കിലും കുടുംബത്തിലൊക്കെ ആണെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ ലാ ഇക്റാഹ ഫിദ്ദീൻ, എന്നെ നിസ്കരിക്കാൻ നിർബന്ധിക്കേണ്ട, ലാ ഇക്റാഹ ഫിദ്ദീൻ, എന്നെ നോമ്പെടുക്കാൻ നിർബന്ധിക്കേണ്ട, ലാ ഇക്റാഹ ഫിദ്ദീൻ, എന്നെ ഹിജാബ് ഇടാൻ നിർബന്ധിക്കേണ്ട അല്ലെ. സുബ്ഹാനല്ലാഹ്, എന്നെ പഠിപ്പിക്കേണ്ട, ഞാൻ ഇങ്ങനെ ആണ്, ഓക്കെയാണ്, നിർബന്ധിക്കാൻ പാടില്ല. നാച്ചുറലി ഇതാണ് നമ്മളെ മനസ്സിലേക്ക് വരുന്നത് അല്ലെ. അപ്പൊ നമ്മുടെ കുട്ടികളുടെ കാര്യത്തിലോ, അപ്പൊ നമ്മുടെ കുടുംബത്തിന്റെ കാര്യത്തിലോ അവരെങ്ങനെയാ നമ്മളെ അമലുകൾക്ക് വേണ്ടിയിട്ട്, അവരെല്ലാവരും ഇസ്ലാം ആണല്ലോ അല്ലെ, മുസ്ലിം ആണല്ലോ. അപ്പം അവരെങ്ങനെയാ നമ്മൾ അമലുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി നിർബന്ധിച്ച് അവർ ചെയ്തിട്ടില്ലെങ്കിൽ എങ്ങനെയാ ശിക്ഷിക്കുക അല്ലെ. അത് ശരിയാണോ? ഇനിയിപ്പോ അത് ശരിയാണെങ്കിൽ തന്നെ ഇന്നത്തെ കാലത്ത് അത് പ്രാക്ടിക്കലി പോസിബിളും അല്ല അല്ലെ, നിർബന്ധിക്കല്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതിനുള്ള ആൻസർ ഇന്നത്തെ സെഷന്റെ അവസാനത്തോടു കൂടി, അതായത് നമ്മൾ മൂന്നാമത്തെ ആയത്തിന്റെ അവസാനത്തിൽ നമുക്ക് കിട്ടും ഇൻഷാ അല്ലാഹ്. അപ്പൊ കുറച്ചും കൂടെ മനസ്സിലാവും. അപ്പം ലാ ഇക്റാഹ ഫിദ്ദീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ആളുകളെ ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കാൻ പാടില്ല. ഓക്കെ, എന്തുകൊണ്ടാണ് നിർബന്ധിക്കരുതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്, നിശ്ചയമായും നേർമാർഗം എന്താണ്, ദുർമാർഗത്തിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട് അല്ലെ, വ്യക്തമായി വേർതിരിഞ്ഞിട്ടുണ്ട്. ഗൈഡൻസ് എന്ന് പറയുന്നത് മിസ് ഗൈഡൻസിൽ നിന്ന് ശരിക്കും ഡിസ്റ്റിംഗ്വിഷ്ഡ് ആണ് അല്ലെ, മാറ്റി തന്നെ കാണാൻ പറ്റുന്ന രീതിയിലാണ്. റുഷ്ദ് എന്ന് പറഞ്ഞാൽ റോങ്, ഷീൻ, ദാൽ. റുഷ്ദ് എന്ന് പറഞ്ഞാൽ ശരിയായിട്ടുള്ള ഒരു കോണ്ടക്ട് അല്ലെങ്കിൽ പെരുമാറ്റച്ചട്ടം, ശരിയായിട്ട് ഒരാൾ പെരുമാറുന്ന ശരിയായ രീതിയിലുള്ള പ്രോപ്പർ ആയിട്ടുള്ള രീതിയിലുള്ള പെരുമാറ്റം. ഇത് ഹിദായത്തിന് വേണ്ടി, ഗൈഡൻസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. അൽ ഗയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ്, വാവ് യ, തെറ്റ്, തിന്മ, ഹിദായത്തില്ലായ്മ, അതായത് മിസ് ഗൈഡൻസ്, അധർമ്മം, വക്രത എന്നൊക്കെ അർത്ഥം. അതായത് ദീനിന്റെ മാർഗത്തിലുള്ള വക്രത അല്ലെങ്കിൽ വഴികേട്, അതിനാണ് വയ്യ എന്ന് പറയുന്നത്. അപ്പം റൈറ്റ് വേയും റോങ് വേയും ശരിക്കും ക്ലിയർ ആണ് അല്ലെ. സുബ്ഹാനല്ലാഹ്, ശരിക്കും നമ്മൾ ആയത്തുൽ കുർസി പഠിച്ചതിന് ശേഷം ആരാണ് അള്ളാഹ് അല്ലെ, ആരാണ് ദൈവം, ആരാണ് ദൈവം അല്ലാത്തതെന്ന് ക്ലിയർ ആണ് അല്ലെ, വളരെ ക്ലിയർ ആണ്. ശരിക്കും അള്ളാഹ് സുബ്ഹാനഹു വ തആല ആ ആയത്തിൽ വിശദീകരിച്ചു വെച്ചിരിക്കുന്നത് പോലെയുള്ള വിശദീകരണം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിന്റെ പിന്നാലെ ആരാ ദൈവം എന്ന് ആലോചിച്ച് നമുക്ക് പോകേണ്ട ആവശ്യമേ ഇല്ല അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം തെറ്റിൽ നിന്ന് ശരിയെ ക്ലിയർ ആയിട്ട് വേർതിരിച്ച് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെ, മിസ് ഗൈഡൻസിൽ നിന്ന് ഗൈഡൻസിനെ, വഴികേടിൽ നിന്ന് ഹിദായത്തിനെ ക്ലിയർ ആയിട്ട് വേർതിരിച്ച് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അത് ആൾക്കാർക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ അവരത് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോഴ്സ് ചെയ്യേണ്ട കാര്യമില്ല അല്ലെ. സുബ്ഹാനല്ലാഹ്, സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നാച്ചുറൽ ആണ്, ആളുകൾ അതിനെ സ്വീകരിക്കും അല്ലെ, അതിന് കീഴൊതുങ്ങുന്നുള്ളത്. ഇനി അവർ കീഴൊതുങ്ങിയിട്ടില്ലെങ്കിൽ അത് അവരുടെ ചോയ്സ് ആണ് അല്ലെ. അതുകൊണ്ടാണ് ലാ ഇക്റാഹ ഫിദ്ദീൻ എന്ന് പറയുന്നത്. അപ്പം സത്യം അസത്യത്തിൽ നിന്ന് വേർതിരിച്ച് കഴിഞ്ഞതിനാൽ എന്താണ്, ഫോഴ്സ് ചെയ്യേണ്ട കാര്യമില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്. അപ്പൊ ഒരു ചോദ്യം, എങ്ങനെയാണ് ഈ സത്യം അസത്യത്തിൽ നിന്ന് വേർതിരിച്ചിട്ടുള്ളത്?
വേർതിരിഞ്ഞ് കണ്ടിട്ടുള്ളത്, അല്ലെങ്കിൽ പയ്യൻ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വളരെ വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട് എന്ന് അള്ളാഹു പറയാനുള്ള കാരണങ്ങൾ പല കാരണങ്ങളാണ്. ഒന്ന്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ അയച്ചിട്ടുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. എന്തിനു വേണ്ടിയിട്ട്? വഴികേടും നേർമാർഗവും വേർതിരിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട്. സൂറത്തുൻ നഹ്ലില് 89-ാമത്തെ ആയത്തിൽ വനസ്സൽനാ അലൈക്കൽ കിതാബ തിബിയാനൻ ലികുല്ലി ഷൈ, നിനക്ക് നാം ഈ ഗ്രന്ഥം, ഈ പുസ്തകം ഇറക്കി തന്നിരിക്കുന്നു, ഇതിലെ സകല സംഗതികൾക്കുമുള്ള വിശദീകരണമുണ്ട്. സുബ്ഹാനല്ലാഹ് അല്ലെ. എല്ലാത്തിനുമുള്ള തിബിയാനൻ ലികുല്ലി ഷൈ, എല്ലാത്തിനുള്ള വിശദീകരണമായിട്ട് അത് ക്ലിയർ ആണ് കാര്യങ്ങൾ അല്ലെ. എന്താ ശരി, എന്താ തെറ്റ്, എന്താ ഗൈഡൻസ്, എന്താ ഹിദായത്ത്, എന്താ മിസ് ഗൈഡൻസ്, എന്താ വഴികേട് എന്ന് ക്ലിയർ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് നാം ഇറക്കി തന്നിട്ടുണ്ട്. അപ്പൊ ഖുർആൻ ഇറങ്ങിയിട്ടുണ്ട്, അവിടുന്ന് ക്ലിയർ ആണ് എന്ത് ഗൈഡൻസും മിസ് ഗൈഡൻസും അല്ലെ, റുഷ്ദും വായും എന്താണെന്ന് ക്ലിയർ ആണ്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അല്ലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് വഴിയും അത് ക്ലിയർ ആണ്. സൗണ്ട് ഇല്ലേ? നല്ലോണം കേൾക്കുന്നുണ്ട്. ഓക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലൂടെയും അത് ക്ലിയർ ആണ്. സൂറത്തുൻ നഹ്ലില് 44-ാമത്തെ ആയത്തില് പറയുന്നുണ്ട്, വഅൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം വലഅല്ലഹും യതഫക്കറൂൻ, നിനക്ക് നാം ഉത്ബോധനം അവതരിപ്പിച്ചു തന്നിരിക്കുന്നു, ജനങ്ങൾക്കായി അവതരിക്കപ്പെട്ടത് നീ അവർക്ക് വിവരിച്ചു കൊടുക്കാൻ വേണ്ടിയും അവർ ചിന്തിക്കാൻ വേണ്ടിയും. സുബ്ഹാനല്ലാഹ് അല്ലെ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനെ ക്ലിയർ ആക്കി തന്നിട്ടുണ്ട് നമുക്ക് അല്ലെ. ആദ്യം ഖുർആൻ തന്നെ ക്ലിയർ ആണ്. രണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനെ മനുഷ്യന്മാർക്ക് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ശരി എന്താണ്, തെറ്റെന്താണ് അല്ലെ, എന്താ ഗൈഡൻസ്, എന്താ മിസ് ഗൈഡൻസ്, എന്താ തെറ്റ്, എന്താ ശരിയായ വഴി എന്നുള്ളത്. ഇനി അതിന് പുറമെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്ന അല്ലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത രീതി, മാനേഴ്സ്, അദ്ദേഹത്തിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇബാദത്തുകള്, ഓരോ കാര്യങ്ങൾ, ആളുകളെ ഡീൽ ചെയ്ത രീതി, ആളുകളോട് ദഅവ ചെയ്ത രീതി, ഇതിൽ നിന്നെല്ലാം എന്താണ് ശരിയും തെറ്റും ക്ലിയർ ആണ് അല്ലെ. ഏതാ ശരി, ഏതാ തെറ്റ്, ഏതാ ഗൈഡൻസ്, ഏതാ മിസ് ഗൈഡൻസ് ക്ലിയർ ആണ്. സുബ്ഹാനല്ലാഹ്. ശരിയിലേക്ക് എങ്ങനെയാണ് ആളുകളെ വിളിക്കേണ്ടത് എന്ന് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇനി ഈവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിട്ട് കണ്ട ആളുകൾക്ക് അത് ക്ലിയർ ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ പഠിക്കുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉദാഹരണങ്ങൾ കാണുന്ന ആൾക്കാർക്കും എന്താണ് വ്യക്തമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് ഗൈഡഡ് ആയിരുന്നു അല്ലെ, റുഷ്ദിലായിരുന്നു. ഇനി സഹാബാക്കളുടെ ജീവിതം, അവരുടെ രീതി, ഖുലഫാകളുടെ രീതി അല്ലെ, ഇനി മറ്റ് എല്ലാ സഹാബാക്കളുടെ രീതിയിൽ നിന്ന് എന്ത് ക്ലിയർ ആണ്, എന്താ ശരി, എന്താ തെറ്റ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ആളുകൾ ഇസ്ലാം എന്താ ഫോഴ്സ് ഉപയോഗിച്ച്, പവർ ഉപയോഗിച്ച് പരത്തിയ ദീനാണ് എന്ന് പറയുന്നത് കേൾക്കാറുണ്ട് അല്ലെ. വാളിൻ തുമ്പത്ത് പകർന്ന ദീനാണ്. അത് കംപ്ലീറ്റ്ലി ഫോൾസ് ആണ്. കാരണം ആൾക്കാർ സ്വീകരിച്ചപ്പോൾ അവര് സത്യമാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് സ്വീകരിച്ചത് അല്ലെ. നമുക്ക് ഒരുപാട് സീറയിൽ നിന്നുള്ള ഒരുപാട് കഥകൾ അറിയാം. പല ആളുകളും സുബ്ഹാനല്ലാഹ് സത്യമാണെന്ന് മനസ്സിലാക്കിയിട്ടും അത് അവോയ്ഡ് ചെയ്യും. പിന്നീട് അല്ലെ പിന്നീട് ഒരു സാഹചര്യത്തിൽ അവര് അതിനെ സ്വീകരിക്കുകയും ഒക്കെ ചെയ്ത കഥകളൊക്കെ ഇഷ്ടം പോലെ സീറയിൽ ഉള്ളതായിട്ട് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ സത്യമാണെന്ന് മനസ്സിലാക്കി സ്വീകരിച്ചവരാണ്. അള്ളാഹു പറയുന്നു, അപ്പം ആര് താവൂത്തില് അവിശ്വസിക്കുന്നുവോ. താവൂത്ത് എന്ന് പറയുന്നത് റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിരുകള് ലംഘിക്കുക, ക്രോസ് ദ ലിമിറ്റ്സ്. ഓക്കെ. തുഗ്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റബലിയൻ അല്ലെങ്കിൽ വിപ്ലവം, അതായത് എന്തെങ്കിലും ഒരു കാര്യത്തിന് എതിരെ ചെയ്യുന്നതിനാണ്, അല്ലെങ്കിൽ അതിന് ഒരു ബോർഡർ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ ബോർഡർ ക്രോസ് ചെയ്യും എന്നുള്ള ഒരു വാശിയുണ്ടല്ലോ, അതിനാണ് തുഗ്യാൻ എന്ന് പറയുന്നത്. അപ്പൊ താവൂത്ത് എന്ന് പറയുന്ന വാക്ക് ഏത് ടൈപ്പ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടിമയായിട്ടുള്ള എന്തിനും ബാധകമാണ്. ഏത് ടൈപ്പ് അടിമയ്ക്കാണ്? അള്ളാഹുവിന്റെ ആ ഒരു അടിമത്തത്തിന്റെ ആ ഒരു ബൗണ്ടറി, ഓക്കെ, ആ ഒരു അതിര് ക്രോസ് ചെയ്യുന്ന ആളുകൾക്ക്. അള്ളാഹുവിന്റെ അടിമത്തത്തിന് ഒരു ലൈൻ ഉണ്ട് അല്ലെ, അത് അള്ളാഹുവിന് കീഴൊതുങ്ങലും അള്ളാഹുവിനെ അനുസരിക്കലും എല്ലാം കൂടെ ഉള്ള ഒരു വരയാണ് അള്ളാഹുവിന്റെ അടിമത്തം. അതിനെ ക്രോസ് ചെയ്യുന്ന ഏതൊരു അടിമക്കും ഈ താവൂത്ത് എന്ന് പറയുന്ന വാക്ക് ബാധകമാണ്. അത് എന്താണ്, ചിലപ്പം ഒരു തെറ്റായ ഒരു ദൈവം, അതായത് ഒരു വിഗ്രഹം, അല്ലെങ്കിൽ ഒരു വേറെ ഏതെങ്കിലും ഒരു ദൈവത്തിന്റെ ഫോമിൽ വരാം, അല്ലെങ്കിൽ ചില ലീഡേഴ്സിനെ ഫോളോ ചെയ്യുന്ന അല്ലെ ആൾക്കാർ, അവര് പറയുന്നത് അതേപോലെ അനുസരിച്ച്, അതായത് അവരെ അനുസരിക്കുക വഴി അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അനുസരണക്കേട് കാണിക്കുന്ന തരത്തിലുള്ള ലീഡേഴ്സ് ആവാം. ഓക്കെ. ഇനി ഏത് രീതിയിലും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അനുസരണയുടെ ആ ഒരു സെർവിറ്റ്യൂഡിന്റെ അടിമത്തത്തിന്റെ ബൗണ്ടറി ക്രോസ് ചെയ്യുന്ന ക്രോസ് ചെയ്യിപ്പിക്കുന്ന എന്തും താവൂത്തില് പെടാം.
അതായത് അള്ളാഹുവിന് എന്തെങ്കിലും ഒന്നിനെ നമ്മൾ ഇബാദത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ, അതേപോലെ എന്തെങ്കിലും ഒന്നിനെ നമ്മൾ അള്ളാഹുവിന് അനുസരണക്കേട് കാണിച്ചുകൊണ്ട് പിന്തുടരുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒന്നിനെ അള്ളാഹുവിന് അനുസരണക്കേട് കാണിച്ചുകൊണ്ട് അനുസരിക്കുന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇബാദത്ത് ചെയ്യുക, പിന്തുടരുക, അനുസരിക്കുക, ഇത് മൂന്നും എന്തൊന്നിനെ നമ്മൾ ചെയ്യുന്നുവോ അതൊക്കെ എന്താണ്? താവൂത്താണ്. ഇതില് ഷെയ്ത്താൻ, അല്ലെ, ഷെയ്ത്താൻ താവൂത്താണ്. ഷെയ്ത്താനെ നമ്മൾ പിന്തുടരുകയാണെങ്കിൽ അത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ആ ഒരു അടിമത്തത്തിന്റെ ലൈൻ ക്രോസ് ചെയ്യാണ്. ഈവൻ പല വിഗ്രഹങ്ങൾ ഇന്നത്തെ കാലത്ത് അത് അത്ര റെലവെന്റ് ആയിരിക്കില്ല, എന്നാലും പല പല കാര്യങ്ങളുണ്ട് അല്ലെ നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വതആല അനുസരണക്കേട് കാണിച്ചുകൊണ്ട് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പം ഇതെല്ലാം താവൂത്തില് പെടുന്നതാണ്. ഏതൊരാളും അള്ളാഹുവിനെ നിന്ന് വ്യത്യസ്തമായി എന്തിലെങ്കിലും ഒന്നിലേക്ക്, അല്ലെങ്കിൽ അള്ളാഹുവിനെ ക്രോസ് ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ അനുസരണക്കേട് കാണിച്ചുകൊണ്ട് നമ്മളെ എന്തിലേക്കെങ്കിലും ക്ഷണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ആരെങ്കിലും അള്ളാഹുവിനെ അനുസരണക്കേട് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളടുത്ത് പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ആരെങ്കിലും നമ്മൾ അള്ളാഹുവിനെ അനുസരണക്കേട് കാണിക്കുന്നതിൽ നിന്ന് തടയുക, അല്ലെങ്കിൽ അത് അള്ളാഹുവിനെ അനുസരണ കാണിക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ, അതെല്ലാം എന്താണ്? താവൂത്താണ്. അത് വളരെ വലിയ സ്കെയിലും ആവാം, ചെറിയ സ്മോൾ സ്കെയിലും വരാം. വലിയ സ്കെയിൽ എന്ന് പറയുമ്പോൾ ഷെയ്ത്താന്റെ കാര്യം തന്നെ, ഷെയ്ത്താൻ കംപ്ലീറ്റ് ആയിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അനുസരണക്കേട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ അടുത്ത് പറയുന്നത്. ഇനി സ്മോൾ സ്കെയിൽ എന്ന് പറയുമ്പോൾ ചില ആരെങ്കിലും ആൾക്കാർ നമ്മളെ നമസ്കരിക്കാൻ സമ്മതിക്കാതിരിക്കുക, അല്ലെ, സുബ്ഹാനല്ലാഹ്, നമ്മളെ നാട്ടിലൊക്കെ പല പല പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. നമ്മള് ദീനുൽ ഇസ്ലാമിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അനുസരിക്കാൻ നിർബന്ധമാക്കി പല കാര്യങ്ങളും ചെയ്യാൻ സമ്മതിക്കാതിരിക്കുക, ഇപ്പം ഹിജാബിന്റെ പ്രശ്നം ഒക്കെ പറയുമ്പോൾ അതൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ എന്താണ്? ത്വാഗൂത്താണ്. ശരികൾ ചെയ്യാൻ സമ്മതിക്കാതിരിക്കുക, അപ്പൊ അവരൊക്കെ എന്താണ്? ത്വാഗൂത്താണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഫമൻ യക്ഫുർ ബിത്വാഗൂതി, ആര് താവൂത്തില് അവിശ്വസിക്കുന്നുവോ. അപ്പം താവൂത്തില് കുഫ്ർ ചെയ്യുക. എന്താണ് താവൂത്തില് കുഫ്ർ ചെയ്യുക എന്ന് പറയുന്നത്? അത് താവൂത്ത് എന്താണെന്ന് നമുക്ക് ഇതിനകം മനസ്സിലായി, അല്ലെ? അപ്പം ആ താവൂത്തിനെ ആരാധിക്കാതിരിക്കുക, താവൂത്തിനെ അനുസരിക്കാതിരിക്കുക, താവൂത്തിനെ ഫോളോ ചെയ്യാതിരിക്കുക, അതാണ് താവൂത്തില് കുഫ്ർ ചെയ്യാന്നുള്ളത്. ഓക്കെ, താവൂത്ത് എന്ന് പറയുന്നത് നമ്മളെ എന്തിലേക്കാണ് വിളിക്കുന്നത്? അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അനുസരണക്കേടിലേക്ക്. അപ്പൊ താവൂത്തിൽ കുഫ്ർ ചെയ്യാന്ന് പറയുമ്പോൾ എന്താണ്? അള്ളാഹുവിൽ നിന്ന് പുറത്തേക്ക്, അള്ളാഹുവിൽ നിന്ന് അകറ്റുന്ന ആൾക്കാരെ നമ്മൾ അനുസരിക്കാതിരിക്കും, അല്ലെ? അപ്പം ഇൻ എഫക്ട് അള്ളാഹുവിലേക്ക് നമ്മൾ അടുക്കാനുള്ളതാണ് എന്ത്? ഫമൻ യക്ഫുർ ബിത്വാഗൂത്ത് എന്ന് പറയുന്നത്. അള്ളാഹു ലാ ഇലാഹ ഇല്ലാഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അള്ളാഹുലേക്കാണ് അടുത്തുകൊണ്ടിരിക്കുക, അല്ലെ? പലപ്പോഴും അത് മനസ്സിലാക്കാത്തതിന്റെ കുഴപ്പമാണ് നമ്മൾ ഈ താവൂത്തിന്റെ പിന്നാലെ പോകുന്നത്. ഫമൻ യക്ഫുർ ബിത്വാഗൂതി വയുമിൻ ബില്ലാഹി, മാത്രമല്ല അവൻ താവൂത്തിൽ നിന്ന് അകലുമ്പം അള്ളാഹുൽ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോ എന്താണ്? അപ്പോൾ നിശ്ചയമായും ഇസ്തംസക, അവൻ പിടിച്ചിരിക്കുന്നു. എന്തിനാണ് അവൻ പിടിച്ചിരിക്കുന്നത്? ബിൽ ഉർവത്തിൽ വുസ്ഖ, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കയറിലാണ്, വളരെ ബലവത്തായിട്ടുള്ള ഒരു കയറിലാണ്. ഇസ്തംസക, മീൻ സീൻ കാഫ് മസ്ക്, അംസികൂഹുൻ ഇംസാകും ബിൽ മഅറൂഫ്, അതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലെ? എന്തെങ്കിലും ഒന്നിനെ പിടിക്കുക എന്നുള്ള അർത്ഥം ആണ് അംസിക്ക് എന്നൊക്കെ പറയുന്നത്. ഇസ്തിംസാക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ 2 എക്സ്ട്രാ ലെറ്റേഴ്സ് ഉണ്ട്, അല്ലെ? സീൻ താ ഉണ്ട്. ഇത് ഒരു എക്സ്ട്രാ മീനിങ് തരുന്നുണ്ട്. എന്താണ്? വളരെ സ്ട്രോങ് ആയിട്ട് പിടിക്കുക, വെറുതെ ഉള്ള പിടുത്തല്ല, നല്ല ശക്തമായിട്ട് പിടിക്കുക. എന്തിലേക്കാണ് പിടിക്കുന്നത്? അൽ ഉർവ, എന്തായിട്ടുള്ള ഉർവയാണ്? അൽ വുസ്ഖ ആയിട്ടുള്ള ഉർവയിലാണ് അവർ പിടിച്ചിട്ടുള്ളത്. ഉർവ എന്ന് പറഞ്ഞാൽ ഐൻ റോ വ. ഉർവ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉർവ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തെങ്കിലും ഒരു ഹാൻഡിൽ അല്ലെങ്കിൽ ഒരു കൊളുത്ത്, ഓക്കെ, ഒരു വ്യക്തി നമ്മൾ പിടിച്ച് ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് സ്റ്റേബിൾ ആയിട്ട് നിൽക്കാൻ വേണ്ടി പിടിക്കുന്ന ഒരു ഹാൻഡിലിനാണ് ഉർവ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മള് ബസ്സിൽ യാത്ര ചെയ്യണം, അല്ലെ? ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഇരിക്കാൻ സീറ്റ് ഒന്നും കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? മേലെ അല്ലെങ്കിൽ ഫ്രണ്ടിലുള്ള കമ്പി പിടിക്കും. അത് പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ബസ് ചരിയുമ്പോൾ വളയുമ്പോൾ ഒക്കെ നമ്മൾ വീഴാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അതുപോലെ എന്തെങ്കിലും ഒരു ഹാൻഡിൽ നമ്മൾ പിടിക്കുന്ന ഒരു ഹാൻഡിലാണ് അൽ ഉർവ എന്ന് പറയുന്നത്. അത് സ്ട്രോങ് അല്ല എന്നുണ്ടെങ്കിൽ എന്താക്കും? നമ്മൾ അതൊന്ന് മുറുക്കി പിടിക്കുമ്പോൾ അത് പൊട്ടിപ്പോകും, അല്ലെ? സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയണം, താവൂത്തില് അവിശ്വസിക്കുന്ന, അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ആള് എന്തിലാ പിടിച്ചിരിക്കുന്ന? മുറുക്കി പിടിച്ചിട്ടുണ്ട്. എന്തിലാ? ഉർവ, അത് അൽ വുസ്ഖ ആയിട്ടുള്ള ഉർവയിൽ, അല്ലെ? വുസ്ഖ എന്ന് പറയുന്നത് വാവ് സ ഖാഫ്. വുസ്ഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരിക്കലും പൊട്ടാത്ത, വളരെ സ്ട്രോങ് ആയിട്ടുള്ള,
മീസാഖ് എന്നുള്ള വാക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അല്ലെ? സെയിം റൂട്ടാണ് വസ്ഖ. മീസാഖ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നല്ല ശക്തമായ ഉടമ്പടി അല്ലെ? ഒരിക്കലും ബ്രേക്ക് ചെയ്യാത്ത ഒരു പ്രോമിസ് ആണ് മീസാഖ്. വസ്ഖ എന്ന് പറഞ്ഞാലും ഇതേപോലെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള, ഒരിക്കലും പൊട്ടാത്ത, ഒരു ക്രാക്ക് പോലും വീഴാത്ത തരത്തിലുള്ള ഒരു ഹോൾഡാണ്, പിടിക്കുന്ന ഒരു സംഭവമാണ്. അല്ലെങ്കിൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ളതാണ് അൽവസ്ക എന്ന് പറയുന്നത്. ആ രീതിയിലുള്ള ഹാൻഡ്. അപ്പം അള്ളാഹുൽ വിശ്വസിക്കുകയും അവനിലേക്ക് മടങ്ങുകയും ചെയ്യുന്നവന് എന്താവും? മറ്റെല്ലാ ഫാൾസ് ആയിട്ടുള്ള, തെറ്റായിട്ടുള്ള താവൂത്തുകളെയും ദൈവങ്ങളെയും അവൻ ഒഴിവാക്കും. അപ്പം അവൻ അതുവഴി നല്ല ശക്തമായിട്ടുള്ള ഒരു ഹാൻഡിൽ തന്നെയാണ് പിടിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള ആളെ കുറിച്ച് അള്ളാഹു എന്താ പറയുന്നത്? ഇൻഫിസാം, ഏതെങ്കിലും ഒരു തരത്തിലുള്ള പൊട്ടൽ അല്ലെങ്കിൽ ബ്രേക്കിംഗ്, ഓക്കെ, ലഹ അതിന്. അപ്പം ഈ ഹാൻഡ് ഹോൾഡ്, ഈ പിടിച്ചിരിക്കുന്ന ഉർവ എന്താണ്? ഒരിക്കലും ബ്രേക്ക് ചെയ്യൂല അല്ലെ? ബ്രേക്ക് ചെയ്യാന്നല്ല, ക്രാക്ക് പോലും വീഴൂല. ക്രാക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ചെറിയൊരു വിള്ളൽ അല്ലെ? വിള്ളല് പോലും വരൂല. ഇൻഫിസാം, മീം, ഫസ്മ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒന്നിനെ ക്രാക്ക് വരാം. ക്രാക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഇപ്പം അതിനൊക്കെ ഒരു ക്രാക്ക് വരാൻ ചെറിയൊരു ലൈൻ ആയിരിക്കും, പക്ഷെ അതങ്ങനെ വന്ന് അതങ്ങ് പൊട്ടിപ്പോകും. അപ്പം ഒരു ഫസ്മ പോലും, ഒരു ക്രാക്ക് പോലും ആ ഹാൻഡിലിന് വരൂല. അപ്പം എന്താണ് ഇവിടെ പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഒരു വ്യക്തി അയാളുടെ ജീവിതത്തിൽ നിന്ന് ശിർക്ക് എല്ലാ രീതിയിലും ഒഴിവാക്കുമ്പോൾ മാത്രമേ അവന് അള്ളാഹുവിൽ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ? അവനെ അള്ളാഹുവിന്റെ അനുസരണക്കേടിലേക്ക് വിളിക്കുന്നതിനെ എല്ലാം അവൻ ഷൻ ചെയ്ത് ബ്ലോക്ക് ചെയ്താൽ മാത്രമേ അവന് അള്ളാഹുവിലേക്ക് തിരിയാൻ പറ്റുള്ളൂ. അള്ളാഹുവിൽ മാത്രം എല്ലായി തവക്കുൽ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ? അങ്ങനെ ആവുമ്പം അവന്റെ ഈമാൻ എന്താണ്? സ്ട്രോങ് ആണ്. ആ ഈമാന് ഒരിക്കലും ബ്രേക്ക് ആവില്ല. അപ്പം ഈ ഉർവത്തുൽ വുസ്ഖ എന്ന് പറയുന്നത് എന്താണ്? ഒരിക്കലും പൊട്ടൂല അല്ലെ? എന്തിനാണ് ഇത് റെഫർ ചെയ്യുന്നത്? ഒരിക്കലും നിന്ന് പോവാത്ത ഈമാൻ അല്ലെ? ഒരിക്കലും ബ്രേക്ക് ആവാത്ത ഈമാന്റെ ഇതിനെന്താണ്? എല്ലാ രീതിയിലുള്ള ശിർക്കും അവൻ ഒഴിവാക്കുമ്പോൾ. അപ്പം വേറെ അർത്ഥത്തിൽ പറഞ്ഞാല് ആയ എല്ലാ കാര്യങ്ങളും ഒഴിവാക്കണം ഹൃദയത്തിൽ നിന്ന് അല്ലെ? അള്ളാഹുവിനെ ഫുള്ളായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്, അള്ളാഹുലേക്ക് കംപ്ലീറ്റ് ആയിട്ട് തിരിയാൻ വേണ്ടിയിട്ട്. എന്താണോ അതിൽ നിന്ന് നമ്മളെ തടയുന്നത്, എന്തൊരു കാര്യവും ആവല്ലേ? നമ്മളൊക്കെ സംബന്ധിച്ചിടത്തോളം താവൂത്ത് എന്ന് പറഞ്ഞാല് വിഗ്രഹങ്ങളെ ഒന്നും അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല. പലപ്പോഴും നമ്മളുടെ ഇച്ഛകളായിരിക്കാം അല്ലെ? നമ്മുടെ അലസതയായിരിക്കാം, നമ്മളുടെ വേറെ പല പല വികാരങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നമ്മളെ ചുറ്റുപാടുമുള്ള നമ്മളുടെ സ്വന്തം എന്ന് കരുതുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ അല്ലെങ്കിൽ നമ്മുടെ അസ്ഥിക്ക് പിടിച്ച ആൾക്കാരും അവരോടുള്ള സ്നേഹമായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഓൺ ചെയ്യുന്ന അല്ലെ നമ്മുടെ പൊസിഷൻസിലെ, നമ്മുടെ വീടുകളോ നമ്മുടെ ഫോണോ കാറോ അതുപോലെയുള്ള സ്വത്തോ അങ്ങനെയുള്ളത് എന്തെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ചുറ്റുപാടിൽ നിന്ന് കിട്ടുന്ന പ്രഷർ ആയിരിക്കും അല്ലെ? അള്ളാഹുവിനെ അനുസരിക്കാതിരിക്കാൻ വേണ്ടി ഒരു പക്ഷേ നമ്മുടെ കാരണം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ നിന്ന് നമ്മളെ തടയുന്ന താവൂത്തുകൾ ഇതെന്തും ആവാം. സുബ്ഹാനല്ലാഹ്. ഇതെല്ലാം എന്താണ്? അള്ളാഹു അല്ലാത്തത് അല്ലെ? അതൊക്കെ നമ്മളെ പുള്ളി ചെയ്യുന്നുണ്ട്, നമ്മളെ കോൾ ചെയ്യുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇതെല്ലാം എന്താണ്? നമ്മുടെ ജീവിതത്തിലെ താവൂത്തുകളാണ്. അപ്പൊ അതിനെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ബ്ലോക്ക് ചെയ്യണം അല്ലെ? സുബ്ഹാനല്ലാഹ്. അതിന്റെ അർത്ഥം ഇതെല്ലാം ഒഴിവാക്കിയിട്ട് ഒരു ഗുഹയിൽ പോയിട്ട് ജീവിക്കാനല്ല പറയുന്നത് അല്ലെ? സുബ്ഹാനല്ലാഹ്. എല്ലാം ഒഴിവാക്കി പോയി ഗുഹയിൽ ജീവിക്കാനല്ല നമ്മൾ പറഞ്ഞത്, സന്യാസം സ്വീകരിക്കാനല്ല പറയുന്നത്. പക്ഷെ അതിനെല്ലാം അതിനോടെല്ലാം ഡിസൊബീഡിയൻസ്, അതായത് അവരെല്ലാം നമ്മളെ അള്ളാഹുവിലേക്കുള്ള ഡിസൊബീഡിയൻസ് അല്ലെങ്കിൽ അനുസരണക്കേടിലേക്കാണ് വിളിക്കുന്നതെങ്കിൽ അവയോട് നമ്മൾ അനുസരണക്കേട് കാണിക്കണം അല്ലെ? നമ്മുടെ സ്വന്തം എന്ന് കരുതുന്ന, നമ്മുടെ ബന്ധം എന്ന് കരുതുന്ന, അല്ലെങ്കിൽ നമ്മുടെ കുടുംബം, നമ്മുടെ കുട്ടികൾ, നമ്മുടെ ഇണകളാണ് നമ്മൾ അള്ളാഹുവിനെ അനുസരണക്കേട് കാണിക്കുന്നതെങ്കിൽ അക്കാര്യത്തിൽ അവരോട് നമ്മൾ അനുസരണക്കേട് കാണിക്കണം. നമ്മുടെ ഇച്ഛകളാണ് അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കാൻ നമ്മളെ വിളിക്കുന്നതെങ്കിൽ, അതാണ് നമ്മുടെ താവൂത്തെങ്കിൽ അതിനോട് നമ്മൾ അനുസരണക്കേട് കാണിക്കണം അല്ലെ? അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള എന്തെങ്കിലും സോഷ്യൽ പ്രഷർ ആണെങ്കിൽ അതിനോട് നമ്മൾ അനുസരണക്കേട് കാണിക്കണം. അല്ലെങ്കിൽ നമ്മുടെ സ്വന്തമാക്കിയിട്ടുള്ള മെറ്റീരിയൽ പൊസിഷൻസ് ആണെങ്കിൽ, ഫോണാണെങ്കിൽ, എന്താണെങ്കിലും അതിനോട് നമ്മൾ അനുസരണക്കേട് കാണിക്കണം. അവരോട് നമ്മൾ അനുസരണക്കേട് കാണിച്ചാലേ, അവരോട് നമ്മൾ ലിസൺ ചെയ്യാതിരുന്നാലേ നമുക്ക് ശരിക്കും അള്ളാഹുലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ടേൺ ചെയ്യാൻ പറ്റുള്ളൂ. സുബ്ഹാനല്ലാഹ് അല്ലെ? നമ്മളൊന്നും ഇതുവരെ ആ ഒരു അവസ്ഥയിൽ എത്തിയിട്ടുള്ള ആൾക്കാർ. അള്ളാഹു തൗഫീഖ് തരട്ടെ എല്ലാത്തിനെയും. ഇതുപോലെ നമ്മളുടെ ജീവിതത്തിലുള്ള എല്ലാ താവൂത്തുകളിൽ നിന്നും തിരിഞ്ഞു നിൽക്കാൻ, അവയോട് അനുസരണക്കേട് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും തരട്ടെ.
അപ്പൊ നമ്മളുടെ ഹൃദയത്തിൽ അള്ളാഹുവിനെ നിറയ്ക്കാൻ വേണ്ടിയിട്ട് വയർ അള്ളാഹ് ആയിട്ടുള്ള എല്ലാത്തിനെയും നമ്മൾ ഒഴിവാക്കിയേ മതിയാവും. സുബ്ഹാനല്ലാഹ്. നമ്മള് ഇപ്പൊ കുറച്ചു നേരത്തെ പറഞ്ഞു അല്ലെ, എല്ലാത്തിനും ഒഴിവാക്കാന്ന് പറയുമ്പോൾ എല്ലാം ഒഴിവാക്കിയിട്ട് ഗുഹയിൽ പോയിട്ട് ജീവിക്കുക സന്യാസമല്ല എന്ന്. ശരിക്കും അത് ഭയങ്കര ഈസിയാണ് ഇങ്ങനെ ആലോചിക്കുമ്പോൾ അല്ലെ. കാരണം നമ്മളൊക്കെ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, പല സാഹചര്യങ്ങളിൽ പെട്ടുപോകുമ്പോൾ റബ്ബേ ഇതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇവൻ എന്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഗൾഫിലൊക്കെ പോയി ജീവിക്കുന്നവർക്ക് പ്രത്യേകിച്ച് അവർക്ക് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ പഠിച്ചോനെ എങ്ങനെയെങ്കിലും തിരിച്ച് അവിടെ എത്തിയാൽ മതി എന്നുള്ള ചിന്തയാണ്. കാരണം ഇവിടെ വരുമ്പോൾ പലതിലും നമ്മൾ പെട്ടുപോകും. സുബ്ഹാനല്ലാഹ് അല്ലെ. അപ്പൊ നമുക്ക് അങ്ങനെ ചിന്തകൾ വരാറുണ്ട്. അതായത് ഒരു ഗുഹാവാസം എന്നൊക്കെ പറയുന്നത് പോലെയുള്ള സന്യാസമായിരുന്നു എളുപ്പമെന്ന്. പക്ഷെ നമ്മുടെ ജീവിതത്തിന്റെ ടെസ്റ്റ് ഇതാണ് അല്ലെ. അവരുടെ കൂടെ നിന്നിട്ട്, നമുക്ക് പ്രയാസം ഉണ്ടാക്കുന്ന കാര്യങ്ങളുടെ കൂടെ നിന്നിട്ട്, നമുക്ക് ടെംപ്റ്റേഷൻസ് ഉണ്ടാകുന്ന കാര്യങ്ങളുടെ കൂടെ നിന്നിട്ട് അതിനോട് മിങ്കിള് ചെയ്തിട്ട് അവയോട് അനുസരണക്കേട് കാണിച്ചിട്ട് അള്ളാഹുവിനോട് അനുസരണ കാണിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിന്റെ ടെസ്റ്റ് തന്നെ. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് തന്നെ എത്രത്തോളം നമ്മുടെ സാഹചര്യങ്ങൾ അങ്ങനെയുള്ളതിനകത്ത് പെട്ടിരിക്കുന്നു അത്രത്തോളം നമുക്ക് ക്ഷമയും പ്രതിഫലവും അധികമാണ് അല്ലേ. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഇതുപോലെയുള്ള എല്ലാ താവൂത്തുകളോടും അനുസരണക്കേട് കാണിച്ചാലേ നമുക്ക് ശരിക്കും അള്ളാഹു സുബ്ഹാനഹു തആലയിലേക്ക് തിരിയേണ്ട രീതിയിൽ തിരിയാൻ പറ്റുള്ളൂ. നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹുവിനെ നിറയ്ക്കേണ്ട രീതിയിൽ നിറയ്ക്കാൻ പറ്റുള്ളൂ. നമ്മൾ മനുഷ്യന്മാര് ബൈ നേച്ചർ നമ്മളെ അള്ളാഹു സുബ്ഹാനഹു തആല ഉണ്ടാക്കിയിട്ടുള്ള നേച്ചർ വെച്ച് നമ്മൾ ഡിപ്പെൻഡന്റ് ആണ്. ഓക്കെ, എന്തെങ്കിലും ഒക്കെ നമ്മൾ പല രീതിയിലും ഇമോഷണലി ഡിപ്പെൻഡന്റ് ആണ് അല്ലെ. ഞാൻ മുമ്പേതോ ക്ലാസ് നമുക്കൊരു നമ്മളെ സന്തോഷം പോലും നമ്മളെ ചുറ്റുപാടുമുള്ളത് നമുക്ക് വളരെ വേണ്ടപ്പെട്ട നമ്മുടെ മക്കളായിക്കോട്ടെ, നമ്മുടെ ഇണകളായിക്കോട്ടെ, അവരുടെ മുഖത്തെ ഒരു ചിരി എന്ന് പറയുന്ന ഈ ജസ്റ്റ് മാറിയിട്ട് ജസ്റ്റ് ഒരു എന്താ പറയാ ഒരു സ്മൈൽ എന്നുള്ളത് മാറ്റി ഒരു സാഡ്നെസ് അവരുടെ മുഖത്ത് കണ്ടു കഴിഞ്ഞാൽ അത് നമ്മളെ ഇമോഷണലി എഫക്ട് ചെയ്യും അല്ലെ. അത്രയ്ക്ക് ഡിപ്പെൻഡന്റ് ആണ് നമ്മളുടെ ചുറ്റുപാടുമുള്ളതിനെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നിലൊക്കെ നമ്മൾ ഡിപ്പെൻഡന്റ് ആണ്. അതുകൊണ്ട് മനുഷ്യന്മാർക്ക് ശരിക്കും കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡന്റ് ആവാൻ പറ്റൂല. നമ്മള് ചെറുപ്പകാലങ്ങളിൽ നമ്മൾ ആരുടെ മേലെ ഡിപ്പെൻഡന്റ്, നമ്മളെ മാതാപിതാക്കള് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് അല്ലെ. കുറച്ചും കൂടെ നമ്മൾ വരുമ്പോൾ നമ്മുടെ വലുതാവുമ്പോൾ നമ്മുടെ ഇണകളിൽ ഡിപ്പെൻഡന്റ് ആവും. അതിനേക്കാളും നമ്മൾ വലുതാവുമ്പോൾ നമ്മുടെ മക്കളിൽ ഡിപ്പെൻഡന്റ് ആവും അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം നമുക്ക് തോന്നണോ ഓ എനിക്കിതൊന്നും വേണ്ട, കുടുംബം വേണ്ട, കുട്ടികൾ വേണ്ട അല്ലെ. അതൊക്കെ വെറുതെ തോന്നുക. കാരണം നമ്മുടെ നേച്ചർ എന്ന് പറയുന്നത് എന്താണ്, അള്ളാഹു ഇതുപോലെയാണ് നമ്മളെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാം, എനിക്ക് ആരെയുമായാലും ഡിപ്പെൻഡൻസ് ഇല്ല, ഞാൻ ഭയങ്കര ഇൻഡിപെൻഡന്റ് ആണ് എന്നൊക്കെ തോന്നുന്നത് ശരിക്കും ഒരു സ്ഥലത്തുള്ള വെഡിതാണ്. സുബ്ഹാനല്ലാഹ്. എന്തെങ്കിലും അല്ലെ, ഇപ്പൊ പ്രത്യേകിച്ച് നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തില് സുബ്ഹാനല്ലാഹ് കല്യാണം വേണ്ട എന്നൊക്കെ പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് തന്നെ പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് എനിക്കൊരു പാർട്ട്ണർ വേണ്ട, എനിക്ക് സ്വന്തമായിട്ട് ജീവിക്കാൻ പറ്റും എന്നൊക്കെയുള്ള തോന്നൽ തന്നെ വലിയൊരു മിസ്കോൺസെപ്ഷൻ. അവരെ കുറിച്ച് തന്നെ അവർ ദുനിയാവിൽ എന്ത് വലിയ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിലും അവർക്ക് അവരെ കുറിച്ച് തന്നെ മനസ്സിലാക്കാത്തതിൽ നിന്ന് വന്നിട്ടുള്ളതാണ് ഈ ഒരു കാര്യം. ഒരുപക്ഷെ അവരുടെ ജോബോ ബിസിനസ്സോ ഒക്കെ അവരുടെ ഫിനാൻസിന് വേണ്ടി, അതായത് സാമ്പത്തിക ഇതിന് വേണ്ടിയിട്ട് അതിനൊക്കെ അവർ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണ്. അതേപോലെ അവരുടെ ഇമോഷണൽ ഫുൾഫിൽമെന്റിന് വേണ്ടി അവർ പോലും അറിയാതെ അവരുടെ ഫ്രണ്ട്സ് സർക്കിളും സോഷ്യൽ മീഡിയയും അല്ലെങ്കിൽ അവർ പ്രോസസ് ചെയ്യുന്ന മെറ്റീരിയലിസ്റ്റിക് സാധനങ്ങളും ഒക്കെ അവർ അതിന്റെ മുകളിലൊക്കെ ഡിപ്പെൻഡന്റ് ആണ്. അവർ വെറുതെ പറയാണ് ഇൻഡിപെൻഡന്റ് ആണെന്ന്. സുബ്ഹാനല്ലാഹ്. അപ്പം പലപ്പോഴും അവരുടെ സാമ്പത്തികമായിട്ടുള്ള ഗ്യാപ്പ് ചിലപ്പം ജോലിയോ അങ്ങനെ എന്തെങ്കിലും ഫില്ല് ചെയ്യുന്നുണ്ടെങ്കിലും അവരുടെ ഇമോഷണൽ ഗ്യാപ്പിന് വേണ്ടി അവർ പലതിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടെ പറഞ്ഞു വരുന്ന കാര്യം എന്താന്ന് വെച്ചാൽ നമ്മൾ മനുഷ്യന്മാര് ബൈ നേച്ചർ എന്താണ് ഇൻഡിപെൻഡന്റ് അല്ല. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഹെൽപ്പിന് വേണ്ടിയിട്ട്, കെയറിന് വേണ്ടിയിട്ട്, നമ്മളെ സഹായത്തിന് വേണ്ടിയിട്ട്. അപ്പം ആകെ പെർഫെക്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഈ ദുനിയാവിൽ ഉണ്ട്, അതായത് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമ്മളെ ടേക്ക് കെയർ ചെയ്യാൻ പറ്റും, നമ്മളെ ഒരിക്കലും ഒഴിവാക്കൂല എന്നുള്ള എന്തെങ്കിലും ഒരു എൻറ്റിറ്റി ദുനിയാവിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അള്ളാഹ് മാത്രമാണ്. അള്ളാഹ്ക്ക് മാത്രമേ നമ്മളെ ഒരിക്കലും നിരാശപ്പെടുത്താതെ നമ്മളെ കൂടെ നിൽക്കാൻ പറ്റുള്ളൂ. നമ്മളൊക്കെയും അല്ലേ ജീവിതത്തിന്റെ പല സ്റ്റേജിലും പലരെയും ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളവരാണ്. സുബ്ഹാനല്ലാഹ്. പലപ്പോഴും നമ്മള് പാരന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. ഒരു പോയിന്റ് വരും അല്ലെ അവര് നമ്മളെ നിരാശപ്പെടുത്തുന്നത്. നമ്മളെ ഇണകളെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ഒരു പോയിന്റ് വരും അവരില്ല എന്ന് മനസ്സിലാകുന്ന, അല്ലെങ്കിൽ നമ്മളെ കുട്ടികളുടെ മേലെ ഡിപ്പെൻഡന്റ് ആണ്. ഒരു പോയിന്റ് വരും അവരും നമ്മളെ നിരാശപ്പെടുത്തുന്നത് അല്ലെ. അതല്ലെങ്കിൽ നമ്മുടെ ജോലി, നമ്മുടെ ബിസിനസ്, അല്ലെങ്കിൽ ഗവൺമെന്റിൽ നിന്നുള്ള സപ്പോർട്ട്, ആരിൽ നിന്നെങ്കിലും എന്തെങ്കിലും നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പോയിന്റ് വരും അതും ഇല്ല
എനിക്ക് എന്ന് മനസ്സിലാക്കണം അല്ലെ. നമ്മുടെ സമ്പത്ത് ഓക്കെ ഇതുണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ ഒരു പോയിന്റ് വരും, അതുപോലും പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്ന, ശൂന്യമായിട്ട് നമുക്കൊന്നും നമ്മുടെ മുമ്പിൽ ഇല്ല എന്ന് തോന്നുന്നു അല്ലെ. അപ്പം ഒന്നും ശരിക്കും നമുക്ക് കംപ്ലീറ്റ് റിലൈ ചെയ്യാൻ വേണ്ടി വേർത്തല്ല, തവക്കുൽ ചെയ്യാൻ വേണ്ടി വേർത്തല്ല ഒന്നും. ആകെ നമ്മുടെ റിലയൻസ്, നമ്മുടെ തവക്കുൽ അർഹിക്കുന്നത് എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് അല്ലെ. ആകെ നമ്മൾ തിരിയേണ്ടത് റബ്ബിൽ നിന്നാണ്. ഇവിടെ ഈ ഒരുപക്ഷെ ഇപ്പൊ ക്ലാസ് കേട്ടോണ്ടിരിക്കുന്ന പലർക്കും അവരുടെ ജീവിതത്തിലെ പല 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 പ്രശ്നങ്ങളും ഉണ്ടാവും. അതിനുള്ള റീസൺ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പല രീതിയിലുള്ള അവരുടെ റിലയൻസ് ആയിരിക്കും. അവര് ഏതോ ഒരാളിൽ, ഏതോ ഒരു വ്യക്തിയിൽ, അവരിൽ നിന്ന് ഇന്നത് അവരങ്ങനെ ആയിരുന്നെങ്കിൽ, അവരെന്നോട് ഇത് കാണിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ട് അത് കാണിക്കാത്തതിന്റെ പേരിൽ, ആ സ്നേഹം കാണിക്കാത്തതിന്റെ പേരിൽ, അംഗീകാരം കാണിക്കാത്തതിന്റെ പേരിൽ വിഷമിക്കുന്നവരായിരിക്കും മിക്കവാറും എല്ലാവരും അല്ലെ. ഏതോ രീതിയിലുള്ള നമ്മുടെ ആ ഒരു റിലയൻസ്, ആ ഒരു തവക്കുലാണ് നമുക്കൊക്കെ വിഷമങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഒന്നും നമുക്ക് റിലൈ ചെയ്യാൻ, ഈവൻ നമ്മളുടെ ഫ്രണ്ട്ഷിപ്സ് പോലും, ഈവൻ ദീനി മാർഗത്തിലുള്ള ഫ്രണ്ട്ഷിപ്സ് പോലും നമ്മളെ ഡിസപ്പോയിന്റ് ചെയ്യും ഒരു പോയിന്റിൽ. സുബ്ഹാനല്ലാഹ്. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ, അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് റിലൈ ചെയ്യാൻ വേറെ ഒന്നും തന്നെ, കംപ്ലീറ്റ് ആയിട്ട് തവക്കുൽ ചെയ്യാൻ, കംപ്ലീറ്റ് ആയിട്ട് എക്സ്പെക്ട് ചെയ്യാൻ വേറെ ഒന്നും തന്നെ വേർത്തല്ല. സുബ്ഹാനല്ലാഹ്. അപ്പം നമുക്ക് പ്രതീക്ഷിക്കാൻ അള്ളാഹ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവനെ മാത്രമാണ് നമ്മൾ ഏറ്റവും അധികം സ്നേഹിക്കേണ്ടത്. അവനോട് മാത്രമാണ് നമ്മൾ ദുആ ചെയ്യേണ്ടത്. അവനിൽ നിന്ന് മാത്രമാണ് നമ്മൾ യാചിക്കേണ്ടത്. അങ്ങനെ ഒരു വ്യക്തി ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ ഏറ്റവും ശക്തമായ കയറിൽ നല്ലപോലെ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് പിടിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു വ്യക്തി സുബ്ഹാനല്ലാഹ് എന്തെന്നെ അവന്റെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞാലും അവൻ സ്റ്റേബിൾ ആയിരിക്കും. സുബ്ഹാനല്ലാഹ്. എന്തൊക്കെ സിറ്റുവേഷൻസിലൂടെ അവൻ കടന്നു പോയി കഴിഞ്ഞാലും അവൻ വളരെ കാം ആൻഡ് കൂൾ ആയിരിക്കും. അവനെ വിഷമിപ്പിക്കാൻ പറ്റില്ല. കാരണം അവനറിയാം അള്ളാഹ് അവിടെ ഉണ്ടെന്നല്ലേ. അള്ളാഹ് അവിടുന്ന് മാറൂല. അള്ളാഹ് അവന്റെ റിലയൻസിൽ നിന്ന് മാറൂല. അവനെ കൊടുക്കുന്ന ഉറപ്പിൽ നിന്ന് മാറൂല. അള്ളാഹു അൽ ഹൈ ആണ്. അള്ളാഹു അൽ ഖയ്യൂം ആണ് അല്ലെ. അൽ ഹൈ അൽ ഖയ്യൂമിന്റെ അർത്ഥങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് ഇപ്പൊ മനസ്സിലേക്ക് കൊണ്ടുവരാം അല്ലെ. അവന്റെ എല്ലാ സിഫത്തുകളിലും അവൻ പെർഫെക്റ്റ് ആണ്. അവന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അവൻ പെർഫെക്റ്റ് ആണ്. അങ്ങനെയുള്ള ഒരു റബ്ബ് ഉള്ളപ്പം ഈ പറഞ്ഞ എല്ലാം അല്ലെ, എല്ലാം പോയാലും അവന് വിഷമം ഉണ്ടാവില്ല. ഈ റബ്ബ് എപ്പോഴും അവൈലബിൾ ആണ് അല്ലെ. അവന് നൗമില്ല, സിന ഇല്ല. സുബ്ഹാനല്ലാഹ്. അവന് എനിക്ക് തരാൻ സമയമുണ്ട് അല്ലെ. പലരും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിച്ച് നമ്മൾ തവക്കുൽ ചെയ്ത പലർക്കും നമുക്ക് തരാൻ സമയമില്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. എന്താ അപ്പൊ നമ്മൾ അല്ലെ, നമ്മളെ പ്രശ്നങ്ങൾ കേൾക്കുന്നു, പരിഹാരം പറയുന്നു ഒക്കെ വിചാരിച്ച് നമുക്ക് എന്നും നമ്മളെ കൂടെ ഉണ്ടായിരുന്ന പലരും ചിലപ്പം നമ്മളെ കൂടെ ഇല്ലാതായേക്കാം. ചിലപ്പോൾ അവർ ഭൂമിയിൽ നിന്നേ ഇല്ലാതായേക്കാം, അല്ലെങ്കിൽ അവർ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതായേക്കാം. പിന്നെ അവർ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പോലും നമുക്ക് തരാൻ സമയമില്ലാത്ത സാഹചര്യങ്ങൾ വന്നേക്കാം. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും ബിസി അല്ല അല്ലെ. നമുക്ക് സമയം തരാതിരിക്കാൻ മാത്രം അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും ബിസി അല്ല. നമ്മുടെ ഹസ്ബൻഡ്, നമ്മുടെ പാരന്റ്സ്, നമ്മുടെ മക്കള് ഒക്കെ ചിലപ്പം ബിസി ആയിരിക്കാം. അവരൊക്കെ ചിലപ്പോൾ നമ്മളെ വിട്ടു പോയേക്കാം. നമ്മുടെ സമ്പത്ത് പോലും ചിലപ്പം നമ്മൾ എല്ലാം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഇല്ലാത്ത സാഹചര്യം ഉണ്ടായേക്കാം. പക്ഷെ അള്ളാഹ് അവിടെ എപ്പോഴും ഉണ്ടാവും അല്ലെ. ആ കയറിൽ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ അതിനകത്തൊരു ചെറിയ ക്രാക്ക് പോലും വരൂല. അപ്പം ആര് ആ ഒരു കയറിൽ മുറുകെ പിടിച്ചോ, ഓൾറെഡി ആ കയറിന്റെ പിടുത്തത്തിൽ എത്തിയോ, അവന് പിന്നെ ഒന്നും വിഷമിക്കേണ്ട കാര്യമില്ല അല്ലെ. ഒരു പ്രശ്നം അവനെ ബാധിക്കൂല. സുബ്ഹാനല്ലാഹ്. ഇവിടെ ഈ ഒരു സാഹചര്യത്തിൽ ഒരു സൈഡ് നോട്ടായിട്ട് ഒരു കാര്യം പറയാം. നമ്മള് മനുഷ്യന്മാരുടെ ഡിപ്പെൻഡൻസിന്റെ കാര്യവും കുട്ടികളുടെ, പ്രത്യേകിച്ച് ഇന്നത്തെ ജനറേഷനിലെ പെൺകുട്ടികളുടെ വിവാഹം വേണ്ട എന്നുള്ള ആ ഒരു കാര്യം കൂടെ പറഞ്ഞത്. അപ്പം ഇത് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ പറയാൻ പറ്റിയ ഒരു കാര്യമായതുകൊണ്ട് ഷെയർ ചെയ്യണം. നമ്മളെ മക്കളൊക്കെ ഒരു പക്ഷേ ലൈക്ക് ഇന്നത്തെ സമൂഹത്തിലെ പെൺകുട്ടികൾ പ്രത്യേകിച്ച് അവര് വിവാഹം വേണ്ട എന്ന് പറയുന്നത് അവർ കണ്ട
അവര് വിവാഹങ്ങളിൽ കണ്ട ഫെയിലിയേഴ്സ് അല്ലെ, അവരുടെ ചുറ്റുപാടും കണ്ട, അവരുടെ കുടുംബങ്ങളിൽ കണ്ട, അവരുടെ മാതാപിതാക്കളിൽ കണ്ട ഫെയിലിയേഴ്സ് ഒക്കെ ആയിരിക്കാം അവര്, അല്ലെങ്കിൽ അവരെ കാണാൻ പഠിപ്പിച്ചത് അതാണ്. ഈ മാരേജ് ഫെയിലാണ്, ആ മാരേജ് ഫെയിലാണ്, മറ്റേത് ഫെയിലാണെന്നാണ് അവരെ കാണാൻ പഠിപ്പിച്ചത്. കാരണം മാരേജ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള ഔട്ട്ലുക്ക് നമ്മൾ കൊടുത്തത് അങ്ങനെയാണ് അല്ലെ. ഉമ്മന്റെ മാരേജ് ഫെയിലാണ്, ഉപ്പാന്റെ മാരേജ് ഫെയിലാണ്, സിസ്റ്ററിന്റെ മാരേജ് ഫെയിലാണെന്ന്, എന്താണ് മാരേജിന്റെ സക്സസ് എന്ന് നമ്മൾ അവരെ പഠിപ്പിച്ചത് അങ്ങനെയാണ്. സുബ്ഹാനല്ലാഹ്. അതാണ് മെയിൻ റീസൺ അവരെ ഇതുപോലെ ഞാൻ ഇൻഡിപെൻഡന്റ് ആണ് എന്ന് തോന്നി വിവാഹം വേണ്ട എന്ന് പറഞ്ഞ് ചിന്തിക്കാൻ വേണ്ടിയിട്ടുള്ള കാരണം. സത്യം പറയുകയാണെങ്കിൽ വിവാഹം എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അല്ലെ സജഷനാണ്, അള്ളാഹുവിന്റെ ഇൻസ്ട്രക്ഷൻ ആണ്. അതിനെ നമ്മൾ കുട്ടികളിലേക്ക് പോർട്രേ ചെയ്ത് കൊടുക്കുന്ന രീതിയിൽ ഒരു പക്ഷേ തെറ്റ് സംഭവിച്ചിട്ടുണ്ടാവും, അള്ളാഹു ആലം. അത് വിവാഹം എന്ന് പറയുന്നത് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഒരു വഴി അല്ലെ. നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ ജീവിതത്തിൽ തരുന്ന എല്ലാം അള്ളാഹുവിലേക്ക് എത്തിക്കാനുള്ള, തൗഹീദിലേക്ക് എത്തിക്കാനുള്ള സ്റ്റെപ്പുകളാണ്. മാരേജ് അതിന്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വേർഷനാണ്, അള്ളാഹുലേക്ക് എത്തിക്കാനുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് അല്ലെ. അവിടെ നമുക്ക് പഠിക്കാനുണ്ട്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ വളരെ സറ്റിലായിട്ട്, വളരെ എന്താ പറയാ, നമുക്ക് മനസ്സിലാവാത്ത രീതിയിൽ അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ എല്ലാ അറ്റാച്ച്മെന്റിൽ നിന്ന് നിങ്ങൾ ഡിറ്റാച്ച് ചെയ്തിട്ട് അള്ളാഹുലേക്ക് അടുക്കുക. കാരണം മാരേജ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കല്യാണം കഴിക്കുമ്പോൾ നമ്മുടെ ഹ്യൂമൻ നേച്ചർ നമ്മൾ പറഞ്ഞു അല്ലെ, നമുക്ക് ഭയങ്കര ഡിപ്പെൻഡൻസ് ആണ്, നമ്മൾ എല്ലാത്തിലും ഡിപ്പെൻഡന്റ് ആണ് എല്ലാവരും അല്ലെ. അപ്പോൾ കല്യാണം കഴിയുമ്പോൾ നമ്മൾ മെല്ലെ 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 നമ്മൾ എന്താവും, നമ്മുടെ ഇണയുമായിട്ട് അറ്റാച്ച്ഡ് ആവും. നമ്മുടെ എല്ലാ ഇമോഷൻസും മുപ്പരമേല് നമ്മൾ അറ്റാച്ച്ഡ് ആയിരിക്കും. സ്നേഹത്തിനും അല്ലെ, അംഗീകാരത്തിനും, സൗഹൃദത്തിനും, നമ്മുടെ സാമ്പത്തികത്തിനും എല്ലാത്തിനും നമ്മൾ അറിഞ്ഞോ അറിയാതെ മുപ്പരമേല് ഡിപ്പെൻഡന്റ് ആവും. പിന്നെ നമ്മുടെ ഒരു വെൽബീങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിന്റെ മേലെ, നമ്മളുടെ കുട്ടികളുടെ മേലെ നമ്മൾ ഡിപ്പെൻഡന്റ് ആവും. കാരണം നമ്മളെ മനുഷ്യന്മാരെ അങ്ങനെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. പക്ഷേ വിവാഹത്തിന് മുമ്പ് അൾട്ടിമേറ്റ് തൗഹീദ് അല്ലെ, അള്ളാഹുല് മാത്രമേ തവക്കുൽ ചെയ്തിട്ട് കാര്യമുള്ളൂ, അതാണ് ഏറ്റവും, ആണ് എന്തെന്ന് നിലനിൽക്കുന്നത് എന്ന് മനസ്സിലാക്കിയ ഒരാണും പെണ്ണും ആണെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു ഇണയിലുള്ള അല്ലെങ്കിൽ കുട്ടികളിലുള്ള ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത് അത് ബാലൻസ്ഡ് ആയിരിക്കും. പക്ഷെ അത് വളരെ റെയർ ആണ് കല്യാണത്തിന് മുമ്പ് ഈ രീതിയിലുള്ള തൗഹീദൊക്കെ മനസ്സിലാക്കിയിട്ട് ഒരു വിവാഹ ബന്ധത്തിലേക്ക് കയറുക എന്നുള്ളത് അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ കല്യാണത്തിലൂടെ അറിഞ്ഞോ അറിയാതെയോ ഇമോഷണലി, ഫിനാൻഷ്യലി എല്ലാ രീതിയിലും നമ്മൾ ഇതിൽ ഡിപ്പെൻഡന്റ് ആയി മാറും, നമ്മുടെ ഇണകളില് അല്ലെ, നമ്മുടെ മക്കളില്, നമ്മുടെ കുടുംബങ്ങളില്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മെല്ലെ 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 പഠിപ്പിക്കും എങ്ങനെ ഈ ഓരോ അറ്റാച്ച്മെന്റും എങ്ങനെയാണ് നമ്മളെ നിരാശപ്പെടുത്തുന്നത്. ഈ ഓരോ അറ്റാച്ച്മെന്റും, നമ്മൾ ഭർത്താവാകുന്ന അറ്റാച്ച്മെന്റ്, നമ്മൾ കുട്ടികളാകുന്ന അറ്റാച്ച്മെന്റ്, നമ്മൾ കുടുംബമാകുന്ന അറ്റാച്ച്മെന്റ് എങ്ങനെയാണ് നമ്മളെ നിരാശപ്പെടുത്തുന്നത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കും. എന്നിട്ട് അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് അള്ളാഹു നമ്മളെ ഒരു പോയിന്റിലേക്ക്, അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നമ്മൾ ഒരു പോയിന്റിലേക്ക് ചെന്ന് എത്തി നിർത്തും. അവിടെ നമ്മൾ തിരിച്ചറിയും ശരിയായ അറ്റാച്ച്മെന്റ് അത് അള്ളാഹുവിനോട് മാത്രമുള്ളതാണ്. റബ്ബിന്റെ അറ്റാച്ച്മെന്റ് മാത്രം മതി എനിക്ക് സന്തോഷമായിരിക്കാൻ, സമാധാനമായിരിക്കാൻ. സുബ്ഹാനല്ലാഹ്. പക്ഷെ സുബ്ഹാനല്ലാഹ് എന്തെന്നെ പ്രശ്നങ്ങളും എന്ത് തന്നെ പാഠങ്ങളും തന്നു കഴിഞ്ഞാൽ റബ്ബിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ലെസണിൽ എത്താൻ പറ്റുള്ളൂ കേട്ടോ. സുബ്ഹാനല്ലാഹ്. അത് ആ തൗഫീഖ് ഇല്ലാത്തത് കൊണ്ട് പലപ്പോഴും നമുക്ക് എന്താണ്, മാരേജിന് നമ്മൾ കൊടുക്കുന്നത് ഒരു ഡിസ്റ്റോർട്ടഡ് ഇമേജ് ആണ് അല്ലെ. പലപ്പോഴും നമ്മളെല്ലാവരും ഒരു പക്ഷെ ഇവിടെ ഇരിക്കുന്നതിന്റെ ഒരു 85 അല്ലെങ്കിൽ 90% ആളുകളും സുബ്ഹാനല്ലാഹ് വിവാഹ ബന്ധത്തിൽ നിന്ന് അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന്, മക്കളിൽ നിന്ന്, ഇണകളിൽ നിന്ന്, സഹോദരങ്ങളിൽ നിന്ന് ഒക്കെ ഉണ്ടായിട്ടുള്ള പല 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 വിഷമങ്ങളിൽ നിന്നും ഖുർആനിലേക്ക് സമാധാനം തേടി എത്തിയവർ, അറിഞ്ഞോ അറിയാതെയോ ഡയറക്റ്റോ ഇൻഡയറക്റ്റോ സമാധാനം തേടി എത്തിയവരായിരിക്കും അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മള് ഈ ഒരു റിയലൈസേഷൻ, അള്ളാഹു ആണ് ഏറ്റവും ബെസ്റ്റ് അറ്റാച്ച്മെന്റ് എന്നുള്ള റിയലൈസേഷൻ അള്ളാഹുവിന്റെ തൗഫീഖോട് കൂടി നമ്മൾ അവിടെ എത്തിയെങ്കിലേ സുബ്ഹാനല്ലാഹ് നമുക്ക് ശരിക്കും ആ ഒരു മാരേജ് അല്ലെങ്കിൽ മാരേജിൽ നമ്മൾ കടന്നുപോയ സാഹചര്യങ്ങൾ എന്തിനായിരുന്നു നമുക്ക് മനസ്സിലാവുള്ളൂ. പക്ഷെ നമ്മൾ എല്ലാ പ്രശ്നങ്ങളിലും കൂടെ കടന്നു പോയിട്ടും നമ്മൾ മക്കളുടെ മുമ്പിൽ എന്റേത് ഫെയിൽഡ് മാരേജ് ആണെന്നുള്ള ഒരു ഇമേജ് ആണ് കുട്ടികൾക്ക് കൊടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ് അവരെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സുബ്ഹാനല്ലാഹ് അല്ലേ. അപ്പൊ നമ്മളുടെ മാരേജ് എന്ന് പറയുന്നത് എന്തിനായിരുന്നു അത് നമ്മൾ മനസ്സിലാക്കുക. സുബ്ഹാനല്ലാഹ്. ഇനി ഇതിനേക്കാളും മോർ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ മക്കൾ ആരാണെങ്കിലും വിവാഹം കഴിക്കുന്നില്ല എന്ന് വെക്കാം, ഓക്കെ. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യം, അവര് വിവാഹം കഴിക്കാതിരിക്കുന്നതുകൊണ്ട് അവിടെ നിന്നു പോണില്ല. കാരണം റബ്ബിന് ഒരിക്കലും അല്ലെ, ഇന്നലെ റിഫ്ലക്ഷൻസിൽ ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു കാര്യം. ഒരു ഉമ്മ അല്ലെ കുട്ടീനെ നഷ്ടപ്പെട്ടിട്ട് തിരിച്ചു കിട്ടിയപ്പം ചോദിക്കുന്നുണ്ട്, ഈ ഉമ്മ ഈ കുട്ടീനെ തീയിലേക്ക് എറിയോന്ന്.
ഒരിക്കലും ഇല്ല അല്ലെ. അതേപോലെ റബ്ബിന് ഒരിക്കലും തന്റെ ഒരു അടിമയും തീയിലേക്ക് എറിയാൻ താല്പര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ കല്യാണം കഴിക്കുന്നില്ല എന്ന് നമ്മളൊരു മോനോ മോളോ തീരുമാനിച്ചത് കൊണ്ട് റബ്ബിന്റെ കാരുണ്യം അവിടെ നിൽക്കില്ല. അള്ളാഹു അപ്പോഴും അവരെ തൗഹീദ് പഠിപ്പിക്കും അല്ലെ. തൗഹീദിന്റെ തർബിയ അള്ളാഹുലേക്കാണ് നീ എത്തേണ്ടത് എന്ന് അള്ളാഹു പഠിപ്പിക്കും. അപ്പം അവര് വിവാഹം ചെയ്തിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക? അപ്പോഴും അവരുടെ ഉള്ളിലുള്ള ആ ഒരു സംഭവം എന്തോ ഒരു ഡിപ്പെൻഡൻസ് അവിടെ ബാക്കിയുണ്ട്. അവർക്ക് എന്തോ ഒരു ഫുൾഫിൽ ചെയ്യാൻ ബാക്കിയുണ്ട്. വിവാഹം ചെയ്യുന്നവർക്ക് അത് ഇണകളിലും മക്കളിലും ഒക്കെ എത്തുന്ന കാര്യം വിവാഹം ചെയ്യാത്തവര് എന്ത് ചെയ്യും? അവർ വേറെ പലതിലും ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങും അല്ലെ. പെൺകുട്ടികളാണെങ്കിൽ അവരുടെ ഫിനാൻസിനും ജോലിയിലും ബിസിനസ്സിലും ഒക്കെ ഇതാക്കാൻ തുടങ്ങും. അല്ലെങ്കിൽ അവരുടെ ഇമോഷണൽ ഫുൾഫിൽമെന്റിന് വേണ്ടിയിട്ട് അവർ വേറെ പല കാര്യങ്ങളും അല്ലെ. അവർ ചിലപ്പം റിസർച്ച് ഒക്കെ ചെയ്ത് മതിമറന്ന് പഠിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ ജോലിയിൽ ഇങ്ങനെ വലിയ 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 നിലകളിൽ അവർ എത്തുന്നുണ്ടാവും. അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ സർക്കിൾ ഉണ്ടാവും. അല്ലെങ്കിൽ ലോകം ചുറ്റി കാണുന്നുണ്ടാവും. അല്ലെങ്കിൽ കുറെ മെറ്റീരിയൽ പൊസഷൻസ് അല്ലെ, ഏറ്റവും വില കൂടിയ കാറും ഏറ്റവും വില കൂടിയ ഫോണും അങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ അവരിൽ പൈസ ഉണ്ടല്ലോ, സമ്പാദിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ അവർ ഓരോ മേഖലകളിൽ ഇങ്ങനെ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ സോഷ്യൽ ആയിട്ടുള്ള വലിയ വലിയ അച്ചീവ്മെന്റ് അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള എൻഗേജ്മെന്റ്സിൽ ഇടപെട്ട് അങ്ങനെ അവർ എന്തിലൊക്കെയോ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അവിടെയും അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ തൗഹീദ് പഠിപ്പിക്കും. അവിടെയും അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഓരോ ഏരിയയിലും അള്ളാഹു നിരാശ കൊടുക്കും. ഓരോ ഏരിയയിലും അവർക്ക് ആൻസൈറ്റി കൊടുക്കും. ഓരോ ഏരിയയിലും അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഡിപ്രഷൻ കൊടുക്കും. എന്നിട്ട് തിരിച്ചറിയിക്കും, റബ്ബാണ് ഏറ്റവും തവക്കുൽ ചെയ്യാൻ ഉത്തമൻ. നിങ്ങൾ ഈ കണ്ടെത്തിയ ഒരു ഇമോഷണൽ ഫുൾഫിൽമെന്റ്, നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഈ കണ്ടെത്തിയ ഒരു കാര്യവും മതിയായതല്ല, റബ്ബാണ്. വിവാഹം ചെയ്തു കഴിഞ്ഞാലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എത്തിക്കുന്നത് അവിടെയാണ്. ഈ വഴിക്ക് പോയാലും അള്ളാഹു സുബ്ഹാനഹു വ തആല കാരണം അള്ളാഹിന്റെ കാരുണ്യം അത്രക്കാണ്. അള്ളാഹു ഒരു അടിമയെയും തീയിലേക്ക് വലിച്ചെറിയണ്ട. അള്ളാഹുവിന് എല്ലാ അടിമയെയും തൗഹീദ് എന്താന്ന് മനസ്സിലാക്കി അള്ളാഹുല് മാത്രം തവക്കുൽ ചെയ്ത് ജീവിച്ചിട്ട് സ്വർഗത്തിലേക്ക് തന്നെ എത്തിക്കണം. സുബ്ഹാനല്ലാഹ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ആദ്യം പറഞ്ഞ അള്ളാഹുവിന്റെ ഇൻസ്ട്രക്ഷൻ ആയിട്ടുള്ള വിവാഹത്തിലൂടെ തൗഹീദിൽ എത്തുന്നതും ഇതുപോലെയുള്ള വഴികളിലൂടെ തൗഹീദിൽ എത്തുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താ? വിവാഹത്തിലൂടെ തൗഹീദിൽ എത്തുമ്പോൾ വിവാഹത്തിലൂടെ നമ്മൾ ജീവിതം പഠിച്ച് അള്ളാഹുവിനെ കൂടുതൽ തവക്കുൽ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ പ്രതിഫലമാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. വിവാഹം എന്ന് പറയുന്നത് അവിടെ ഫാമിലി ടൈസ് ബോണ്ടിങ് ആണ്. സുബ്ഹാനല്ലാഹ്. ഇത് നമ്മളെ ഇണകൾ കെയർ ചെയ്യുമ്പോൾ, ലവ് ചെയ്യുമ്പോൾ, അവർക്ക് വേണ്ടി നമ്മൾ ക്ഷമിക്കുമ്പോൾ കൂടുതൽ പ്രതിഫലമാണ്. നിങ്ങളുടെ ഏറ്റവും ഉത്തമർ നിങ്ങളുടെ ഇണകളോട് ഏറ്റവും നന്നായി നിൽക്കുന്നവർ എന്നാ പറഞ്ഞില്ല. എല്ലാവരും നിങ്ങളുടെ ബോസിനോട് ഏറ്റവും നന്നായി നിൽക്കുന്നവർ എന്നല്ല പറഞ്ഞത്. നിങ്ങളുടെ പ്രിൻസിപ്പാലിനോട് ഏറ്റവും നന്നായി നിൽക്കുന്നവർ എന്നല്ല പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. അല്ലെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയ കോണ്ടാക്ട്സിൽ ഏറ്റവും ബെസ്റ്റ് എന്നല്ല പറഞ്ഞത്, ഇണകളോട്. അപ്പം അവിടെ പ്രതിഫലമാണ് നമ്മുടെ ത്യാഗങ്ങൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം മോഹിച്ചുകൊണ്ട് നമ്മൾ കുടുംബങ്ങളിൽ ചെയ്യുന്ന ത്യാഗങ്ങൾ കുടുംബത്തിന് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടി, ഇണകൾക്ക് വേണ്ടി. അപ്പം ധാരാളം പ്രതിഫലമാണ്. മാത്രമല്ല അവിടെ ഹലാൽ റിലേഷൻഷിപ്പ് ആണല്ലോ, അള്ളാഹു അനുവദിച്ച റിലേഷൻഷിപ്പുകളാണ്. അതുകൊണ്ട് തന്നെ അവിടെ എല്ലാം ഈസിയാണ്. ഈവൻ മനുഷ്യന്റെ വേറൊരു നേച്ചറാണ് സെക്ഷൽ ആവശ്യങ്ങൾ അല്ലെ. അത് അവിടെ അള്ളാഹു ഹലാലാക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് ഈസി ആക്കുകയാണ്. അത് ഹലാൽ അല്ലാത്ത മാർഗത്തിലേക്ക് പോകുമ്പോൾ അത് കൂടുതൽ പ്രയാസമായി മാറണം അല്ലെ. സുബ്ഹാനല്ലാഹ്. മാത്രമല്ല പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിയെ എടുത്ത് നോക്കുമ്പോൾ അവളുടെ സമയം വീട്ടിനകത്ത് ചെലവഴിക്കുമ്പോൾ, കുട്ടികളുടെ കൂടെ ഭർത്താവിന്റെ കൂടെ ചെലവഴിക്കുമ്പോൾ അവൾക്ക് അത് കുറച്ചും കൂടെ എളുപ്പമാണ് അല്ലെ. പുറത്ത് ചെന്ന് അവൾക്ക് ഹലാലല്ലാത്ത മനുഷ്യന്മാരുടെ ഇടയിൽ കൂടുതൽ സമയം പഠിക്കാനാണെങ്കിലും ജോലിക്കാണെങ്കിലും എന്ത് കാര്യത്തിനും ടൂർ അടിക്കാനാണെങ്കിലും എന്തിനു ചെലവഴിക്കുമ്പോഴും അള്ളാഹുവിനെ അനുസരിക്കാൻ കൂടുതൽ പ്രയാസമാണ് അത്. എന്നാൽ കുടുംബത്തിനകത്തിലെ ഭർത്താവിന്റെയും മക്കളുടെയും കൂടെ ആവുമ്പോൾ അത് കുറച്ചും കൂടെ എളുപ്പമാണ്. മറ്റു ചോയ്സ്, അവൾ എടുക്കുന്ന മറ്റു ചോയ്സ് എല്ലാം അവൾക്ക് കൂടുതൽ അവളുടെ ജീവിതം ടഫാക്കുകയാണ്. ഇനി എല്ലാത്തിനും പുറമെ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന തർബിയ ഏറ്റവും എളുപ്പം എവിടെയാണ്? കുടുംബത്തിലുള്ളപ്പോഴല്ലേ. നമ്മള് ഫാമിലി സീരീസിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ നമുക്ക് ഓരോ മൊമെന്റും അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടി ക്ഷമ കാണിക്കാനുള്ള, നമ്മളെ സ്വയം മാറ്റി മറിക്കാനുള്ള അവസരമാണ് കുടുംബത്തിനകത്താകുമ്പോൾ അല്ലെ. പക്ഷെ കുടുംബത്തിന് പുറത്തുള്ള കോണ്ടാക്ട്സ് എന്ന് പറയുമ്പോൾ അത് ജോബ് ആയിക്കോട്ടെ, സ്റ്റഡീസ് ആയിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ, അതിലൊക്കെയുള്ള നമ്മുടെ കോണ്ടാക്ട്സ് എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് സമയത്തേക്ക് കാണുന്നത് കൊണ്ട് തന്നെ നമുക്ക് അവിടെ കുറച്ച് ആക്ട് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അവിടെ നമുക്ക് തർബിയക്കുള്ള അല്ലെ, നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടി ക്ഷമിച്ച് ഏറ്റവും നമ്മളെ സ്വയം ഭംഗിയാക്കി തിരുത്താനുള്ള അവസരം നമുക്ക് ലഭിക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്. അപ്പം കുടുംബം എന്ന് പറയുമ്പോൾ അപ്പൊ നമുക്ക് തർബിയക്ക് അവസരം കൂടുതലാണ്, എളുപ്പമാണ്, പ്രതിഫലം കൂടുതലാണ്. സുബ്ഹാനല്ലാഹ്. മാത്രമല്ല അവര് കുടുംബം വേണ്ട എന്ന് പറഞ്ഞ് മാറി നിൽക്കുമ്പോൾ കൂടുതൽ സമയം അവര് ഒറ്റപ്പെടുകയാണ് അല്ലെ. അവര് അവരുടേതായ ഒരു ചട്ടക്കൂടിനകത്ത് ഒതുങ്ങി നിൽക്കുകയാണ്. അതായത് അവരൊറ്റയ്ക്കാവുമ്പം അവരുടെ ആ ഒരു ഇമോഷണൽ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി അവർ പലതിലും സെർച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അത്
ഓൾറെഡി അള്ളാഹു സുബ്ഹാനഹു തആലയെ കൊണ്ട് ഫില്ല് ചെയ്യാത്തവരാണെങ്കിൽ, കാരണം അള്ളാഹു സുബ്ഹാനഹു തആലയെ കൊണ്ട് ഫില്ല് ചെയ്തവരാണെങ്കിൽ എന്തായാലും വിവാഹം വേണ്ടാന്ന് വെക്കൂല അല്ലെ. അള്ളാഹുന്റെ സുന്നത്ത് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞ ഇൻസ്ട്രക്ഷൻ വേണ്ടാന്ന് വെക്കൂല. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു തആലയെ കൊണ്ട് ഫില്ല് ചെയ്യാത്തവരാകുമ്പോൾ അവർ ഒറ്റപ്പെടുമ്പം അവരുടെ ഇമോഷണൽ ഫുൾഫിൽമെന്റിന് വേണ്ടി അവർ പലതിന്റെയും പിന്നാലെ പോകും. അത് മെറ്റീരിയലിസം ആവാം, സെക്ഷൽ ഡ്രൈവ് ആവാം, അവിഹിത ബന്ധങ്ങളാവാം, ഡ്രഗ്സ് ആവാം. സുബ്ഹാനല്ലാഹ്. കാരണം മനുഷ്യന്റെ ഉള്ളിലുള്ള ആ ഒരു ഡിപ്പെൻഡൻസ് എന്ന് പറഞ്ഞ സംഭവം നമുക്ക് ഇല്ലാന്ന് വെക്കാൻ പറ്റൂല. അള്ളാഹ് അങ്ങനെ നമ്മളെ ഉണ്ടാക്കിയിട്ടുള്ളത്. ചുരുക്കി പറയുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആലയെ കൊണ്ട് ഫില്ല് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെ, നമ്മുടെ ഹൃദയത്തെ അള്ളാഹു സുബ്ഹാനഹു തആലയെ കൊണ്ട് ഫില്ല് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു നേച്ചർ ഉണ്ടല്ലോ, നമ്മുടെ ഡിപ്പെൻഡൻസ് എന്ന് പറയുന്ന ആ ഒരു നേച്ചർ നമ്മളെ തെറ്റായ വഴികളിലേക്ക് എത്തിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം വിവാഹം എന്ന് പറയുമ്പം അവര് എന്തിൽ നിന്നാണോ ഓടി ഒളിക്കുന്നത് അത് അവർക്ക് വേറെ വഴികളിലൂടെ വരും. വേറെ വഴികളിലൂടെ വരുമ്പം അത് ഹാൻഡിൽ ചെയ്യാൻ ഈസി അല്ല. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം എത്രയും നേരത്തെ ആവോ അത്രയും ബെറ്റർ. ഈ ലെസൺസ് അല്ലെ, വിവാഹത്തിലൂടെ നമ്മൾ നേടേണ്ട ലെസൺസ്, അള്ളാഹുല് മാത്രം തവക്കുൽ ചെയ്യാനുള്ള ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്താൻ വേണ്ടിയിട്ട് എത്രയും നേരത്തെ ആ ലെസൺ പഠിച്ചു തുടങ്ങിയോ അത്രയും ബെറ്റർ ആണ് അള്ളാഹുലേക്ക് എത്താൻ വേണ്ടി. അങ്ങനെ ഇതൊക്കെ കേൾക്കുമ്പോൾ കുട്ടികൾ വിവാഹം എന്ന് പറഞ്ഞാൽ വെറും ലെസൺസ് ആണോ എന്ന്. ശരിക്കും ഈ ലെസൺ, അതായത് അള്ളാഹു മാത്രമാണ് നമുക്ക് തവക്കുൽ ചെയ്യേണ്ടത്, റബ്ബിന് മാത്രമാണ് നമ്മൾ ഏറ്റവും വലിയ സ്നേഹം കൊടുക്കേണ്ടത്, നമ്മൾ എത്രയും പെട്ടെന്ന് മനസ്സിലാക്കിയോ അത്രയും പെട്ടെന്ന് നമ്മുടെ ജീവിതം അങ്ങടെ എൻജോയ്മെന്റ് ആയിട്ട് മാറും. പിന്നെ നമ്മൾ എവിടെയാണെങ്കിലും എന്താണെങ്കിലും നമുക്ക് സന്തോഷമാണ്, സമാധാനമാണ്. അപ്പം അത് പഠിക്കാൻ നമ്മൾ എത്രയും ഡിലേ ആക്കുന്നു അത്രയും ജീവിതം, അത് വിവാഹമാണെങ്കിലും അല്ലാത്ത കാര്യമാണെങ്കിലും പ്രയാസം തന്നെയാണ്. വിവാഹം കഴിച്ചാലും വിവാഹം കഴിച്ചിട്ടില്ലെങ്കിലും പ്രയാസം തന്നെയാണ്. ഈ ഒരു ലെസൺ നമ്മൾ ജീവിതത്തിൽ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ശരിയായ അള്ളാഹുലേക്കുള്ള യാത്ര തുടങ്ങുന്നത് വരെ ഉള്ള ജീവിതം പ്രയാസം തന്നെയാണ്. ആ ലെസൺ നമ്മൾ എത്രയും പെട്ടെന്ന് പഠിച്ചു കഴിഞ്ഞാൽ അത്രയും നല്ലത്. ഇനിയിപ്പോ നാളെ തന്നെ ഇത് നമ്മുടെ കുട്ടികളുടെ അടുത്ത് പറഞ്ഞിട്ട് അവർ മറ്റന്നാൾ തന്നെ കല്യാണം കഴിക്കാനൊന്നും ആരും വിചാരിക്കണ്ട. കാരണം അവരുടെയൊക്കെ ജീവിതത്തിൽ വേറിറങ്ങിപ്പോയ ചില ചിന്തകളുണ്ട്. നമ്മൾ ഈ ഒരു സമൂഹം, നമ്മുടെ ഈ ഒരു കൗമ് അവർക്ക് വിവാഹത്തിനെ കുറിച്ച് കൊടുത്ത ആ ഒരു പിക്ചർ അവർക്ക് വേറിറങ്ങി പോയിട്ടുണ്ട്. അപ്പം അത്ര എളുപ്പമൊന്നുമല്ല പറിച്ച് മാറ്റാൻ വേണ്ടിയിട്ട്. ഓക്കെ, അവര് നമ്മളിൽ നിന്ന് കണ്ട് ഉൾക്കൊണ്ട ലെസൺസ് പറിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് അത്ര എളുപ്പമൊന്നുമല്ല. അതുകൊണ്ട് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിന്റെ കൂടെ തന്നെ നമ്മളുടെ ലൈഫ് നമ്മൾ റീപോർട്രേ ചെയ്ത് കൊടുക്കണം. അവർക്ക് വീണ്ടും കാണിച്ചു കൊടുക്കണം. എന്റെ ജീവിതം അൽഹംദുലില്ലാ അള്ളാഹു സുബ്ഹാനഹു തആലയിലേക്ക് അടുക്കാൻ വേണ്ടി അള്ളാഹു എന്നെ പ്രിപ്പയർ ചെയ്തതാണ്. അൽഹംദുലില്ലാ അതുകൊണ്ട് ഞാൻ അടുക്കുകയും ചെയ്തു. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്റെ വിവാഹ ജീവിതം എനിക്ക് നഷ്ടത്തിലായിട്ടില്ല. എന്റെ വിവാഹ ജീവിതത്തിലുള്ള ആളുകൾ ആരായിക്കോട്ടെ അവരൊന്നും എന്താണ് മോശപ്പെട്ട ആൾക്കാരല്ല. ഇവിടെ ഞാൻ എന്റെ ഒരു ചിന്തയും കൂടെ ആഡ് ചെയ്യാണ്. എടുക്കാൻ പറ്റുന്നവർ മാത്രം എടുക്കാം. ഓക്കെ, അതായത് സുബ്ഹാനല്ലാഹ്, ഇപ്പൊ നമ്മളെയൊക്കെ അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് ശരിയായ രീതിയിൽ മടങ്ങാൻ വേണ്ടിയിട്ട് സഹായിച്ചത് വിവാഹം ആണെന്നുണ്ടെങ്കിൽ, ഓക്കെ, അതിനകത്ത് നമ്മളുടെ വിവാഹ ബന്ധത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ, അത് നമ്മുടെ ഇണകളാവാം, അവരുടെ ബന്ധുക്കളാവാം, ഇവൻ നമ്മുടെ സ്വന്തം വീട്ടുകാരാവാം, അവരൊക്കെ പലപ്പോഴും അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അനുവാദത്തോടു കൂടി പല തെറ്റുകളും ചെയ്ത് നമുക്ക് പല വിഷമങ്ങളും ഉണ്ടാക്കിയത് കൊണ്ടാണ് നമ്മൾ തിരിച്ച് അള്ളാഹുലേക്ക് എത്തിയത്. അള്ളാഹ് നീ മാത്രമേ ഉള്ളൂ എനിക്ക് സമാധാനം, സന്തോഷം എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടുള്ളൂ. സത്യം പറയുകയാണെങ്കിൽ അവരെ ഉപയോഗിച്ച്, അവരുടെ മുഴുവൻ ജീവിതം ഉപയോഗിച്ച് അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ ഹെൽപ്പ് ചെയ്യായിരുന്നു അല്ലെ. നമ്മളെ തൗഹീദിലേക്ക് എത്തിക്കാൻ വേണ്ടി അള്ളാഹു ഹെൽപ്പ് ചെയ്യായിരുന്നു. സുബ്ഹാനല്ലാഹ്, അവരെ തെറ്റുകൾ ചെയ്യാൻ അനുവദിച്ചുകൊണ്ട്. അള്ളാഹുവിന്റെ അനുവാദം ഇല്ലാതെ ഒരു വ്യക്തിക്ക് ഒരു തെറ്റ് പോലും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കൺസേൺഡ് ആയിരിക്കേണ്ടത് ആരെ കുറിച്ചാണ്? നമുക്ക് ജീവിതം എളുപ്പമാക്കി തന്നവർ, നമ്മളെ ജീവിതത്തിൽ സപ്പോർട്ട് ചെയ്തവർ നമുക്ക് ആവശ്യം തന്നെയാണ്. നമ്മൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യും, അവരെ നമ്മൾ ഒരുപാട് സ്നേഹിക്കും. പക്ഷെ നമ്മൾക്ക് വേണ്ടിയിട്ട്, നമ്മളെ റബ്ബിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പ്രയാസമുള്ള സിറ്റുവേഷൻസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ട് സുബ്ഹാനല്ലാഹ് അതിനുവേണ്ടി തെറ്റുകൾ ചെയ്യാൻ അള്ളാഹു സുബ്ഹാനഹു തആല അനുവദിച്ച, അള്ളാഹു ഉപയോഗിച്ച ആളുകളുണ്ടല്ലേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ, അവർക്ക് വേണ്ടി നമ്മൾ കൺസേൺഡ് ആയിരിക്കണ്ടേ? എനിക്ക് പലപ്പോഴും സുബ്ഹാനല്ലാഹ് അവരോട് ഭയങ്കര, എന്റെ എന്നല്ല ആരുടെ ആണെങ്കിലും ജീവിതത്തിൽ അങ്ങനെ ഉള്ള, അതായത് പ്രയാസം ഉണ്ടാക്കിയിട്ട് നമ്മൾ അള്ളാഹുലേക്ക് അടുപ്പിക്കാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിലുള്ള ആളുകളോട് ഭയങ്കര സഹതാപം തോന്നാറുണ്ട്. അവരെ കുറിച്ച് വളരെ വലിയ കൺസേൺ തോന്നാറുണ്ട്. സുബ്ഹാനല്ലാഹ് അവരോട് അവർക്ക് വേണ്ടി ദഅവ ചെയ്യുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നാറുണ്ട്. സുബ്ഹാനല്ലാഹ് പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ ദാമ്പത്യ ജീവിതത്തിൽ നമുക്ക് പ്രയാസമുണ്ടാക്കിയ ആളുകൾക്ക് ദഅവ ചെയ്യൽ അത്ര എളുപ്പമായിരിക്കില്ല. ഇപ്പൊ നമ്മുടെ കൂടെ ജീവിക്കുന്ന, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും പങ്കിടുന്ന നമ്മുടെ ഇണകളെടുത്ത് പോലും ദഅവ ചെയ്യൽ അത്ര എളുപ്പമായിരിക്കില്ല. അവരെ നമുക്ക് ഒരുപാട് പ്രയാസം ഉണ്ടാക്കുകയും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആൾക്കാരായിരിക്കും.
പക്ഷെ നമ്മളുടെ ജീവിതം കൊണ്ട് അവർക്ക് ദാവ ചെയ്യാം. വർഷങ്ങൾ എടുത്താലും സുബ്ഹാനല്ലാഹ് ഒരുപാട് ക്ഷമ കാണിച്ചു കഴിഞ്ഞാൽ ഓരോ ക്ഷമയ്ക്കും കണക്കില്ലാത്ത പ്രതിഫലമാണ് അല്ലെ സുബ്ഹാനല്ലാഹ്. പക്ഷെ ഈ ഒരു കാര്യം നിങ്ങൾക്ക് അവിടെ ആ ഒരു അവസ്ഥയിലേക്ക് എത്താൻ പറ്റും, അല്ലെങ്കിൽ അത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ മാത്രം ചിന്തിച്ചാൽ മതി കേട്ടോ. അല്ലെങ്കിൽ അതങ്ങ് വിട്ടേക്ക്. ശരിക്കും അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് വേണ്ടി ജീവിതം മുഴുവനും തെറ്റ് ചെയ്ത് നമ്മളെ അള്ളാഹുവിലേക്ക് അടുപ്പിച്ച ആളുകളോട് നമുക്ക് ശരിക്കും കൺസേൺ ഉണ്ടായിരിക്കണം. അപ്പം കമ്മിങ് ബാക്ക് നമ്മളുടെ ലെസണിലേക്ക് വരാം. ഫമൻ യക്ഫുർ ബിത്താഗൂതി വയുമിൻ ബില്ലാഹി ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖാ. അപ്പൊ നമ്മുടെയൊക്കെ ഉള്ളില് എന്താണ് ആ ഒരു ഡിപ്പെൻഡൻസ് ഉണ്ട്. ആ ഡിപ്പെൻഡൻസ് നമ്മളെ താഗൂത്തിൽ നിന്ന് മാറ്റി റബ്ബിലേക്ക് ആക്കി കഴിഞ്ഞാൽ അവരാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള കയറ് പിടിച്ചവൻ. സുബ്ഹാനല്ലാഹ്. ഈ ഡിപ്പെൻഡൻസ് താഗൂത്തിൽ നിന്ന് മാറ്റി റബ്ബിലേക്ക് ആക്കാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. നമുക്ക് എല്ലാവർക്കും ജീവിതം കൊണ്ട് അറിയാവുന്നതാണ്. സുബ്ഹാനല്ലാഹ്. പക്ഷേ അതിനു വേണ്ടി റബ്ബിന്റെ സഹായം നമുക്കൊക്കെ ഉണ്ട്, നമ്മുടെ ജീവിതത്തിൽ ത്രൂ ഔട്ട് ഉണ്ട്. നമുക്ക് ഇതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു പഠിപ്പിച്ചുകൊണ്ട് അല്ലെ, ഖുർആനും മറ്റു കാര്യങ്ങളും പഠിപ്പിച്ചുകൊണ്ട് റബ്ബ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ കൊണ്ടുവന്നിട്ട് റബ്ബ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. പറഞ്ഞ എല്ലാ താഗൂത്തുകളിൽ നിന്നും നമുക്ക് പ്രയാസം ഉണ്ടാക്കിയിട്ട് റബ്ബ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിനൊക്കെ ശരിയായ രീതിയിൽ കാണേണ്ട രീതിയിൽ കാണാൻ പറ്റുകയാണെങ്കിൽ, റബ്ബിന്റെ സഹായം കാണാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അല്ലെ അള്ളാഹുലേക്ക് തിരിയാൻ പറ്റും. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക്, നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബങ്ങൾക്കും ഒക്കെ ഉണ്ടാവട്ടെ. ആ ഉർവത്തുൽ വുസ്ഖാ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള തൗഫീഖ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സമീഉൻ അലീം. ഈ പേരുകൾ അല്ലെ, അള്ളാഹു അസ്സമിയാണ്, അള്ളാഹു കേൾക്കുന്നുണ്ട്. നിങ്ങൾ വിളിക്കുമ്പോൾ അള്ളാഹു കേൾക്കുന്നുണ്ട്. അള്ളാഹു അൽ അലീമാണ്. നിങ്ങൾ എന്തിലൂടെയാ കടന്നു പോകുന്നതെന്ന് അവനറിയാം അല്ലെ. അപ്പം അള്ളാഹുവിനെ അറിയുന്നവന് അവനെ വിശ്വസിക്കാൻ പറ്റും. സുബ്ഹാനല്ലാഹ്. അങ്ങനെയുള്ള ആളുകൾക്ക് നിരാശന്റെ ആവശ്യമേ ഇല്ല. സുബ്ഹാനല്ലാഹ്. അവനറിയാം, അവന് ഒരിക്കലും കൈവിടാത്ത ഒരു റബ്ബ് അവിടെയുണ്ട്, എന്തായാലും വിടൂല അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം ആ ഒരു തൗഹീദ് അല്ലെ, അള്ളാഹ് മാത്രം മതി എന്നുള്ള ഒരു വിശ്വാസം എളുപ്പമായി മാറും. അത് ആ വ്യക്തിക്ക് സ്റ്റെബിലിറ്റി കൊടുക്കും. ഒന്നും അവനെ ബാധിക്കൂല അല്ലെ. സുബ്ഹാനല്ലാഹ്. ഫേം ആയിരിക്കും അവൻ, കോൺഫിഡന്റ് ആയിരിക്കും അവൻ. സുബ്ഹാനല്ലാഹ്. അപ്പം അതല്ലാത്ത എന്ത് അവനെ വിളിക്കുമ്പോഴും, അള്ളാഹുവിന് അനുസരണക്കേട് കാണിക്കുന്ന എന്ത് അവനെ വിളിക്കുമ്പോഴും അവൻ എന്ത് ചെയ്യും? അള്ളാഹുവിലേക്ക് തിരിയാൻ ശ്രമിക്കുക. ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മളെ അള്ളാഹു അല്ലാത്തതിലേക്ക് വിളിക്കുന്ന എന്തൊരു കാര്യം ആയിക്കോട്ടെ, അത് നമ്മുടെ നഫ്സ് അടക്കം ഓക്കെ, അതുവഴി നമ്മൾ അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ താഗൂത്ത് നമ്മുടെ നഫ്സാകുന്ന അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നമ്മുടെ കുടുംബമാകുന്ന സൊസൈറ്റി ആവുന്ന എന്തെങ്കിലും ഒരു താഗൂത്തിനെ നമ്മൾ പ്ലീസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അള്ളാഹുവിനെ അനുസരണക്കേട് കാണിച്ചുകൊണ്ട് നമ്മളടുത്ത് തന്നെ ചോദിക്കുക, അള്ളാഹുവിനോളം പവർഫുൾ ആണോ ഇത്? അള്ളാഹുവിനോളം മഹത്വമേറിയതാണോ ഇത്? അള്ളാഹുവിനെ പോലെ അൽ ഹയ്യാണോ അൽ ഖയ്യൂമാണോ? ഒരിക്കലല്ല അല്ലെ. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇവയൊന്നും തന്നെ അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിച്ചുകൊണ്ട് അനുസരണ അർഹിക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്. അള്ളാഹ് മാത്രമേ ആ അനുസരണ അർഹിക്കുന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് അള്ളാഹു പറയാണ്, അടുത്ത ആയത്ത് നോക്കാം നമുക്ക് ഇൻഷാ അല്ലാഹ്. 257 അല്ലാഹു വലിയുല്ലദീന ആമനൂ യുഖ്രിജുഹും മിനദ്ദുലുമാതി ഇലന്നൂർ വല്ലദീന കഫറൂ ഔലിയാഉഹും അത്വാഗൂതു യുഖ്രിജൂനഹും മിനന്നൂരി ഇലദ്ദുലുമാത് ഉലൈക അസ്ഹാബുന്നാരി ഹും ഫീഹാ ഖാലിദൂൻ. അള്ളാഹു വിശ്വസിച്ചവരുടെ ബന്ധു അഥവാ രക്ഷാധികാരി ആകുന്നു. അവരെ അവൻ അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശങ്ങളിലേക്ക് പുറത്തു കൊണ്ടുവരുന്നു. അവിശ്വസിച്ചവരാകട്ടെ അവരുടെ ബന്ധുക്കൾ അഥവാ കാര്യകർത്താക്കൾ ത്വാഗൂത്ത് ദുർമൂർത്തികളുമാകുന്നു. അവർ അവരെ പ്രകാശത്തിൽ നിന്ന് അന്ധകാരങ്ങളിലേക്ക് പുറത്തു കൊണ്ടുവരുന്നു. കൂട്ടർ നരകത്തിന്റെ ആൾക്കാരത്രയും, അവർ തമ്മിൽ നിത്യവാസികളായിരിക്കും. വാക്കർത്ഥം അള്ളാഹു വലിയ രക്ഷാധികാരി വാവുലാമിയ അല്ലദീന യാതൊരുത്തരുടെ ആമനു അവർ വിശ്വസിച്ചു, ഹംസ മീം നൂൻ ആമന അവൻ വിശ്വസിച്ചു, ആമനു അവർ വിശ്വസിച്ചു. ഓക്കെ, യുഖ്രിജുഹും അവൻ അവരെ പുറത്തു കൊണ്ടുവരുന്നു. യുഖ്രിജുഹും ഓക്കെ ഖാറജിൻ മിന ദുലുമാതി അന്ധകാരങ്ങളിൽ നിന്ന്. ദുലുമയുടെ പ്ലൂറലാണ് ദുലുമാത് ദ ലാം മീം. ഇലന്നൂരി പ്രകാശത്തിലേക്ക്, നൂൻ വാവ് റ. വല്ലദീന കഫറു സത്യം നിഷേധിച്ചവരാകട്ടെ, കഫറ ഔലിയാഉഹും അവരുടെ രക്ഷാധികാരികൾ, വാവ് ലാം യ അത്വാഗൂതു താഗൂത്ത് യുഖ്രിജൂനഹും അവർ അവരെ പുറത്തു കൊണ്ടുവരുന്നു, മിനന്നൂരി പ്രകാശത്തിൽ നിന്ന്, ഇലദ്ദുലുമാതി അന്ധകാരങ്ങളിലേക്ക്. സെയിം റൂട്ടുകളാണ്. ഉലൈക അക്കൂട്ടർ, അസ്ഹാബ് ആൾക്കാർ, സ്വാദഹാബ അന്നാരി നരകത്തിന്റെ, ഹും അവർ, ഫീഹ അതിൽ, ഖാലിദൂൻ നിത്യവാസികളാണ്. തഫ്സീർ നോക്കാം.
അല്ലദീന വലിയുല്ലദീന ആമനു. അള്ളാഹു വലിയുല്ലദീന ആമനു. അള്ളാഹു ആണ് എന്ത്? വലിയുല്ലദീന ആമനു അല്ലെ, വിശ്വസിച്ചവരുടെ വലിയ ഫ്രണ്ട്, പ്രൊട്ടക്ടർ അള്ളാഹു ആണ്. വലിയ വാവ് ലാം യാ. ഓക്കെ, അപ്പം അള്ളാഹു വിശ്വസിച്ചവരെ എന്താക്കുന്നുണ്ട്? പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. ഈമാന്റെ ഒരു റിസൾട്ട് തന്നെ അതാണ് അല്ലെ, അള്ളാഹുവിന്റെ ഗൈഡൻസ് അവർക്ക് കിട്ടും എന്തിലും. സുബ്ഹാനല്ലാഹ് അല്ലെ, അള്ളാഹ് ഉണ്ട് എന്ന് അവർക്കറിയാം. അവരുടെ ഓരോ സിറ്റുവേഷന്റെയും കൺട്രോൾ അള്ളാഹിന്റെ അടുത്താണ് അറിയാം. എന്തൊരു പ്രശ്നം വന്നു കഴിഞ്ഞാലും അവര് റബ്ബിന്റെ അടുത്ത്, റബ്ബെ എന്നെ കൊണ്ട് പറ്റൂല, എനിക്ക് കഴിവില്ല റബ്ബെ, നീയാണ്, നിനക്കേ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ശരിക്കും ആ മൈൻഡ് സെറ്റ് തന്നെ മതി നമ്മുടെ പ്രശ്നങ്ങൾ സോൾവ് ആക്കാൻ വേണ്ടിയിട്ട്. അള്ള സോൾവ് ചെയ്തോളും, അള്ള എന്നെ സഹായിക്കും അല്ലെ. അങ്ങനെ ആ ഒരു അങ്ങനെയുള്ള വ്യക്തിക്ക് എന്താണ്? അള്ള ഉണ്ടാവും വലിയിലെ. ആ ആമനു, അതിൽ വിശ്വസിച്ച വ്യക്തിക്ക് അള്ളാഹു തന്നെ വലിയായിട്ട് മതി. യുഖ്രിജുഹും, അവരെ പുറത്തു കൊണ്ടുവരുന്നു. മിനദ്ദുലുമാതി, ഇരുട്ടുകളിൽ നിന്ന്, ഇലന്നൂരി, പ്രകാശത്തിലേക്ക്, വെളിച്ചത്തിലേക്ക്. ഇപ്പൊ ഒരു വ്യക്തി ഇരുട്ടിലാണ്, അള്ളാഹു അവനെ എന്താക്കാണ്? വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാണ്. ഏത് വ്യക്തിയാണ്? ഈമാനുള്ളവരെ മാത്രം അല്ലെ. അപ്പോഴും നമ്മള് ആ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നില്ല അല്ലെ. അള്ളാഹു വലിയായിട്ടുള്ള, കാരണം നമ്മളെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ അള്ളാഹു അല്ലാത്ത എല്ലാ വലിയകളിലേക്കും നമ്മൾ പോകും അല്ലെ. എല്ലാവരിലേക്കും പരിഹാരം തേടിയിട്ട് നമ്മൾ പോകും. സുബ്ഹാനല്ലാഹ്. അപ്പം അതെന്തുകൊണ്ടാണ് നമുക്ക് ആ അള്ളാഹു വലിയായിട്ടുള്ള നമ്മുടെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ അള്ളാഹ് മതി എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ പറ്റാത്തത്? നമ്മൾ അല്ലദീന ആമനു അല്ലാത്തത് കൊണ്ട്. സുബ്ഹാനല്ലാഹ്, വളരെ സീരിയസ് അല്ലെ. അല്ലദീന ആമനു അല്ലെങ്കിൽ പിന്നെ അതിന് മേലെ ഒന്നും നമുക്ക് അപ്ലിക്കബിൾ ആവുന്നില്ല. സുബ്ഹാനല്ലാഹ്. അപ്പം അള്ളാഹു വലിയാവണം. സുബ്ഹാനല്ലാഹ് അല്ലെ. അപ്പം അള്ളാഹു ആ രീതിയിലുള്ള ഈമാനുള്ള, അള്ളാഹു വലിയായിട്ടുള്ള ആൾക്കാരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ദുലുമാത്ത് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഇരുട്ടിന്റെ പ്ലൂറലാണ്, ദുലുമയുടെ പ്ലൂറാണ് ദുലുമാത്ത്. അത് പലതരത്തിലുള്ള ഇരുട്ടുകളാവാം അല്ലെ. അറിവില്ലായ്മ, തിന്മ, അവിശ്വാസം, ഇതുപോലുള്ള പലതരത്തിലുള്ള ഇരുട്ടുകളാവും. അപ്പം അറിവില്ലായ്മ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിക്ക് അള്ളാഹുവിനെ എങ്ങനെയാണ് ഇബാദത്ത് ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ല, അല്ലെങ്കിൽ അള്ളാഹുവിനെ എങ്ങനെ തൃപ്തിപ്പെടുത്തേണ്ടത് പോലും അറിയില്ല. ഓക്കെ, അല്ലെങ്കിൽ ഖുർആന് അറിയില്ല, എന്താണ് ഖുർആൻ പറയുന്നത് എന്ന് അവൻ അറിയില്ല. പക്ഷെ അവനത് അറിയണമെന്ന് ആഗ്രഹമുണ്ട്, അവന് ആ വിശ്വാസമുണ്ട്. അപ്പം അള്ളാഹു എന്ത് ചെയ്യും? അവന് അത് മനസ്സിലാക്കാനുള്ള കഴിവ് കൊടുക്കും. സുബ്ഹാനല്ലാഹ്. അങ്ങനെ യുഖ്രിജൂനഹും മിനദ്ദുലുമാതി ഇലന്നൂർ അല്ലേ. സുബ്ഹാനല്ലാഹ്. അതുപോലെ ഒരു വ്യക്തി കൺഫ്യൂഷനിലാണ്, എന്താ ചെയ്യണ്ടേ? അങ്ങനെ ചെയ്യണോ, ഇങ്ങനെ ചെയ്യണോ, അയാൾ പറയുന്നത് കേൾക്കണോ, ഇയാൾ പറയുന്നത് കേൾക്കണോ, അത് ചെയ്യണോ, ഇത് ചെയ്യണോ, അങ്ങനെയുള്ള കൺഫ്യൂഷൻ ഉണ്ട്. പക്ഷെ അവന് ഈമാൻ ഉണ്ടെങ്കിൽ അള്ളാഹു അവനെ ഗൈഡ് ചെയ്യും. യുഖ്രിജൂനഹും മിനദ്ദുലുമാതി ഇലന്നൂർ. അള്ളാഹു അവനെ കൺഫ്യൂഷൻ പുറത്തു കൊണ്ടുവരും, അവന് വെളിച്ചം കൊടുക്കും അല്ലെ. അവന് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ കാണാനും തീരുമാനങ്ങൾ എടുക്കാനും പറ്റും. എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ടെന്ന് അവന് തീരുമാനിക്കാൻ പറ്റും. ആർക്കാണ് ഈ തരത്തിലുള്ള അള്ളാഹുവിന്റെ ഗൈഡൻസ് ഉള്ളത്? അത് വിശ്വസിക്കുന്നവർക്ക് മാത്രം അല്ലെ. വിശ്വാസത്തിന്റെ ആ ഒരു ബേണിംഗ് ഫ്ലെയിം ഉള്ളിലുള്ളവർക്ക് മാത്രം. സുബ്ഹാനല്ലാഹ്. പക്ഷെ നമ്മൾ വിചാരിക്കും, അപ്പം വിശ്വാസികളെ എങ്ങനെയാണ് അള്ളാഹു വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നത് അല്ലെ? കാരണം തീരെ വിശ്വാസമില്ലാത്തവരെയും അള്ളാഹു വിശ്വാസത്തിലേക്ക് കൊണ്ടുവരികയും അള്ളാഹു ഹിദായത്ത് കൊടുക്കുകയും ചെയ്യുന്നില്ലേ? നമുക്കറിയാം എല്ലാവരുടെയും ഉള്ളിൽ എന്താണ്? ഒരു നാച്ചുറൽ ആയിട്ടുള്ള സംഭവം ഉണ്ട്, ഫിത്ര അല്ലെ. സുബ്ഹാനല്ലാഹ്. എല്ലാവരുടെ ഉള്ളിലും അള്ളാഹു ഫിത്ര ഇട്ടിട്ടാണ് കൊടുത്തത്, ഇങ്ങോട്ട് ഭൂമിയിലേക്ക് അയച്ചിട്ടുള്ളത്. അപ്പം ചിലരത് അത് അവരുടെ പ്രവർത്തനങ്ങൾ കാരണം കുറഞ്ഞു പോകും, ചിലരത് കൂടും. സുബ്ഹാനല്ലാഹ്. അപ്പം അതിന്റെ മുകളിൽ പ്രവർത്തിക്കുന്നോ വർക്ക് ചെയ്യുന്നോ അവരുടെ ഹൃദയത്തിനുള്ളതിനനുസരിച്ചാണ് അള്ളാഹു അവന് ഹിദായത്ത് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ എത്രത്തോളം നമ്മുടെ ഈമാൻ സ്ട്രോങ് ആക്കുന്നോ അത്രത്തോളാണ് അള്ളാഹുവിന്റെ ഹിദായത്ത് അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം വിശ്വസിച്ചവര് അവര് അള്ളാഹുവിലേക്ക് തന്നെ മടങ്ങും, അള്ളാഹുവിൽ നിന്ന് മാത്രം സഹായം തേടും അല്ലെ. അള്ളാഹു അവനെ ഒഴിവാക്കൂല എന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയും. അതുകൊണ്ട് തന്നെ അള്ളാഹു അവനെ ഹിദായത്ത് കൊടുക്കും. അവന്റെ എല്ലാ കൺഫ്യൂഷനിൽ നിന്നും അള്ളാഹു അവനെ പുറത്തു കൊണ്ടുവരും. ആര് അള്ളാഹുവിൽ തഖ്വ അല്ലെ, അള്ളാഹുവിന് സൂക്ഷ്മത കാണിക്കുന്നോ അവന് അള്ളാഹു ഒരു വഴി, പുറത്തേക്കുള്ള ഒരു വഴി അള്ളാഹു കാണിച്ചു കൊടുക്കും അല്ലെ. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് നമ്മൾ പറയുമ്പോൾ അള്ളാഹു എന്താണ്? അറിവില്ലാത്ത എന്തൊരു കാര്യത്തിലും നമുക്ക് അറിവ് തരാണ് അല്ലെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആലയായിട്ട് നമുക്കൊക്കെ വെളിച്ചം തരാറുണ്ട് അല്ലെ. നമുക്ക് വഴി കാണിച്ചു തരാറുണ്ട്. നമുക്കൊക്കെ അൽഹംദുലില്ലാഹ് ഒരുപാട് അനുഭവങ്ങൾ ഡെയിലി അത്തരത്തിൽ നമുക്ക് ഉണ്ടാവാറുണ്ട്. സൂറത്ത് അൻആമിൽ അള്ളാഹ് പറയുന്നു, അവമൻ കാന മൈതൻ ഫഅഹ്യൈനാഹു. നിർജീവാവസ്ഥയിലായിരിക്കും നാം ജീവൻ നൽകി.
വജഅൽനാ ലഹു നൂറൻ, നാം ഒരു സത്യപ്രകാശം നൽകി. യംഷി ബിഹി ഫിന്നാസി, അതുമായി ജനങ്ങൾക്കിടയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നവയും ചെയ്യുന്നവന്റെ അവസ്ഥ എന്താണ്? ഖമൻ മസലഹു ഫിദ്ദുലുമാത്, പുറത്തു കടക്കാനാവാത്ത വിധം അന്ധകാരങ്ങളിൽ പെട്ടുപോയ അവന്റെ അവസ്ഥയിലേക്ക്, അന്ധകാരങ്ങളിൽ പെട്ട് കഴിയുന്നവന്റേത് പോലെയാണോ? അല്ലെ, ഒരിക്കലും അല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല വെളിച്ചം കൊടുത്തവന്റെ അവസ്ഥ ശരിക്കും വ്യത്യസ്തമാണ്. സുബ്ഹാനല്ലാഹ്. അത് ആർക്കുള്ളതാണ്? അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ആൾക്കാർക്ക്. എനിക്ക് എന്റെ റബ്ബ് മതി, റബ്ബിനെ പറ്റൂ, എനിക്ക് പറ്റൂല, അല്ലെ, ആ ഒരു റിലയൻസ്, ആ തവക്കലുള്ള ആളുകൾക്കുള്ളതാണ് എന്ത്? ഈ തരത്തിലുള്ള ദുലുമാത്തിൽ നിന്ന് നൂറിലേക്ക് അള്ളാഹു പുറത്തു കൊണ്ടുവരാനുള്ള ആ ഒരു തൗഫീഖ്. എന്നാ ഇതിന്റെ മറുപുറം അള്ളാഹ് പറയുന്നുണ്ട്, വല്ലദീന കഫറു, ആര് അവിശ്വസിച്ചുവോ, അവന്റെ ഫ്രണ്ട്സ് ആരാണ്? ത്വാഗൂത്ത് ആണ്, അല്ലെ. എന്തൊരു ഭയാനകമായ ഒരു അവസ്ഥയാണ്, അല്ലെ, ത്വാഗൂത്ത് ഫ്രണ്ട്സ് ആയിട്ടുള്ള ആൾക്കാർ. ഈ ത്വാഗൂത്ത് എന്താ ചെയ്യാ അവർക്ക്? യുഖ്രിജൂനഹും മിനൻ നൂരി ഇലദ്ദുലുമാത്, എക്സാക്ട്ലി ഓപ്പോസിറ്റ്, അല്ലെ. അവരെ വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് നയിക്കും. സുബ്ഹാനല്ലാഹ്. ഒരു വ്യക്തിക്ക് നല്ല അറിവൊക്കെ ഉണ്ടായിരുന്നു, എന്നിട്ട് ആ വ്യക്തി അറിവില്ലാത്തവനെ പോലെ ആയി മാറും, അറിവില്ലാത്തവനെ പോലെ പെരുമാറും. ഒരു വ്യക്തി സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്നവനാണ്, പക്ഷെ അവൻ തിന്മ മാത്രം ചെയ്യുന്ന ആളുകളായിട്ട് മാറും. സുബ്ഹാനല്ലാഹ്. ഹിദായത്തുള്ളവനായിരുന്നു, വഴികേടിലായി പോകും. ശരി ചെയ്യുന്ന ആൾക്കാരായിരുന്നു, പക്ഷെ തെറ്റുകൾ മാത്രം ചെയ്യും. എന്തുകൊണ്ടാ? അവൻ ത്വാഗൂത്തില് എന്താണ്? വിശ്വസിച്ചില്ല, അല്ലെ. സുബ്ഹാനല്ലാഹ്. അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആലയിൽ വിശ്വസിച്ചു. അവൻ ത്വാഗൂത്തിനെ ഫ്രണ്ട് ആക്കി. അള്ളാഹു അല്ലാത്തതിലേക്ക് വിളിക്കുന്ന എന്തൊന്നിനെ, അത് ചിലപ്പം അവന്റെ നഫ്സ് തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കാം, അല്ലെ, അവന്റെ ഇച്ഛകളായിരിക്കാം, അവന്റെ ഉള്ളിലുള്ള എന്തെങ്കിലും വികാരങ്ങളായിരിക്കാം, അല്ലെ. അത് പറഞ്ഞ പോലെ അലസതയോ അസൂയയോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു വികാരത്തിനെ കൂട്ടുപിടിച്ച് അത് താവൂത്താക്കിയതായിരിക്കാം. അപ്പൊ ആ താവൂത്ത് എന്താ ചെയ്യുക? അവൻ അത്രയും കാലം പ്രവർത്തിച്ച്, അത്രയും കാലം അവനുണ്ടായിരുന്ന അറിവിൽ നിന്ന് അവനെ പുറത്തേക്ക് കൊണ്ടുവരും, അവനെ ഇരുട്ടിലേക്കാക്കി മാറ്റാൻ. സുബ്ഹാനല്ലാഹ്. അതിനോട് റെസ്പോൺസ് കൊടുത്തു. താവൂത്ത് വിളിച്ച വിളിക്ക് അവൻ റെസ്പോൺസ് കൊടുത്തപ്പോ താവൂത്ത് അവനെ നല്ല കൈപിടിച്ചിട്ട് വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് നടക്കും. സുബ്ഹാനല്ലാഹ്. അതാണ് അവന്റെ റിസൾട്ട്. യുഖ്രിജൂനഹും മിനൻ നൂരി ഇലദ്ദുലുമാത്. വല്ലാത്ത ഭയാനകമായ ഒരു അവസ്ഥയാണ് അതല്ലേ. ഉലൈക അസ്ഹാബുന്നാർ, അവനാണ് എന്ത്? നരകത്തിന്റെ ആളുകൾ. ഹും ഫീഹാ ഖാലിദൂൻ, അവരവിടെ നിത്യവാസികളായിരിക്കും. സുബ്ഹാനല്ലാഹ്. അപ്പൊ അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞ്, അള്ളാഹുവിന്റെ മഹത്വം തിരിച്ചറിഞ്ഞ ആൾക്ക്, സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞ ആൾക്കാണ് അള്ളാഹുവിനെ ശരിയായ രീതിയിൽ, അല്ലെ, ഏതു പ്രയാസത്തിലും അള്ളാഹു ഉണ്ടെന്ന് തിരിച്ചറിയുന്ന ആളുകളായിരിക്കും. അവർക്ക് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും. അവര് എളുപ്പത്തിന്റെ സമയത്തും അള്ളാഹുവിലേക്ക് തിരിയും, പ്രയാസത്തിന്റെ സമയത്തും അള്ളാഹുവിലേക്ക് തിരിയും. അവന്റെ പ്രയോറിറ്റി എപ്പോഴും അള്ളയാണ്, അല്ലെ. അപ്പം അവനെ ജീവിതത്തിലുടനീളം അള്ളാഹു സഹായിക്കും. എല്ലാ പ്രയാസങ്ങളിലും അള്ളാഹു സഹായിക്കും. ആരൊക്കെ അവനെ സഹായിക്കൂല എന്ന് വിചാരിച്ചു കഴിഞ്ഞാലും, ആരൊക്കെ അവന്റെ കാല് വാരിയാലും അള്ളാഹു അവന് പകരം സഹായത്തിനെ കൊടുക്കും. സുബ്ഹാനല്ലാഹ്. അവനെ ഏറ്റവും ശരിയായ വഴിയിലേക്ക് അള്ളാഹു എത്തിക്കും. ഏറ്റവും വ്യക്തമായ, ഏറ്റവും ക്ലിയർ ആയിട്ടും ബെസ്റ്റായ വഴിയിലേക്ക് അവനെ അള്ളാഹു എത്തിക്കും. അവനൊരു സംശയത്തിൽ പെട്ടു കഴിഞ്ഞാലും അള്ളാഹു ആ സംശയത്തിന് ക്ലാരിറ്റി കൊടുക്കും. എന്നാൽ മറ്റേ വിഭാഗം, അല്ലെ, ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ള, അള്ളാഹു അല്ലാത്തതിലൊക്കെ അഭയം പ്രാപിക്കുന്ന, അള്ളാഹു അല്ലാത്തതിലൊക്കെ സഹായം തേടുന്ന, ആശ്രയം കണ്ടെത്തുന്ന ആൾക്കാർ, അള്ളാഹു അള്ളാഹുവിനേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വളരെ വലിയ അപകടത്തിലാണ്. കാരണം അവരെന്താണ്? നൂറിൽ നിന്നും ദുലുമാത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്, അല്ലെ. അതെങ്ങനെയാണ്? അവർക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങളാണെങ്കിൽ പോലും അവർക്ക് അതിന്റെ മേലെ ആ ഇൽമിനെ അവർക്ക് അമലാക്കി മാറ്റാൻ പറ്റൂല. സുബ്ഹാനല്ലാഹ്. അവർ ചെയ്യുന്ന നന്മകള് അവർ പെട്ടെന്ന് അതിനെ ഉപേക്ഷിക്കും. അവർക്ക് ആ നന്മയിൽ തുടരാൻ പറ്റൂല. കാത്തുരക്ഷിക്കുമാറാവട്ടെ നമ്മളെ അത്തരത്തിലുള്ള, നമ്മളൊക്കെയും ജീവിതത്തിന്റെ പല ത്വാഗൂത്തുകളിൽ പെട്ട്, ആ ത്വാഗൂത്തുകളെ ഡിപ്പെൻഡ് ചെയ്ത്, ആ ത്വാഗൂത്തുകളുടെ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. സുബ്ഹാനല്ലാഹ്. നമ്മൾ വിചാരിക്കുന്നുണ്ടെന്ന് നമുക്ക് ഒരുപാട് അറിവുണ്ട്, നമ്മൾ അറിവിനനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്ന്. പക്ഷെ നമ്മളുടെ കണ്ണിന് പോലും അന്ധത ബാധിച്ചുകൊണ്ട് നമ്മളുടെ മുമ്പിൽ എത്രയോ അറിവുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മറച്ചിട്ടുണ്ട്. നമ്മൾക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന എത്രയോ നന്മകളും നമുക്ക് തുടരാൻ പറ്റുന്നില്ല, അല്ലെ. സുബ്ഹാനല്ലാഹ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാ? നമ്മൾക്ക് ഇപ്പോഴും പല ത്വാഗൂത്തുകളെയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് തരട്ടെ. എല്ലാ ത്വാഗൂത്തുകളെയും, നമ്മളുടെയൊക്കെ ജീവിതത്തിലെ എല്ലാ ത്വാഗൂത്തുകളെയും വിട്ടുപിടിക്കാൻ വേണ്ടി.
നമ്മളൊക്കെ ഡിപ്പെൻഡൻസ് അള്ളാഹിന്റെ മേലെ മാത്രം ആക്കാൻ വേണ്ടിട്ടല്ലേ. നമുക്ക് അള്ളാഹിനെ വേണം, അള്ളാഹിനെ മാത്രം മതി. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നമ്മൾ ഇൻഡിപെൻഡന്റ് അല്ല അല്ലെ, നമുക്ക് എന്തിന്റെങ്കിലും മേലെ ഡിപ്പെൻഡ് ചെയ്തേ മതിയാവും. അപ്പം ആ ഡിപ്പെൻഡൻസ് അള്ളാഹിന്റെ മേലെ മാത്രം ആവട്ടെ. അള്ളാഹ്ക്ക് മാത്രമേ അവൻ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ, സംരക്ഷിക്കാൻ പറ്റുള്ളൂ. നമ്മളെ ഡിപ്പെൻഡൻസ് അവൻ മാത്രമേ അർഹിക്കുന്നുള്ളൂ. ശരിക്കും നമ്മൾ ഈ ഒരു ബോഡി പോലും അല്ലെ, നമ്മളെ താവൂത്തിന്റെ വിളിക്ക് ഉത്തരം നൽകുന്ന നമ്മുടെ ഈ ബോഡി പോലും അള്ളാഹിന്റെ കൺട്രോളിൽ, നമ്മളെ കൺട്രോളിലല്ല. നമ്മൾ ശരിക്കും ഭയങ്കര വീക്കാ, ഹെൽപ്ലെസ് അല്ലെ. നമ്മൾ ഈ കാണുന്ന, നമ്മളെ തിന്മകൾ കാണുന്ന, തിന്മകൾ ഫീൽ ചെയ്യുന്ന, ടച്ച് ചെയ്യുന്ന, എല്ലാം ചെയ്യുന്ന നമ്മുടെ ഈ ബോഡി പോലും ആരുടെ കൺട്രോളില? അള്ളാഹിന്റെ കൺട്രോളില. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ മറ്റു കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലെ മറ്റു സാഹചര്യങ്ങളും ഒന്നും നമ്മളെ കൺട്രോളിലല്ല അല്ലെ. അപ്പൊ ആരുടെ സഹായം നമുക്ക് വേണ്ടത്? ആ കൺട്രോൾ ചെയ്യുന്ന റബ്ബിന്റെ സഹായം. ശരിക്കും ആയത്തുൽ കുർസി അത് പ്രൂവ് ചെയ്തിട്ടുണ്ടല്ലേ. അള്ളാഹ് തന്നെ വേണം, അള്ളാഹിനെ മതി നമുക്ക്. അവനില്ലാതെ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റൂല അല്ലെ, അതിജീവിക്കാൻ പറ്റൂല. നമുക്കൊരു ജീവിതമൊക്കെ ജീവിക്കാം, പക്ഷെ ഒരു നല്ല ജീവിതം ജീവിക്കാൻ, സമാധാനപരമായ ജീവിതം ജീവിക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂല. ശരിക്കും അറിവ് കൊണ്ട് പ്രകാശം ഏകിയ, അമൽ കൊണ്ട് പ്രകാശം നൽകിയ ജീവിതം നമ്മൾ അള്ളാഹുവിലേക്ക് യഥാർത്ഥ രീതിയിൽ തിരിയേണ്ട രീതിയിൽ തിരിഞ്ഞിട്ടില്ലെങ്കിൽ പറ്റൂല. ശരിക്കും ഇവിടെ ഇരുന്ന് ഇത്രയും ആഴത്തിൽ ഖുർആനെ, ഇത്രയെങ്കിലും ആഴത്തിൽ എന്ന് പറഞ്ഞോട്ടെ, ഇത്രയെങ്കിലും ആഴത്തിൽ ഖുർആനെ മനസ്സിലാക്കുന്ന നമുക്ക് പോലും ഇപ്പോഴും അല്ലെ കുറേ കാര്യങ്ങൾ നമുക്ക് അമലിലേക്ക് എത്തിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്? നമ്മൾ ഇതുവരെ അള്ളാഹുലേക്ക് തിരിയേണ്ട രീതിയിൽ തിരിഞ്ഞിട്ടില്ല. ഒരുപാട് തിരുത്താനുണ്ട്, ഒരുപാട് താവൂത്തുകളിൽ നിന്ന് നമ്മൾ തിരിഞ്ഞു നിൽക്കാനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന അറിവുകൾ അമലിലേക്ക് എത്തിക്കാൻ പറ്റാത്തതും ഇനിയും ഒരുപാട് അറിവുകൾ നമ്മുടെ കണ്ണിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മറച്ചു വെച്ചിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ ഈ താവൂത്തുകളെ വിട്ടുപിടിച്ചേ മതിയാവും. അപ്പം ആര് അള്ളാഹുലേക്ക് തിരിയുന്നുവോ അള്ളാഹുവാണ് അവരുടെ വലിയ, അള്ളാഹു വലിയുല്ലദീന ആമനു. ഇതുവരെ ഒരു പക്ഷേ ഈ ആയത്തൊക്കെ കേട്ടപ്പോൾ അള്ളാഹു വലിയുല്ലദീന ആമനു എന്നൊക്കെ കേട്ടപ്പോൾ നമുക്ക് തോന്നിയിട്ട് ഓ ശരിയാ, നമുക്ക് അള്ളാഹു വലിയാണ് അല്ലെ, നമുക്ക് എല്ലാ സഹായവും അള്ളാഹ് തന്നെയാണ്. പക്ഷെ അതിലും നമ്മൾ എവിടെയോ ഒരു താഴെയുള്ള ഒരു ഡിഗ്രിയിലേ എത്തിയിട്ടുള്ളൂ അല്ലെ. ഇനിയും ഒരുപാട് ആ ഒരു ലാഡറിൽ നമ്മൾ കേറാനുണ്ട്. യുഖ്രിജൂനഹും മിനദ്ദുലുമാതി ഇലന്നൂർ. സുബ്ഹാനല്ലാഹ്. അള്ളാഹു അങ്ങനെ എല്ലാ ദുലുമാത്തുകളിൽ നിന്നും നൂറിലേക്ക് നമുക്ക് വഴി കാണിച്ചു തരട്ടെ. ആമീൻ. വല്ലദീന കഫറു ഔലിയാഉഹും ത്വാഗൂതു യുഖ്രിജൂനഹും മിനന്നൂരി ഇലദ്ദുലുമാത്. തരത്തിൽ പെട്ടുപോകുന്നതിനെ തൊട്ട് റബ്ബ് കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഉലൈക അസ്ഹാബുന്നാരി ഹും ഫീഹാ ഖാലിദൂൻ. എന്താണ്? അവരെന്താണ്? നരകത്തിന്റെ ആളുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് പഠിക്കാനുണ്ട്. ഇനിയുള്ള ആയത്തുകളിൽ അള്ളാഹു 3 ഉദാഹരണങ്ങൾ കാണിച്ചു തരാണ്. എങ്ങനെയാണ് വിശ്വസിച്ചവര് അള്ളാഹുവിന്റെ ഗൈഡൻസിലായിരിക്കണം, അതായത് വിശ്വസിച്ചവർക്ക് അള്ളാഹു എങ്ങനെയാണ് ഹിദായത്ത് കാണിച്ചു കൊടുക്കുന്നത്, അവിശ്വസിച്ചവരെ അള്ളാഹു എങ്ങനെയാണ് വഴികേടിലാക്കുന്നത് എന്ന് കാണിക്കുന്ന ഒരു രണ്ട് മൂന്ന് ഉദാഹരണങ്ങൾ നമുക്ക് കാണാം. വിശ്വസിച്ചവർക്ക് അവർക്കിനി എന്ത് സംശയം ഉണ്ടെങ്കിലും, എന്ത് ചോദ്യങ്ങൾ അവരുടെ ഹൃദയത്തിലേക്ക് വന്നു കഴിഞ്ഞാലും അള്ളാഹു അവർക്ക് ഉത്തരം കൊടുക്കും, അള്ളാഹു അവർക്ക് ഹിദായത്ത് കൊടുക്കും. നമ്മൾ പലതവണ പറയാറുള്ള ഒരു കാര്യമാണ് അല്ലെ. അവരെന്തിലൂടെ കടന്നു പോയാലും, എന്ത് പ്രയാസത്തിലൂടെ കടന്നു പോയാലും അള്ളാഹു അവർക്ക് വഴി കാണിച്ചു കൊടുക്കും, അള്ളാഹു അവരെ ഉപേക്ഷിക്കില്ല. എന്നാൽ വിശ്വസിച്ചവര് അല്ലെ, അള്ളാഹുവിനെ നിന്ന് തിരിഞ്ഞു നിന്നവര്, ചെറുതായിട്ടെങ്കിലും നമ്മൾ തിരിഞ്ഞു നിൽക്കുമ്പോൾ അതിനനുസരിച്ചുള്ള സഹായം നമുക്ക് അള്ളാഹുവിൽ നിന്ന് പറയും. അവിശ്വസിച്ചവർക്ക് എന്തെന്നെ അവർക്ക് ക്ലിയർ ആക്കി കൊടുത്തു കഴിഞ്ഞാലും, എത്ര എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും, എന്തടയാളം കാണിച്ചു കൊടുത്തു കഴിഞ്ഞാലും, എന്ത് തെളിവ് അവരുടെ മുമ്പിൽ നിരത്തി കൊടുത്താലും അവരെന്താവും? ഗൈഡഡ് ആവില്ല. എന്തുകൊണ്ടാ? അവർ ക്ലിയർ ആവില്ല. കാരണം അവരുടെ ഹൃദയത്തിലുള്ള വിശ്വാസത്തിന്റെ കുറവുകൊണ്ട്, അവര് റിജക്റ്റ് ചെയ്യുന്നത് കൊണ്ട് അല്ലെ. കാരണം അവര് റിലൈ ചെയ്യുന്നത് എവിടെയാണ്? താവൂത്തിലാണ്. അവരുടെ വിശ്വാസം മൊത്തം താവൂത്തിലാണ്. അവർ ഫോളോ ചെയ്യുന്നത് താവൂത്തിനെയാണ്. അതുകൊണ്ട് തന്നെ താവൂത്ത് അവരെ വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് കൊണ്ടുപോകും. സുബ്ഹാനല്ലാഹ്. അടുത്ത ആയത്ത് നോക്കാം. 258. അലം തറ ഇലല്ലദീന ഹാജ ഇബ്രാഹീമ ഫീ റബ്ബിഹി അൻ ആതാഹു അല്ലാഹുൽ മുൽക ഇദ് ഖാല ഇബ്രാഹീമു റബ്ബിയല്ലദീ യുഹ്യീ വയുമീതു ഖാല അന ഉഹ്യീ വഉമീതു ഖാല ഇബ്രാഹീമു ഫഇന്നല്ലാഹ യഅതി ബിശ്ശംസി മിനൽ മശ്രിഖി ഫഅതി ബിഹാ മിനൽ മഗ്രിബി ഫബുഹിതല്ലദീ കഫറ വല്ലാഹു ലാ യഹ്ദീൽ ഖൗമൽ ളാലിമീൻ. നീ കണ്ടില്ലേ ഇബ്രാഹിമിനോട് അദ്ദേഹത്തിന്റെ റബ്ബിന്റെ കാര്യത്തിൽ ന്യായവാദം നടത്തിയ ഒരുവനെ? അതെ, അവന് അള്ളാഹു രാജത്വം നൽകിയതിനാൽ
അതായത് എന്റെ റബ്ബ് അത്രേ ജീവിപ്പിക്കുകയും മരണപ്പെടുത്തുകയും ചെയ്യുന്നവൻ എന്ന് ഇബ്രാഹിം പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ ജീവിപ്പിക്കുകയും മരണപ്പെടുത്തുകയും ചെയ്യുന്നുവല്ലോ. ഇബ്രാഹിം പറഞ്ഞു, എന്നാൽ അള്ളാഹു സൂര്യനെ കിഴക്കു ഭാഗത്ത് നിന്ന് കൊണ്ടുവരുന്നു, നീ അതിനെ പടിഞ്ഞാറു ഭാഗത്ത് നിന്ന് ഒന്ന് കൊണ്ടുവരിക. അപ്പോൾ ആ അവിശ്വസിച്ചവൻ ഉത്തരം മുട്ടി സ്തംഭിച്ചു. അള്ളാഹു അക്രമകാരികളായ ജനങ്ങളെ നേർമാർഗത്തിലാക്കുകയില്ല. വാക്കർത്ഥം, അലം തറോ, നീ കണ്ടില്ലേ, റോഹൻസയ ഇലല്ലതി, ഒരുത്തനെ, ഹാജ, അവൻ തർക്കിച്ചു, ഹാജിൻജീം, ഇബ്രാഹിമ, ഇബ്രാഹിമിനോട്, ഫീ റബ്ബിഹി, അവന്റെ റബ്ബിന്റെ കാര്യത്തിൽ, റോബാബ, അൻ ആതാഹു, അവന് നൽകിയതിനാൽ, ഹംസത്തായ, അള്ളാഹു, അള്ളാഹു, അൽ മുൽക്ക, രാജത്വം, മീം ലാം കാഫ്, ഇത് ഖാല, പറഞ്ഞപ്പോൾ, ഖാഫാല, ഇബ്രാഹിമു, ഇബ്രാഹിം, റബ്ബിയ, എന്റെ റബ്ബ്, അല്ലതി, യാതൊരുത്തൻ, യുഹ്യി, അവൻ ജീവിപ്പിക്കുന്നു, ഹായായ, വയുമീതു, മരിപ്പിക്കുകയും ചെയ്യുന്നു, മീം വൗത, ഖാല, അവൻ പറഞ്ഞു, അന, ഞാൻ, ഉഹ്യി, ഞാൻ ജീവിപ്പിക്കുന്നു, വ ഉമീതു, ഞാൻ മരിപ്പിക്കുകയും ചെയ്യുന്നു, സെയിം റൂട്ട്. ഖാല ഇബ്രാഹിമു, ഇബ്രാഹിം പറഞ്ഞു, ഫഇന്നല്ലാഹ, എന്നാൽ അല്ലാഹു, യഅതി, വരുന്നു, ഹംസത്തായ, ബിശംസി, സൂര്യനെ കൊണ്ട്, ഷീൻ മീം സീൻ, മിനൽ മശ്രിഖി, കിഴക്കു നിന്ന്, ഷീൻ റോ ഖാഫ്, ഫഅതി, ഇനി നിങ്ങൾ വരൂ, ഹംസത്തായ, ബിഹ, അതുകൊണ്ട്, മിനൽ മഗ്രിബി, പടിഞ്ഞാറ് നിന്ന്, റോബ, ഫബുഹിത, അപ്പോൾ അമ്പരന്നു, ബഹത, അല്ലദീ കഫറ, നിഷേധിച്ചവർ, കഫറ, വല്ലാഹു, അല്ലാഹു, ലാ യഹ്ദി, നേർമാർഗത്തിലാക്കുകയില്ല, ഹാലിയ, അൽ ഖൗമ, ജനങ്ങളെ, അദ്ദാലിമീൻ, അക്രമികളായ, ഖൗമ, ഖാഫ് വാവ് മീം, അദ്ദാലിമീൻ, ദാദ് ലാം മീം. തഫ്സീറൊക്കെ അല്ലാഹു പറയുന്നു, അലം തറ ഇല, നിങ്ങൾ കണ്ടില്ലേ യാതൊരുവനെ, അതായത് നിങ്ങൾ ചിന്തിച്ചില്ലേ, ആരെ കുറിച്ച്, ഹാജ ഇബ്രാഹിമ, ഇബ്രാഹിം അലൈഹി ഇസ്ലാമുമായിട്ട് വാക്തർക്കം നടത്തിയ ആള്, ഹാജ, ഹ ജീം ജീം, മുഹാജ, മുഹാജ എന്ന് പറഞ്ഞാല് വാദപ്രതിവാദം, ആർഗ്യുമെന്റ്. ഓക്കെ, ഇതേ റൂട്ടിൽ നിന്ന് വരുന്ന വാക്കാണ് ഹജ്ജ്. ഹജ്ജും ഹാജയും തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്യാം? ഹജ്ജ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഹജ്ജ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉദ്ദേശിക്കുക, ഓക്കെ, ഇന്റന്റ് ചെയ്യുക, എന്തെങ്കിലും ഒരു കാര്യം നിയ്യത്ത് വെക്കാം. നമ്മള് ഹജ്ജിന് പോകുമ്പോൾ നമുക്കൊരു നിയ്യത്തുണ്ട് അല്ലെ, എന്തൊക്കെയാണ്, കഅബ, മീന, മുസ്ദലിഫ, അർഫ, സുബ്ഹാനല്ലാഹ്. അപ്പം പല സ്ഥലങ്ങളിൽ, ഓരോ സ്ഥലങ്ങളിൽ നിന്ന് ഓരോ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള നിയ്യത്തോടു കൂടിയാണ് നമ്മൾ ഇന്ന കാര്യം നേടണം, ഇന്ന കാര്യം ചെയ്യണം, ഇന്ന കാര്യം ചെയ്യണം എന്നുള്ള നിയ്യത്തോടു കൂടിയാണ് നമ്മൾ പോകുന്നത്. എന്നാൽ ഒരു മുഹാജയിൽ എന്താ സംഭവിക്കുന്നത്? വാദപ്രതിവാദത്തിലും എന്താണ് ആൾക്കാരുടെ ഗോള്? മെയിൻ ആയിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ തല്ലിത്തോപ്പിക്കണം എന്നല്ലേ, അയാളെ പറഞ്ഞ് വാദം പ്രതിവാദം നടത്തി തോൽപ്പിക്കണം, ഞാൻ പറഞ്ഞ കാര്യം ശരിയാണെന്ന് വരുത്തണം, അവൻ പറഞ്ഞ കാര്യം തെറ്റാണെന്ന് വരുത്തണം. ഈ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഒരു മുഹാജയിലേക്കും പോകുന്നത് അല്ലെ. സുബ്ഹാനല്ലാഹ്, അതാണ് ഹജ്ജും ഹാജും തമ്മിലുള്ള ബന്ധം. അപ്പൊ അള്ളാഹു പറയാണ്, നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ യാതൊരുവന്റെ കാര്യം, അവൻ എന്താ ചെയ്തത്? അവൻ ആർഗ്യൂ ചെയ്തു, ആരുമായിട്ട്? ഇബ്രാഹിം അലൈഹിസ്സലാമുമായിട്ട് അല്ലെ. എന്തിന്റെ കാര്യത്തിലാണ് ആർഗ്യുമെന്റ്? ഫീ റബ്ബിഹി, അവന്റെ റബ്ബിന്റെ കാര്യത്തിൽ. സുബ്ഹാനല്ലാഹ്, ആരാണ് ഈ വ്യക്തി? നമ്രൂദ്. ഓക്കെ, അറബിയിൽ പറയുമ്പോൾ നമ്രൂദ് ഫത്ഹ. അപ്പൊ നമ്രൂദ് എന്ന് പറയുന്നത് പഴയ ഇറാഖിലെ രാജാവായിരുന്നു. ആയിരക്കണക്കിന് വർഷങ്ങൾ മുമ്പുള്ള കാര്യമാണ്. ഇബ്രാഹിം അലൈഹി ഇസ്ലാം അദ്ദേഹത്തിന്റെ അടുത്ത് ദാവ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അള്ളാഹുവിലേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ അള്ളാഹുവിന്റെ മഹത്വം മനസ്സിലാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആളുകളെ നമ്മൾ അള്ളാഹുവിലേക്ക് ക്ഷണിക്കും. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഇബ്രാഹിം അലൈഹി ഇസ്ലാം അദ്ദേഹത്തിനോട് ദാവ ചെയ്തപ്പോൾ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചപ്പം ഈ വ്യക്തി നമ്രൂദ് എന്ത് ചെയ്യും? ഇബ്രാഹിം അലൈഹി ഇസ്ലാമായിട്ട് തർക്കം നടത്തില്ലേ. എന്താണ് ഈ ലോർഡ്, അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ദൈവം എന്ന് പറയുന്നത് എന്താണ്? എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം നമ്രൂദ് എന്താണ്? സ്വയം ദൈവമാണെന്ന് അവകാശപ്പെട്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. പഴയ കാലങ്ങളിലെല്ലാം പല കൾച്ചറുകളിലും പല സ്ഥലങ്ങളിലും അവരുടെ രാജാവായിരുന്നു ദൈവം. ഓക്കെ, വെറും ഒരു രാഷ്ട്രീയ നേതാവ് മാത്രമല്ല, ആളുകൾ ആരാധിച്ചിരുന്ന ദൈവങ്ങൾ കൂടിയായിരുന്നു രാജാക്കന്മാർ. ആളുകൾ അവരെ കുമ്പിടും അല്ലെ, ഏതെങ്കിലും ഒരു രീതിയിലുള്ള സുജൂദ് ചെയ്യും. അവരുടെ അടുത്താണ് അവരുടെ ആവശ്യങ്ങളൊക്കെ ചോദിക്കുക. ഫിറഔന്റെ കാര്യം നമുക്കറിയാം അല്ലെ, പലരും ഫിറഔനെ ദൈവമായിട്ടാണ് കരുതിയിട്ടുണ്ടായിരുന്നത്. അതേപോലെ നമ്രൂദും എന്താണ്? ഒരു ദൈവമായിരുന്നു. സുബ്ഹാനല്ലാഹ്. കാരണം അവർക്ക് ഫുൾ കൺട്രോൾ അവർക്കുണ്ടായിരുന്നു, ആളുകളുടെ മേലുള്ള. ആൾക്കാർക്ക് ചിന്തിക്കാൻ പോലും സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. സുബ്ഹാനല്ലാഹ്. എല്ലാം ഈ രാജാവിന്റെ കൺട്രോളിൽ ആയിരുന്നു.
അപ്പം എന്ത് രാജാവ് പറഞ്ഞാലും അവരതിനെ അനുസരിക്കും, ബ്ലൈൻഡ് ആയിട്ട് അതിനെ ഫോളോ ചെയ്യും. പലപ്പോഴും ഭീഷണിപ്പെടുത്തുകയും ചെയ്യും. രാജാവിനെ ഭയപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ, രാജാവിന് അനുസരണക്കേട് കാണിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ അത് ചെയ്യും, ഇത് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങളെ കൊന്നു കളയും എന്നൊക്കെ. അല്ലെങ്കിൽ ഈവൻ ഫിറഔന്റെ കാര്യത്തിൽ അല്ലെ, ഫിറഔൻ എന്താ പറഞ്ഞത്? അന റബ്ബുക്കുമുൽ അഅ്ല, അല്ലയോ ആൾക്കാരെ ഞാനാണ് നിങ്ങളുടെ ഏറ്റവും മഹാനായ ദൈവം എന്ന് പറയുന്നത് അല്ലെ. സുബ്ഹാനല്ലാഹ്. ഫിറഔന്റെ ആളുകള് അവര് ദൈവവിശ്വാസികളായിരുന്നു. പലതരത്തിലുള്ള ദൈവങ്ങളെ അവർ വിശ്വസിച്ചിരുന്നെങ്കിലും ഫിറഔനെ അവര് ദൈവത്തിന്റെ ഏതോ ഒരു അവതാരമായിട്ട്, സൂര്യഭഗവാന്റെയോ എന്തിന്റെ ഒരു അവതാരമായിട്ട് അവര് കണ്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ നമ്രൂദിന്റെ കാര്യത്തിലും നമ്രൂദിനെ അവന്റെ ആളുകള് ദൈവമായിട്ടാണ് കണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇബ്രാഹിം അലൈഹി സ്വലാം ആളുകളെ അള്ളാഹുവിലേക്ക് ക്ഷണിച്ചപ്പോൾ നമ്രൂദിന് അത് ഇഷ്ടപ്പെട്ടില്ല അല്ലെ. സുബ്ഹാനല്ലാഹ്. ഇതെന്താ ഇവിടെ വ്യത്യസ്തമായ ഒരു കാര്യം പറഞ്ഞത്? ഞാനിത് ഇതെല്ലാം ആൾക്കാരെ പഠിപ്പിച്ചു വെച്ചത് അല്ലെ, ഇവനിപ്പോ ആൾക്കാരെയൊക്കെ വഴിതെറ്റിക്കുമല്ലോ എന്നുള്ള ആ ഒരു ചിന്ത. അപ്പം എന്തായി അത് എനിക്കെതിരെ അല്ലെ, ആൾക്കാർക്ക് എനിക്കെതിരെ തിരിയല്ലോ, എന്നെ ഇബാദത്ത് ചെയ്യുന്നത്, എന്നെ വർഷിപ്പ് ചെയ്യുന്നത് ഇല്ലാണ്ടാക്കുമല്ലോ എന്ന് കണ്ടപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ഹാജ ഇബ്രാഹിമ ഫി റബ്ബിഹി, അവന്റെ റബ്ബിന്റെ കാര്യത്തില് ഇബ്രാഹിം അലൈഹി സ്വലാമുമായിട്ട് തർക്കം നടത്തി. സുബ്ഹാനല്ലാഹ്. എന്തുകൊണ്ടാണ് നമ്രൂദിന് അങ്ങനെ ഇബ്രാഹിം അലൈഹി സ്വലാമിനോട് അള്ളാഹുവിന്റെ കാര്യത്തിൽ തർക്കം നടത്താനുള്ള ധൈര്യം എങ്ങനെയാ കിട്ടിയത്? അൻ അള്ളാഹു അവന് നൽകിയത് കൊണ്ട്. എന്ത്? അൽ മുൽക്ക് അല്ലെ, സാമ്രാജ്യത്വം അല്ലെങ്കിൽ രാജഭരണം അവന് അള്ളാഹു കൊടുത്തത് കൊണ്ട്. നമ്രൂദിന് അള്ളാഹു കിങ്ഷിപ്പ് കൊടുത്തിട്ടുണ്ട് അല്ലെ, അവന്റെ കയ്യിൽ ഒരു രാജഭരണം ഉണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്. അവന് വളരെ വലിയൊരു പൊസിഷൻ സമൂഹത്തിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്. വലിയൊരു സ്റ്റേറ്റസ് ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് അവൻ വിചാരിച്ചു, ഞാനാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വ്യക്തി അല്ലെ, എന്നെ ആർക്കും തടുക്കാൻ പറ്റൂല, എന്നെക്കാളും പവർ ഉള്ളത് വേറെ ആരും ഇല്ല തന്നെ. സുബ്ഹാനല്ലാഹ്. സൂറത്ത് അലഖില് 6-7 ആയത്തുകളില് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇന്നൽ ഇൻസാന ലയത്വഗാ, നിസ്സംശയം മനുഷ്യൻ ധിക്കാരിയായി തീരുന്നു. തന്നെ സ്വയം പര്യാപ്തനായി കണ്ടതിനാൽ. സുബ്ഹാനല്ലാഹ്. അപ്പം ഇവിടെ മനുഷ്യന്മാരല്ലേ, ഞാൻ റിച്ച് ആണ്, സെൽഫ് സഫീഷ്യന്റ് ആണ്, ഓക്കെ, എനിക്ക് വേണ്ടതൊക്കെ എനിക്കുണ്ട് എന്നുള്ളത് കൊണ്ട് മനുഷ്യൻ ധിക്കാരിയായിട്ട് തീരാണ് അല്ലെ. അപ്പം ആൾക്കാർക്ക് തോന്നുന്നത്, ഓ നിസ്കരിക്കേണ്ട ആവശ്യമില്ല, ഞാൻ ഓക്കെയാണ് അല്ലെ, എനിക്ക് ആവശ്യമുള്ളതൊക്കെ ഞാൻ സമ്പാദിക്കുന്നുണ്ട്, ഞാൻ ഉണ്ടാക്കുന്നുണ്ട്, ഞാൻ അധ്വാനിച്ചിട്ടുണ്ട്, എനിക്ക് പൈസ ഉണ്ട്, എന്റെ കയ്യിൽ എനിക്കത് കിട്ടും, എനിക്കിത് കിട്ടും, അതുകൊണ്ട് അള്ളാന്റെ മുമ്പിൽ കുമ്പിടേണ്ട ആവശ്യമില്ല. നമ്മുടെയൊക്കെ ചുറ്റുപാട് പലർക്കും നമുക്കത് തോന്നാറുണ്ട് അല്ലെ. അവർക്ക് ഹജ്ജിന് പോകാൻ തോന്നില്ല, ഉംറക്ക് പോകാൻ തോന്നില്ല, കാരണം അവർ ഓൾറെഡി സെൽഫ് സഫീഷ്യന്റ് ആണ്, അവരുടെ എല്ലാ കാര്യങ്ങളും അവർ തന്നെ സമ്പാദിച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അള്ളാന്റെ മുമ്പിൽ ഒരു കുമ്പിടേണ്ട ആവശ്യം അവർക്ക് ആവശ്യമില്ല അല്ലെ. ദേ ആർ പെർഫെക്റ്റ്ലി ഫൈൻ. അള്ളാന്റെ അടുത്ത് യാചിക്കേണ്ട ആവശ്യം, മാപ്പ് ചോദിക്കേണ്ട ആവശ്യം അവർക്കില്ല. സുബ്ഹാനല്ലാഹ്. നോമ്പ് നോക്കേണ്ട ആവശ്യമില്ല, സദഖ കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം അവർ ഓക്കെയാണ്, അവരെല്ലാ കാര്യങ്ങളും അത് അവരുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ അതുകൊണ്ടാണ് ആളുകൾ ഈ അള്ളാഹിന്റെ ആജ്ഞകളെ ലംഘിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്നത്. കാരണം ഞാൻ ഗ്രേറ്റ് ആണ് അല്ലെ, ഞാൻ പവർഫുൾ ആണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഇത് തന്നെയാണ് ഇവൻ നമ്രൂദിന്റെ കാര്യത്തിൽ സംഭവിച്ചത്. ഇവൻ അത് ഒരു വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു നോട്ടില് നമ്മളൊക്കെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി ഞാൻ പറയാം. നമ്മളൊക്കെ ജീവിതത്തിൽ നമ്മളെ ബ്ലോക്ക് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ, സുബ്ഹാനല്ലാഹ്, നമ്മൾ അങ്ങേയറ്റം വിഷമിപ്പിക്കുന്ന ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ നമ്മൾ നിസ്കാരത്തിലേക്ക് ഓടി അടുക്കുന്ന ആൾക്കാരായിരിക്കും അല്ലെ. സുബ്ഹാനല്ലാഹ്. ബാങ്ക് കേൾക്കാൻ കാത്തിട്ടായിരിക്കും നമ്മൾ സുജൂദിൽ നിന്ന് നമ്മൾ എഴുന്നേൽക്കുകയേ ഇല്ല. പക്ഷെ നമ്മൾ ഓക്കെ ആയിട്ടുള്ള അല്ലെ, നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് നമ്മുടെ ജീവിതം അങ്ങനെ പോകുന്ന സാഹചര്യം ആകുമ്പോൾ നമ്മൾ എന്താവും? അല്ലെ, സെൽഫ് സഫീഷ്യന്റ് ആണ്, വലിയ കുഴപ്പമൊന്നും സംഭവിക്കാനില്ലല്ലോ അല്ലെ, കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ടാണ് പോകുന്നത്. അപ്പൊ നമ്മൾ നമ്മുടെ നമസ്കാരങ്ങളൊക്കെ ഒന്ന് ഡിലേക്ക് ആക്കിയിട്ട് സുബ്ഹാനല്ലാഹ് സുജൂദുകളൊക്കെ അല്ലെ ഇത്തിരി പെട്ടെന്നൊക്കെ പണി തീർത്ത് നമ്മളെ ബാക്കിയുള്ള നമ്മൾ ആ ഒരു സെൽഫ് സഫീഷ്യന്റ് ആയിട്ടുള്ള വേറെ കുറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങും. സുബ്ഹാനല്ലാഹ്. അപ്പം ഇവിടെ നമ്രൂദ് അവന്റെ കിങ്ഷിപ്പിൽ അല്ലെ, മുൽക്ക് അള്ളാഹു കൊടുത്ത മുൽക്കും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അധികാരത്തിലും അവൻ ചതിക്കപ്പെട്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ ഇബ്രാഹിം അലൈഹി സ്വലാമിനോട് തർക്കിക്കാനുള്ള ധൈര്യം ഉണ്ടായില്ലേ. ഇതുപോലെ ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു നമ്രൂദിന്റെ അടുത്ത്, റബ്ബി, എന്റെ റബ്ബ്, അല്ലദീ, യാതൊരുവൻ, യുഹ്യി, അവൻ ജീവിപ്പിക്കുന്നു, വയുമീതു, അവൻ മരിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പം നമ്രൂദ് പറഞ്ഞു ഞാൻ ദൈവമാണെന്ന് അല്ലെ. അപ്പൊ ഇബ്രാഹിം അലൈഹി സ്വലാം എന്താ പറഞ്ഞത്? നീ ഒന്നുമല്ല ദൈവം, ദൈവം ആരാണ്? അള്ളയാണ് അല്ലെ, ജീവിപ്പിക്കാനും മരിപ്പിക്കാനും കഴിവുള്ളവനാണ് എന്റെ റബ്ബ്. പക്ഷെ നമ്രൂദിന് അത് ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലെ. പക്ഷെ നമ്രൂദിന്റെ റെസ്പോൺസ് എന്തായിരുന്നു? അവൻ പറഞ്ഞു, അന ഉഹ്യി വ ഉമീതു, ഞാൻ ജീവിപ്പിക്കുന്നു മരിപ്പിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. എന്തൊരു അഹങ്കാരമാണ് അവൻ ആ കാണിക്കുന്നത് അല്ലെ. സുബ്ഹാനല്ലാഹ്. എന്തൊരു അഹങ്കാരത്തോട് കൂടിയുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഞാൻ ജീവിതവും മരണവും കൊടുക്കുന്നുണ്ട്. ശരിക്കും അൽ ഹയ്യൽ ഖയ്യൂം ആരാണ്? അള്ളയാണ് അല്ലെ.
പക്ഷെ നമ്രൂദ് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്, ഞാൻ ജീവിപ്പിക്കുന്നു മരിപ്പിക്കുന്നു എന്നുള്ളത്? അത് ഇങ്ങനെയാണ് പറയപ്പെടുന്നത്. ഒരു 2 പ്രിസണേഴ്സ്, അതായത് ജയിലിലുള്ള 2 ആളുകളെ കൊണ്ടുവരപ്പെടും. അപ്പോൾ അതിനകത്ത് ഒരാള് നമ്രൂദ് കൊല്ലാൻ വേണ്ടിയിട്ട് ആജ്ഞാപിക്കും, ഒരാളെ ജീവിക്കാനും വിടും. അപ്പം അവൻ പറയുന്നത് എന്താണ്, കണ്ടോ, ഞാൻ ഒരാൾക്ക് ജീവൻ കൊടുത്തു, ഒരാൾക്ക് മരണം കൊടുത്തു, അത്രയും പവർ എനിക്കുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കളവുകളൊക്കെ പറഞ്ഞിട്ട് അവൻ ആളുകളെ ചതിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആളുകൾ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ കാരണമാണ്, എന്റെ പവർ കാരണമാണ്, അല്ലെ? ആളുകൾ മരിക്കുന്നുണ്ടെങ്കിൽ അത് എന്റെ പവർ കാരണമാണ്. സുബ്ഹാനല്ലാഹ്. ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞിട്ട് ഇതുപോലെ അവൻ ആളുകളെ ചതിക്കാറുണ്ടായിരുന്നു. ഫിർഔനും ഇങ്ങനെയാണ് പറഞ്ഞത്, അല്ലെ? സൂറത്ത് ഖസസിലെ 38-ാമത്തെ ആയത്തില് അലിംതു ലക്കും മിൻ ഇലാഹിൻ ഗൈരിഹി, ഞാൻ എന്നെ അല്ലാത്ത, അല്ലെ, എന്നെ കൂടാത്ത വേറൊരു ദൈവം ഉള്ളതായിട്ട്, ഇലാഹ ഉള്ളതായിട്ട് എനിക്ക് അറിയൂല. സുബ്ഹാനല്ലാഹ്. എനിക്കറിയുന്ന ഒരേ ഒരു അള്ളാഹ് ഞാനാണ്. അതേപോലെ നമ്രൂദ് പറയണ അനഹീ വ ഉമീത്, ഞാൻ ജീവിപ്പിക്കുന്നു മരിപ്പിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് മനസ്സിലായി ഇക്കാര്യം ഇപ്പൊ ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ല. വേറൊരു തെളിവ് കൊടുക്കണം. അല്ലെ, ഇബ്രാഹിം പറഞ്ഞു ഫഇന്നല്ലാഹ, നിശ്ചയമായും അള്ളാഹു യഅതി, അവൻ വരുന്നു, ബിശംസ്, സൂര്യനെയും കൊണ്ട്. അതാ ബി എന്ന് പറഞ്ഞാൽ കൊണ്ടുവരിക, വന്നു, അതാബി എന്ന് പറഞ്ഞാൽ കൊണ്ടുവരിക. അപ്പം യഅതി ബിശംസ്, അവൻ സൂര്യനെ കൊണ്ടുവരുന്നു, മിനൽ മശ്രിഖൈൻ, കിഴക്ക് നിന്ന്. ഓക്കെ, അപ്പൊ അള്ളാഹു സൂര്യനെ കിഴക്ക് ഉദിപ്പിക്കുന്നുണ്ട്. അപ്പൊ നീ ദൈവമാണെങ്കിൽ ഫഅതി, എന്നാൽ നീ കൊണ്ടുവര്, ബിഹ, അതിന്, മിനൽ മഗ്രിബ്, നീ പടിഞ്ഞാറ് നിന്നൊന്ന് കൊണ്ടുവര്. നീ ദൈവമാണെന്ന് പറയുന്നുണ്ടെങ്കിൽ അള്ളാഹ് അതിന് കിഴക്കുന്ന് കൊണ്ടുവരുന്നുണ്ട്, നീ അതിനൊന്ന് പടിഞ്ഞാറുന്ന് കൊണ്ടുവര്. അപ്പൊ നമ്രൂദ് അവിശ്വസിച്ചവൻ ബുഹിത്തായി പോയി. ബുഹിത്ത് എന്ന് പറഞ്ഞാൽ അസ്റ്റോണിഷ്മെന്റ്, ആകെ കൂടെ എന്താ പറയാ, സംഭ്രമിച്ചു പോയി. ഒരു മറുപടി പറയാനില്ലാണ്ട് വായൊക്കെ അടച്ചിട്ട് സ്പീച്ച്ലെസ് ആയിട്ട് നിന്നുപോയി. സുബ്ഹാനല്ലാഹ്. അപ്പം ഒരു വ്യക്തി ഷോക്ക്ഡ് ആവുമ്പോ, അല്ലെ, മറുപടി ഇതിന് പിന്നെ എന്താ പറയാന്നുള്ള രീതിയിൽ ഒരു വാക്കും വരാതെ വായ തുറക്കാൻ പറ്റാതെ നിൽക്കുന്നവനാണ് ബുഹിത്ത് എന്ന് പറഞ്ഞത്. ഇനിയിപ്പൊ ഞാൻ എന്താ പറയാ, അവന് പ്രത്യേകിച്ചൊന്നും പറയാൻ ഉണ്ടായില്ല, അല്ലെ? അവനെ സ്വയം ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവന്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. ബുഹിത്ത് അല്ലദീ കഫർ, അവിശ്വസിച്ചവൻ, അതായത് നമ്രൂദ്. വല്ലാഹു ലാ യഹ്ദി ഖൗമൽ ളാലിമീൻ, അള്ളാഹു എന്താണ്, ദുൽമ ചെയ്യുന്ന, അല്ലെ, അനീതി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഹിദായത്ത് കൊടുക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്. ഇവിടെ എന്താ നമ്മൾ കാണുന്നത്, നമ്രൂദ് അവനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് കിങ്ഷിപ്പ്, അല്ലെ, രാജ്യത്ത് മുൽക്ക് കൊടുത്ത് അനുഗ്രഹിച്ചിട്ടുണ്ട്. അതിന് പുറമെ അള്ളാഹു അവന് ഹിദായത്തിന് വേണ്ടിയിട്ട്, അല്ലെ, ഇബ്രാഹിം അലൈഹിസ്ലാമിലൂടെ അള്ളാഹു അവന് ഹിദായത്ത് കൊടുക്കുകയാണ്, വിളിക്കുകയാണ്, നീ അള്ളാഹുലേക്ക് വാന്ന്. പക്ഷെ നമ്രൂദ് തന്നെ എന്താണ്, ഒരു താവൂത്തായിരുന്നു, അല്ലെ? സുബ്ഹാനല്ലാഹ്. ആളുകളെ നമ്രൂദിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരുന്ന, തിന്മയിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരുന്ന, അവനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ക്ഷണിച്ചുകൊണ്ടിരുന്ന ഒരു താവൂത്തായിരുന്നു. മറ്റുള്ളവരെ അവനെ അനുസരിപ്പിക്കുകയും അവനെ ഫോളോ ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നു. അപ്പം അവന് ഒരു താവൂത്തിന് അടിമപ്പെട്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അവന്റെ മുമ്പിൽ സത്യം എത്തിയിട്ട് പോലും അവൻ അതിനെ മനസ്സിലാക്കാൻ പറ്റിയില്ല, അവൻ സ്വീകരിക്കാൻ പറ്റിയില്ല. എന്തുകൊണ്ടാ? അവൻ താവൂത്തിലേക്ക് തിരിഞ്ഞത് കൊണ്ട്. അവൻ വഴികേടിലായിരുന്നു, അല്ലെ? സുബ്ഹാനല്ലാഹ്. നൂറിലാവായിരുന്നു അവൻ, അല്ലെ? 100 അവന് കൊടുത്തിട്ടുണ്ട്, വെളിച്ചം അവന് കൊടുത്തിട്ടുണ്ട്, സത്യം കൊടുത്തിട്ടുണ്ട്. എന്നാലും താവൂത്തിലേക്ക് തിരിഞ്ഞത് കൊണ്ട് അവനെ സ്വീകരിക്കാൻ പറ്റിയില്ല. ഡാർക്ക്നെസ്സിലേക്ക്, ദുലുമാത്തിലേക്ക് പോയി. സുബ്ഹാനല്ലാഹ്. താവൂത്ത് അവനെ സ്വാഭാവികമായിട്ടും ഇരുട്ടിലേക്ക് കൊണ്ടുപോകും, അല്ലെ? സുബ്ഹാനല്ലാഹ്. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് സത്യം സ്വീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവർ ഏറ്റവും മോശപ്പെട്ട തർക്കങ്ങളും വാദങ്ങളും അനാവശ്യമായ തെളിവുകളും ചോദ്യങ്ങളും ഒക്കെ ആയിട്ട് വരും. സത്യം എത്ര ക്ലിയർ ആണെങ്കിലും അവരതിനെ സ്വീകരിക്കില്ല. അത് തന്നെയാണ് നമ്രൂദിന്റെ കേസിലും സംഭവിച്ചത്. നമ്മുടെയൊക്കെ കേസിൽ നമുക്ക് എന്തെങ്കിലും ചെറിയ തോതിലെങ്കിലും നമ്മൾ ഒരു താവൂത്തിനെ പിന്തുടരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സത്യങ്ങൾ നമ്മളിൽ നിന്ന് അകന്നു പോകും. വെളിച്ചത്തിലുള്ള നമ്മൾ ഇരുട്ടിലേക്ക് പോകും. നമ്മൾ പഠിച്ചത് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല. ആവശ്യത്തിനുള്ള, ഞാൻ കഴിഞ്ഞ ദിവസം ആദൽ കുർസിന്റെ കാര്യത്തിൽ പറഞ്ഞല്ലേ, ഇതിനൊക്കെ ആഴങ്ങൾ ഇനിയും ഉണ്ട്. ഭാരം ഏറിയതാണ് ആദൽ കുർസിയും അല്ലാഹുവിന്റെ ഇസ്മുകളും ഒക്കെ. അത് മനസ്സിലാക്കണം, ശരിയായ രീതിയിൽ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അർഹത ഉണ്ടാക്കിയെടുക്കണം അതിനെ. അത് നമ്മൾ പഠിച്ച അൽമകളെ അമലാക്കാൻ വേണ്ടിയിട്ട്. അതെങ്ങനെയാ നമുക്ക് പറ്റുക? എല്ലാ താവൂത്തുകളിൽ നിന്നും നമ്മൾ തിരിഞ്ഞു നിൽക്കണം. നമ്മൾ അള്ളാഹുവിൽ നിന്ന് അകറ്റുന്ന എല്ലാ താവൂത്തുകളിൽ നിന്നും നമ്മൾ തിരിഞ്ഞു നിൽക്കണം. അതിന് ബോധപൂർവമായിട്ടുള്ള എഫേർട്ട് നമ്മൾ ഇടണം, നമ്മൾ ദുആ ചെയ്യണം. അപ്പം ഈ ഒരു ആയത്തിൽ നിന്നുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ലെസൺസും കൂടെ പറഞ്ഞിട്ട് നിർത്താം. ഇവിടെ ഇബ്രാഹിം അലൈഹി ഇസ്ലാം നമ്രൂദിനെ
ദാവ ചെയ്യുമ്പോൾ അല്ലെ ദാവ ചെയ്യായിരുന്നു. അപ്പം എന്തിലേക്കാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാം വിളിച്ചത്? അള്ളാഹു സുബ്ഹാനഹു തആലയിലേക്കാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. നമ്മൾ സാധാരണഗതിയിൽ ആളുകളായിട്ട് ദാവ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാ ദാവ ചെയ്യാം? അവർ ചെയ്യുന്ന കാര്യങ്ങളിലെ തെറ്റുകൾ പറയാ, ചൂണ്ടിക്കാണിക്കുക, അവരെ കൾച്ചറിനെ ചൂണ്ടിക്കാണിക്കുക അല്ലെ. അതല്ലേ നമ്മൾ ചെയ്യാറ്. നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യും, നിങ്ങൾ അത് ചെയ്യുന്നില്ല, കണ്ടോ, നിങ്ങൾ കണ്ടോ ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നത് അല്ലെ, എന്തൊരു വെഡിത്താണത്, നിങ്ങൾ മുസ്ലിംസ് ആവണം. ഇതെല്ലാം ദാവ ചെയ്യുന്ന രീതി അല്ലെ. സുബ്ഹാനല്ലാഹ്. ഇനിയിപ്പോ നമ്മള് ചിലപ്പോൾ മുസ്ലിങ്ങളുമായിട്ടൊക്കെ സംസാരങ്ങളും ഡിബേറ്റുകളും ഒക്കെ വരുമ്പോൾ നമ്മൾ കൂടുതലും സംസാരിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അവരുടെ അടുത്ത് ഇമ്പോസ് ചെയ്യാൻ അല്ലെങ്കിൽ അവരുടെ അടുത്ത് ഉൾക്കൊള്ളിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇസ്ലാമില് സ്ത്രീകൾക്ക് ശരിക്കും ഭയങ്കര അവകാശമാണ്, സ്ത്രീകളും പുരുഷന്മാരും ശരിക്കും ഇസ്ലാമിൽ തുല്യരാണ്, അല്ലെങ്കിൽ ഇസ്ലാമിലെ അനന്തരാവകാശ സ്വത്ത് എന്ന് പറയുന്ന സിസ്റ്റം ഭയങ്കര ബെസ്റ്റ് ആണ്. സുബ്ഹാനല്ലാഹ്. അത് ഇസ്ലാമിന് എത്ര ബെസ്റ്റ് റിലീജൻ ആണെന്ന് അവരെ മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിച്ചാലും അവർക്ക് തൗഹീദ് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ, അവരെ അള്ളാഹുലേക്ക് ക്ഷണിച്ച് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അതിന്റെ മേലെയുള്ളതൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ആളുകളെ ദാവ ചെയ്യുമ്പോൾ അവരെ അള്ളാഹുലേക്കാണ് ക്ഷണിക്കേണ്ടത്. ഇവിടെ ഇബ്രാഹിം അലൈഹി ഇസ്ലാം ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ, ഒരു സോഷ്യൽ ഇഷ്യൂ അല്ല ഡിസ്കസ് ചെയ്തത് അല്ലെ. നമ്രൂദ് അവിടെ ആളുകളെ ഒരുപാട് പീഡിപ്പിക്കുന്നുണ്ട്, ഒപ്പസ് ചെയ്യുന്നുണ്ട്, ആളുകൾക്ക് ഉപദ്രവം വരുത്തുന്നുണ്ട്, കളവ് പറയുന്നുണ്ട്, ചതിക്കുന്നുണ്ട്. ഇതൊന്നും അല്ല ഇബ്രാഹിം അലൈഹി ഇസ്ലാം അവിടെ പറഞ്ഞത് അല്ലെ. ഇബ്രാഹിം അലൈഹി ഇസ്ലാം ഡയറക്റ്റ് പോയിന്റിലേക്ക് വന്നു. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു, ഇതിലേക്കാണ് ആളുകളെ ക്ഷണിക്കേണ്ടത്. സുബ്ഹാനല്ലാഹ്. പലപ്പോഴും നമ്മൾ നമ്മളുടെ മക്കളുടെ കാര്യത്തിലും കുടുംബങ്ങളുടെ കാര്യത്തിലും ഒക്കെ നമ്മൾ വരീഡാകാറുണ്ട്. സുബ്ഹാനല്ലാഹ്. അവരുടെ നമസ്കാരം, അവരുടെ വസ്ത്രധാരണം, അവരുടെ നോമ്പ് അല്ലെ, സുബ്ഹാനല്ലാഹ്, അവരുടെ പഴകലുകൾ മറ്റുള്ളവരുമായിട്ടുള്ള അത് തെറ്റാണ്, ഇത് തെറ്റാണ്, അത് തിരുത്തണം, ഇത് തിരുത്തണം, അത് അവര് നമ്മൾ പറയുന്നത് കേൾക്കുന്നില്ല. പക്ഷെ അവരുടെ ഉള്ളിലുള്ള വിശ്വാസം, ഈമാൻ, തൗഹീദ് വീക്കാണെങ്കിൽ, അവര് അള്ളാഹുവിന്റെ മഹത്വം മനസ്സിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, അവർ അള്ളാഹു ലാ ഇലാഹ ഇല്ലാഹു എന്നുള്ളത് ശരിയായ രീതിയിൽ മനസ്സിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ മേലുള്ള ഒരു കാര്യം പറഞ്ഞാലും അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. പക്ഷെ ഇത് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ അവർ ബാക്കിയുള്ളതിനൊക്കെ ഫോളോ ചെയ്തുകൊള്ളും. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഇവിടെ തുടക്കത്തിൽ പറഞ്ഞു വെച്ച ഒരു കാര്യം ഉണ്ടല്ലേ, ലാ ഇക്റാഹ ഫിദ്ദീൻ. അപ്പൊ നമുക്ക് നമ്മളെ മക്കളെ നിർബന്ധിക്കാമോ? ശരിക്കും നമ്മൾ ലാ ഇക്റാഹ ഫിദ്ദീൻ എന്ന് പറയുന്ന അവിടെ നമ്മൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന്, ഇസ്ലാം സ്വീകരിക്കുന്നതിന് നമുക്ക് നിർബന്ധം ചെലുത്താൻ പറ്റില്ല, പക്ഷെ സ്വീകരിച്ചു കഴിഞ്ഞവർക്ക് എന്താണ് അതിലുള്ള കർമ്മങ്ങൾ, കാര്യങ്ങൾ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നിർബന്ധം ചെലുത്തണം, നിർബന്ധിക്കണം എന്നാണ്. പക്ഷെ സത്യം പറയുകയാണെങ്കിൽ നമ്മുടെ മക്കളൊക്കെ ജന്മം കൊണ്ട് ഇസ്ലാമായി പോയവരാണ് അല്ലെ. സുബ്ഹാനല്ലാഹ് അല്ലെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾ പറഞ്ഞു പഠിപ്പിച്ചത് കൊണ്ട് ഏറ്റു പറയുന്നവരാണ്. പക്ഷെ അവരുടെ ഉള്ളിലൊന്നും വിശ്വാസം എവിടെയില്ല, എവിടെ എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അവർ കർമ്മങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് നമ്മൾ അവരുടെ വിശ്വാസത്തിന് കൂടുതൽ ഭംഗി കൊടുത്ത്, കൂടുതൽ ആഴം കൊടുക്കാതെ കർമ്മങ്ങളുടെ പേരിൽ നമ്മൾ എത്ര നിർബന്ധം ചെലുത്തുമ്പോഴും നമ്മൾ ഹിക്മത്തില്ലാതെ പ്രവർത്തിക്കുന്നവരാണ്. അപ്പൊ അവിടെ ശരിക്കും നമ്മൾ ആ ഹിക്മത്തിനെ നമ്മൾ കൊണ്ടുവരണം. സുബ്ഹാനല്ലാഹ്. ഇവിടെ ഇബ്രാഹിം അലൈഹി ഇസ്ലാം നമ്രൂദിന്റെ അടുത്ത് നടത്തിയ ആ വാദപ്രതിവാദം എന്തൊരു വൈസ് ആയിട്ടുള്ളതാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. ഒരിക്കലും ഇബ്രാഹിം അലൈഹി ഇസ്ലാം ഈ കിട്ടിയ ചാൻസ് ഉപയോഗിച്ച് നമ്രൂദിനെ ഇകഴ്ത്തിയിട്ടില്ല, ഡിഗ്രേഡ് ചെയ്ത്, ഇൻസൾട്ട് ചെയ്ത്, ഹ്യൂമിലിയേറ്റ് ചെയ്ത് സംസാരിച്ചിട്ടില്ല. നീ മോശക്കാരനാണ്, നീ അങ്ങനെ ചെയ്തവനാണ്, ഇങ്ങനെ ചെയ്തവനാണെന്ന് ഒന്നും പറഞ്ഞിട്ടില്ല. പകരം എന്താ ചെയ്തത്? നമ്രൂദിനെ കൊണ്ട് ചിന്തിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു അല്ലെ. എന്റെ റബ്ബ് അവൻ ജീവനും മരണവും കൊടുക്കുന്നവനാണ്. സുബ്ഹാനല്ലാഹ്. നീ വലിയ ആള്, നീ അത് ചെയ്യുന്നൊന്നുമില്ലല്ലോ, അല്ലെങ്കിൽ നീ ജീവിപ്പിക്കുന്നില്ലല്ലോ, നീ മരിപ്പിക്കുന്നില്ലല്ലോ എന്നല്ല പറഞ്ഞത്. അല്ലെങ്കിൽ കണ്ടോ, ഞാൻ ഭയങ്കര സംഭവമാണ്, ഞാൻ ഇത് ചെയ്യുന്നുണ്ട്, ഞാൻ അത് ചെയ്യുന്നുണ്ട് നല്ല പറഞ്ഞത് അല്ലെ. സുബ്ഹാനല്ലാഹ്. പകരം എന്റെ റബ്ബ് അല്ലെ, അവനാണ് സൂര്യനെ കിഴക്ക് നിന്ന് കൊണ്ടുവരുന്നവൻ, നീ പടിഞ്ഞാറ് നിന്ന് കൊണ്ടുവരും. അവിടെ ചിന്തയാണ് വിട്ടുകൊടുത്തത്. സത്യം മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചതാണ്. അല്ലാതെ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ തോൽപ്പിക്കാനോ, ഞാൻ ശരിയാണെന്ന് വരുത്താനോ, അവനെ ഇൻസൾട്ട് ചെയ്യാനോ, അവനെ ഹ്യൂമിലിയേറ്റ് ചെയ്യാനോ ശ്രമിച്ചതല്ല. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നഹ്ൽ 125-ാമത്തെ ആയത്തിൽ പറയുന്നു, വജാദിൽഹും ബില്ലതി ഹിയ അഹ്സൻ. നിങ്ങൾ എന്താണ് അവരുമായിട്ട് ഏറ്റവും അഹ്സനായ രീതിയിൽ ആർഗ്യൂ ചെയ്യാം, ഏറ്റവും ബെസ്റ്റായ രീതിയിൽ. സുബ്ഹാനല്ലാഹ്. പക്ഷെ നമ്മൾ ആളുകളെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുന്ന നിമിഷം അവർ ഡിഫെൻസീവായി മാറും. അതായത് പൊതുവെ നമ്മളിപ്പോ മക്കളുടെ അടുത്തൊക്കെ അവരെ കുറ്റങ്ങളും കുറവുകളും ചൂണ്ടിക്കാണിച്ച് എടുത്തു പറഞ്ഞ്, മക്കളെന്നല്ല ആര് നമ്മളെ കുടുംബത്തിലൊക്കെ നമ്മൾ ദാവ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ചൂണ്ടിക്കാണിക്കലിന്റെ ആൾക്കാരല്ലേ. കുറ്റങ്ങൾ ഈവൻ നമ്മുടെ സ്റ്റാറ്റസുകൾ അത്രയും നിങ്ങളൊന്ന് വെറുതെ ഒരു ദിവസം ഇങ്ങനെ സ്റ്റാറ്റസുകളിലൂടെ കടന്നു പോയി നോക്ക്. നമ്മൾ പുറത്തേക്ക് കൊടുക്കുന്ന ഔട്ട്ലുക്ക് എന്താ? നമ്മളെ സ്റ്റാറ്റസ് കാണുന്ന മുസ്ലിമും അമുസ്ലിമും ആയ ആളുകൾ കാണുന്നത് അത്രയും എന്താണ്? അവരെ കുറ്റപ്പെടുത്തുന്നതാണ് അല്ലെ.
നാളെ നമ്മുടെ സ്റ്റാറ്റസ് അവർക്ക് നോക്കാനേ തോന്നൂല, അല്ലെ? നമുക്ക് തിരുത്താനാണ് ഇഷ്ടം. എപ്പോഴും നമ്മളെ അറ്റാക്ക് ചെയ്യുമ്പോൾ ആളുകൾ ഉള്ളിൽ ഡിഫെൻസീവ് ആയിരിക്കും. നമ്മളെ പോലും നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റിന് ഒരാൾ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് അവർ പറയുന്നതിന് കൂടുതൽ കേൾക്കാൻ തോന്നില്ല. പക്ഷെ ഇപ്പൊ നമ്മൾ ഈ തിരുത്തലുകളൊക്കെ നമ്മൾ കേൾക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാം? ഈ ക്ലാസ്സിൽ ഇരുന്നിട്ടൊക്കെ നമ്മളുടെ ഉള്ളിൽ അൽഹംദുലില്ലാ ആ ഒരു ഈമാന്റെ വിത്ത് മെല്ലെ മെല്ലെ വളർന്നു തുടങ്ങിയത് കൊണ്ടാണ്. അപ്പൊ നമ്മൾ ഈ വിത്തില്ലാത്ത ആളുകളെ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവര് നേരെ തിരിഞ്ഞു നിൽക്കും. ചിലപ്പോൾ അവര് പേടിച്ചിട്ടോ സാഹചര്യം കൊണ്ടോ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, അവർ ഹൃദയം കൊണ്ട് തിരിഞ്ഞു നിൽക്കും, ചെവി കൊണ്ട് കേൾക്കുന്നുണ്ടാവും. അതായിരിക്കും മിക്കവാറും വീടുകളിലൊക്കെ നമ്മളൊക്കെ വീടുകളിൽ സംഭവിക്കുന്നത്. അതുകൊണ്ട് അറ്റാക്ക് ചെയ്യാതിരിക്കാൻ ശ്രമിക്കാം. അതുപോലെ ഞാൻ ശരി ഞാൻ ശരി ഞാൻ ശരി, നീ തെറ്റ് നീ തെറ്റ് നീ തെറ്റ് മോഡിൽ നിന്ന് മാറുക. അവരെ ചിന്തിപ്പിക്കാൻ ശ്രമിക്കുക, ക്വസ്റ്റ്യൻ ചെയ്യാൻ ശ്രമിക്കുക. അവരുടെ പ്രശ്നങ്ങളിൽ അവർക്ക് സൊല്യൂഷൻ അവർ തന്നെ ചിന്തിച്ച് കണ്ടെത്തുന്ന പോലെയുള്ള ടിപ്സ് ഇട്ട് കൊടുക്കുക അവരുടെ ജീവിതത്തിലേക്ക്. സുബ്ഹാനല്ലാഹ്. പ്രത്യേകിച്ച് ഇതൊരു ഓണം സീസൺ ആണ്, അല്ലെ? ആളുകളുടെ അടുത്ത് വേഗം നിങ്ങൾ കണ്ടോ, കാഫിറുകളെ അനുകരിക്കുകയാണ് ശക്തമായിട്ട് അത് പറയുന്ന ക്ലാസ്സുകളും സ്റ്റാറ്റസുകളും ആയിരിക്കും ഫുള്ള് നമ്മുടെയൊക്കെ സ്റ്റാറ്റസിനകത്ത് ഉണ്ടാവും, അല്ലെ? അവര് ചെയ്യുന്ന തെറ്റ്, നിങ്ങൾ ചെയ്യുന്നത് ഹറാമാണ്, അത് ഹറാം, ശരിയാണ്, ഹറാമെന്നൊക്കെ പറയണം. പക്ഷെ ഈമാൻ ഇല്ലാത്ത, ലാ ഇലാഹ ഇല്ലല്ലാഹ് പേര് കൊണ്ട് മാത്രം, അല്ലെങ്കിൽ ഒരു വിശ്വസിച്ച ഉമ്മക്കും വാപ്പക്കും ജനിച്ചത് കൊണ്ട് മാത്രം മുസ്ലിം ആയവരുടെ അടുത്ത് ഇത് പറഞ്ഞിട്ട് ഹറാമും ഹലാലും പറഞ്ഞിട്ട് എന്താ കാര്യം? സുബ്ഹാനല്ലാഹ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇബ്രാഹിം അലൈഹി ഇസ്ലാം നമ്രൂദിന്റെ അടുത്ത് എന്തൊക്കെ പറയാനായിരുന്നു, അല്ലെ? ആളുകളെ പീഡിപ്പിക്കുന്ന കാര്യം മാത്രം പറഞ്ഞാൽ മതി. പക്ഷെ ഇവിടെ ഇബ്രാഹിം അലൈഹി ഇസ്ലാം അവർ ചിന്ത ഇട്ട് കൊടുക്കാണ്, ക്വസ്റ്റ്യൻ ചെയ്യിപ്പിക്കാണ്, സ്വയം ക്വസ്റ്റ്യൻ ചെയ്യിപ്പിക്കുകയാണ്, അല്ലെ? അപ്പം അതുപോലെ നമ്മളുടെ ഓരോ ദാവകളും ഇപ്പം പ്രത്യേകിച്ച് ഓണത്തിന്റെ കാര്യം പറയുമ്പോൾ എന്തിന് നമ്മൾ ഇത് ചെയ്യുന്നു എന്നുള്ള ചിന്ത അവരുടെ ഉള്ളിൽ ഇട്ട് കൊടുക്കുന്ന രീതിയിൽ സറ്റിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഓക്കെ. എന്തിന് ഒരു മുസ്ലിമിനെ പോലെ വസ്ത്രം ധരിക്കുന്നു, എന്തിന് ഒരു മുസ്ലിമിനെ പോലെ പൂക്കളമിടുന്നു എന്ന് അവരെ സ്വയം ചിന്തിപ്പിക്കുന്ന രീതിയിൽ അവർക്ക് ദാവ ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് അവർ സ്വയം മനസ്സിലാക്കുന്ന രീതിയിൽ, ഓ ഇത് ശരിയാണല്ലോ, ഞാൻ എന്തിനാ ഇതിന് സമയം കളഞ്ഞേന്ന് അവർക്ക് ചിന്ത വരുന്ന രീതിയിലുള്ള, ഹിക്മത്ത് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ദാവ നടത്താൻ ശ്രമിക്കും. സത്യം വേണ്ടവർക്ക് സത്യം വേണം എന്ന് ഒരാൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അവരത് അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സത്യം കാണിച്ചു കൊടുക്കും. അവർ ജെന്യുവൻ ആയിട്ട് അത് സീക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരത് ഫൈൻഡ് ചെയ്യുകയും ചെയ്യും. പക്ഷെ നമ്മളുടെ താല്പര്യം ഞാൻ ഇന്ന് പറഞ്ഞിട്ട് നാളെ അവരത് അനുസരിക്കണം എന്നുള്ള ഒരു തരം വാശി, എന്തോ ഒരു ഹരമാണ്, എന്നിട്ട് അവർ അനുസരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നടക്കല്. പക്ഷെ ജെന്യുവൻ ആയിട്ട് നമുക്ക് അവർക്ക് അത് കിട്ടണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ശരിക്കും അവർ സ്വീകരിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ ചിന്തിക്കുമായിരുന്നു. സുബ്ഹാനല്ലാഹ്. സത്യം വേണ്ടാത്തവർക്ക് അവരിനി അത് അന്വേഷിച്ച് പോവുകയില്ല, അത് കിട്ടുകയില്ല, അതിന് നമുക്കൊന്നും ചെയ്യാനും പറ്റൂല, അല്ലെ? നമുക്ക് അതിന് റെസ്പോൺസിബിലിറ്റിയും ഇല്ല. പക്ഷെ നമ്മളെ കൊണ്ട് ഒരാളെ സത്യം എന്താണെന്ന് ചിന്തിപ്പിക്കാൻ പറ്റിയാൽ അൽഹംദുലില്ലാഹ്, കാരണം ബാക്കി റബ്ബ് കൊടുത്തോളും. അത്ര തന്നെ നമ്മുടെ മക്കളുടെ കാര്യത്തിലുള്ളൂ. ഓക്കെ. ഇനി വേറൊരു ലെസൺ എന്ന് പറയുന്നത്, പലപ്പോഴും നമ്മൾ ഇതുപോലെയുള്ള ഡിസ്കഷൻസ് ഒക്കെ വരുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ സ്റ്റക്ക് ആയിരിക്കും. അവർ അതിന്റെ പേരിൽ നമ്മൾ ഉദ്ദേശിച്ചത് എല്ലാത്തിനും ഒന്നും മാറി 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 വേറെ ലെവലിലെ ഡിസ്കഷൻസ് പോകാറുണ്ട്. പ്രത്യേകിച്ച് ദാവയുടെ കാര്യത്തിലൊക്കെ ആവുമ്പോൾ സുബ്ഹാനല്ലാഹ്, നമ്മൾ എന്തെങ്കിലും ഒരു പ്രത്യേക രീതിയിൽ ഉദ്ദേശിച്ചിട്ടായിരിക്കും, പക്ഷെ അത് അവർ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യും. ഓക്കെ. എന്നിട്ട് ചിലപ്പോൾ അവർ മനഃപൂർവ്വമായിരിക്കും അവർ അതിന് വേറൊരു അർത്ഥം കൊടുത്ത് വേറെ രീതിയിൽ സംസാരിക്കും. ഇവിടെ ഇബ്രാഹിം അലൈഹി ഇസ്ലാം അള്ളാഹു ജീവിതവും മരണവും കൊടുക്കുന്നു, അല്ലെ, യുഹ്യി വ യുമീത്ത് എന്ന് പറഞ്ഞപ്പോൾ ഇബ്രാഹിം അലൈഹി ഇസ്ലാം നമ്രൂദ് ചെയ്യുന്നത് പോലെ അള്ളാഹ് ഒരാളെ ജീവിക്കാൻ വിടുകയും ഒരാളെ കൊല്ലുകയും ചെയ്തിട്ട് ജീവനും മരണം കൊടുക്കുന്നു എന്നല്ല പറഞ്ഞത്, അല്ലെ? അള്ളാഹു ഫ്രഷായിട്ട് ഒരാൾക്ക് റൂഹ് കൊടുക്കുന്നവനും, അല്ലെ, റൂഹ് പിടിക്കുന്നവനും റബ്ബാണെന്നാ പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. പക്ഷെ നമ്രൂദ് അതിനെ വേറൊരു അർത്ഥത്തിലേക്ക് എടുത്തു, അല്ലെ? സുബ്ഹാനല്ലാഹ്. ഇബ്രാഹിം അലൈഹി ഇസ്ലാം പറഞ്ഞതിൽ നിന്ന് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു രീതിയിൽ അത് ഓഫ് ട്രാക്ക് ആയിട്ട് പോയി. നമ്മളാണെങ്കിൽ പിന്നെ അതിന്റെ മുകളിൽ പറഞ്ഞ് അത് അടിയായി, അല്ലെ? അതവിടെ നിർത്താൻ നമ്മളെ കൊണ്ട് പറ്റൂല. ഞാൻ പറഞ്ഞ പോയിന്റിലേക്ക് എത്തണം. ഇബ്രാഹിം അലൈഹി ഇസ്ലാം എന്ത് ചെയ്തു? അതിനെ കുറിച്ച് കൂടുതൽ സംസാരിച്ചു ഇല്ല, സ്വിച്ച് ചെയ്തു, അല്ലെ? വേറൊരു പ്രൂഫ് കൊണ്ടുവന്നു. സുബ്ഹാനല്ലാഹ്. കാരണം ഇത് എന്റെ സമയത്തിന് വേർത്തല്ല ഇതുപോലെയുള്ള തർക്കങ്ങൾ. ഇബ്രാഹിം അലൈഹി ഇസ്ലാം വേറെ തന്നെ ഒരു തെളിവ് അവിടെ കൊണ്ടുവന്നു, സൂര്യനെ കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്ക് കൊണ്ടുവരാൻ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ ഒന്നില് സ്റ്റക്കായി കഴിയുമ്പോൾ നമ്മൾ എവിടെ എത്തൂല. ഒരുപാട് ലെസൺസ് ഉണ്ട്. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ ഉൾക്കൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ്, പ്രാവർത്തികമാക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും തരട്ടെ. എല്ലാ രീതിയിലും നമ്മളുടെയൊക്കെ ജീവിതത്തിലുള്ള താവൂത്തുകളിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള തൗഫീഖ്. കാരണം നമുക്ക് എല്ലാവരും അവനവന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും മനസ്സിലാവും നമ്മുടെ ജീവിതത്തിലൊക്കെ താവൂത്ത് എന്താണെന്ന്. സുബ്ഹാനല്ലാഹ്.
അതിൽ നിന്ന് നമ്മൾ എത്രയും അകലാൻ ശ്രമിക്കുന്നുവോ അത്രയുമാണ് നമുക്ക് ഞാൻ കഴിഞ്ഞ ആദ്യ കോഴ്സിൽ പറഞ്ഞ പോലെ അടുത്ത ലെവലിൽ എൽമ കിട്ടുന്നത്. ഓരോ കിട്ടിയ എൽമിനെ നമുക്ക് അമലാക്കി മാറ്റാൻ പറ്റുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും തരട്ടെ. ആമീൻ. اللهم إني عبدك ابن عبدك ابن أمتك ناصيتي بيدك ماض في حكمك عدل في قضاءك أسألك بكل اسم هو لك سميت به نفسك أو أنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب. اللهم اغفر للمسلمين والمسلمات والمؤمنين والمؤمنات الأحياء منهم والأموات. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله. Recording